അവസാനം നടന്ന പരീക്ഷകൾ 2023-24 വരെ എടുത്താലും ഒരു 50 ടോപ്പിക്ക് പ്രധാനപ്പെട്ട നമുക്ക് ജനറേറ്റ് ചെയ്യാൻ പറ്റും. അതെന്ന് പറഞ്ഞാൽ ഷുവർ ആണ് ആ ഒരു ടോപ്പിക്കിൽ നിന്നും, അല്ലെ? അപ്പൊ അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ടോപ്പിക്കിലെ ഒരെണ്ണമാണ് പഞ്ചായത്ത് രാജ്. അപ്പോൾ നമുക്ക് ഈ വീഡിയോയിൽ പഞ്ചായത്ത് രാജിലെ ഇതുവരെ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് എല്ലാം നിങ്ങൾക്ക് ആദ്യവും അവസാനവും കിട്ടും. പിന്നെ നിങ്ങൾക്ക് KS മുതൽ ഏത് എക്സാം എഴുതാനും ഈ പഞ്ചായത്ത് രാജ് ഈ ടോപ്പിക് കൊണ്ട് പറ്റും. പിന്നെ നമുക്കറിയാലോ ഈ വീഡിയോയിൽ എന്തൊക്കെ പറയുന്നുണ്ടോ അതെല്ലാം അവസാനമാകുമ്പോഴത്തേക്കും റിപ്പീറ്റ് ചെയ്ത് ബൈ ഹാർട്ട് ആയിട്ടായിരിക്കും നമ്മുടെ സെഷൻ നിൽക്കുന്നത്. അപ്പോ വെൽക്കം ടു അവർ ന്യൂ വീഡിയോ. ഞാൻ ഇംതിയാസ് ഖാൻ. നമ്മൾ പഠിക്കാൻ പോകുന്നത് പഞ്ചായത്ത് രാജ്. അപ്പൊ സ്റ്റാർട്ട് ചെയ്താലോ? അപ്പം ഐശ്വര്യമായിട്ട് തുടങ്ങുന്നു. നമുക്കറിയാം ഈ ലാസ്റ്റ് നടന്നിട്ടുള്ള 2024 ക്വസ്റ്റ്യൻ പേപ്പേഴ്സും ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പല മെയിൻസ് എക്സാമിൽ നടന്നത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇതെല്ലാം കൂടി ഉപയോഗിച്ച് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് പഞ്ചായത്ത് രാജിൽ എന്തൊക്കെ ചോദിച്ചിട്ടുണ്ട്, എന്തൊക്കെ ചോദിക്കാം, പഞ്ചായത്ത് രാജ് ഇതിനപ്പുറം നിങ്ങൾ ഇനി പഠിക്കാനേ ഇല്ല. ഓക്കെ, അപ്പം ടെലിഗ്രാമിൽ ജോയിൻ ചെയ്യാത്തവരുണ്ട്, ജോയിൻ ചെയ്തോ. ഫാൽക്കൺ ഫ്രീ PSC എന്നോ ഫാൽക്കൺ മാക്സ് എന്നോ തപ്പിയാല് ഫാൽക്കൺ PSC തപ്പിയാലും നിങ്ങൾക്ക് ടെലിഗ്രാമിൽ കിട്ടും. അപ്പൊ ഒരു കോഴ്സിൽ നിന്ന് നമുക്ക് തുടങ്ങാം. നമുക്ക് ഇതുപോലെ പഠിച്ചു പോകുമ്പോഴേ നമ്മുടെ വ്യക്തിത്വം കൂടെ അല്ലെങ്കിൽ നമ്മുടെ മൈൻഡ് സെറ്റ് കൂടെ ഒന്ന് സെറ്റ് ആക്കിക്കൊണ്ട് പഠിച്ചുകൊണ്ട് പോകാം. ഓക്കെ, productivity is being able to do today's task today and not worry about saving them for mythical tomorrow. അപ്പൊ പ്രൊഡക്ടിവിറ്റി എന്ന് പറഞ്ഞാൽ എന്താ? ഇന്നത്തെ ജോലി ഇന്ന് ചെയ്ത് തീർക്കുകയാണ്, അല്ലാതെ ഒരു മിസ്റ്ററി ആയി കിടക്കുന്ന നാളത്തേക്ക് മാറ്റി വെക്കുവല്ല. ഒരു കാര്യം ഓർത്താൽ മതി, നമ്മൾ പലപ്പോഴും കിടന്നുറങ്ങാൻ നേരം അല്ലെ വൈകുന്നേരം ആകും അല്ലെ പല സമയങ്ങളും നമ്മൾ ഡിസപ്പോയിന്റഡ് ആണ്, അല്ലെ? എന്താന്ന് വെച്ച് കഴിഞ്ഞാല് കാരണം നമുക്ക് അറിയത്തില്ല, ഡിസപ്പോയിന്റഡ്. വേറെ ഒന്നുമല്ല, നമുക്ക് ചെയ്യാനുള്ള ജോലികൾ നമ്മൾ ചെയ്യാത്തപ്പോ നമ്മുടെ ഉള്ളിൽ നിന്നുള്ള ഒരു കുത്തലാണ് ആ ഒരു വിഷമം. അപ്പോ നമ്മൾ നമ്മുടെ ഡെയിലി ടാസ്കുകൾ അല്ലെങ്കിൽ അന്നന്ന് ചെയ്യേണ്ട കാര്യങ്ങൾ അന്നന്ന് ചെയ്ത് തീർത്താൽ അപ്പോ ഒരു പ്രയാസം കാണുമെങ്കിലും അന്നത്തെ ദിവസം ഫുള്ള് സന്തോഷമായിരിക്കും. ഇത് നിങ്ങൾക്ക് അറിയാം, പലവർക്കും അറിയത്തില്ല. ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയാൽ നിങ്ങൾ മടിക്കുന്ന ആദ്യം എന്ത് കാര്യമാണോ അത് ആദ്യം ചെയ്ത് ആ ദിവസം തുടങ്ങുക, അന്നത്തെ ദിവസം സൂപ്പറായി മാറും. ഓക്കെ, അപ്പൊ നമുക്ക് ടോപ്പിക്കിലേക്ക് പോകാം. അപ്പോ ഇവിടെ കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ പരിചയപ്പെടുന്നത്. ഈ ക്വസ്റ്റ്യൻസ് എന്തൊക്കെയാണ്? ഓക്കെ, ഇത് ലാസ്റ്റിലും നമ്മൾ ഡിസ്കസ് ചെയ്യും പഠിച്ചു കഴിഞ്ഞിട്ട്. അപ്പൊ നമുക്ക് എത്രത്തോളം ഇമ്പ്രൂവ്മെന്റ് ഉണ്ടെന്ന് അറിയാലോ, അല്ലെ? ഇപ്പൊ പഞ്ചായത്തുകൾക്ക് ഭരണഘടനാ പദവി ശുപാർശ ചെയ്തത് ഏത് കമ്മിറ്റിയാണ്? 2022 ഇൻസ്പെക്ടിംഗ് അസിസ്റ്റന്റ് മെയിൻസിൽ ചോദിച്ച ചോദ്യമായിട്ട്. ഓക്കെ, ഇപ്പൊ നിങ്ങൾക്ക് കണ്ടിട്ട് എന്ത് തോന്നുന്നു? ഉത്തരം കിട്ടുന്നുണ്ടോ? ഭരണഘടനാ പദവി ശുപാർശ ചെയ്തത് ഏത് കമ്മിറ്റി? അശോക് മേത്ത ഉണ്ട്, സിംഗ്വി ഉണ്ട്, PK തുങ്കൻ ഉണ്ട്, ബൽവന്ത് റായ് ഉണ്ട്, അല്ലെ? ഇപ്പം ഇതിൽ ഉത്തരം കൊടുക്കുന്നത് സിംഗ്വി കമ്മിറ്റിയാണ്. എന്നാൽ നിങ്ങൾ ഒരു പരിധി വരെ ഒരു 10 ക്വസ്റ്റ്യൻ പേപ്പർ ലാസ്റ്റ് എടുത്താൽ അതിലെല്ലാം PK തുങ്കനാ കൊടുത്തത്. അത് എങ്ങനെ വന്നു, ഇത് രണ്ടും വന്നാൽ ഏത് കൊടുക്കണം എന്നുള്ളത് ഉൾപ്പെടെ ഈ വീഡിയോ കഴിയുമ്പോൾ നിങ്ങൾ ക്ലിയർ ആകുമോ ഇല്ലയോ എന്നുള്ളത് നമുക്ക് നോക്കാം. എന്താ? എല്ലാം സിംഗ്വി ആണ്. റെഡി? അടുത്തലോട്ടോ. ഇന്ത്യയിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് ഭരണഘടനാ പദവി ശുപാർശ ചെയ്ത കമ്മിറ്റി സർക്കാരിയ ഉണ്ട്, മണ്ഡൽ കമ്മീഷൻ ഉണ്ട്, ബൽവന്ത് റായ് ഉണ്ട്, PK തുങ്കനുണ്ട്. ഇവിടെ എല്ലാം സിംഗ്വി ഇല്ല. അപ്പൊ ഉത്തരം എന്താ? PK തുങ്കൻ കമ്മിറ്റി. വെറുതെ പറഞ്ഞു പോകുക, ലാസ്റ്റ് ഇത് ചെയ്യുമ്പോൾ ക്ലിയർ ആയിട്ട് നിങ്ങൾക്ക് കിട്ടിയിരിക്കും. അതാണ് എന്റെ ഒരു കോൺഫിഡൻസ്. ഓക്കെ, ശരി. അപ്പം ഇന്ത്യയിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് നിയമസാധുത നൽകിയ കമ്മിറ്റി ഇതിലേതാണ്? ഇതിലും എല്ലാം സിംഗ്വി ഇല്ല, PK തുങ്കനാണ്, അല്ലെ? അപ്പൊ എങ്ങനെയാ വ്യത്യാസം വരുന്നത് നോക്കി. ഇത് ഫയർമാൻ ആൻഡ് ഫയർവുമൻ ട്രെയിനി 2022 ക്വസ്റ്റ്യൻ ആണ്. അടുത്തത്, തദ്ദേശ ഗവൺമെന്റ് സമിതികൾക്ക് ഭരണഘടനാപരമായ അംഗീകാരം നൽകണമെന്ന്. അതായത് ഈ ഒരു ചോദ്യം തന്നെ 2022 ഇഷ്ടം പോലെ ചോദിച്ചിട്ടുണ്ടെന്നാണ് അതിന്റെ അർത്ഥം. ഇവിടെ PK തുങ്കൻ കമ്മിറ്റി. പിന്നെയും അത് തന്നെ, അല്ലെ? അത്ര ഇമ്പോർട്ടന്റ് ആണ്. കമ്മിറ്റികളെ പറ്റി നമ്മൾ ഇതിൽ ഫുൾ പഠിക്കും, ഭേദഗതികളെ പറ്റി പഠിക്കും, പ്രധാനപ്പെട്ട എല്ലാ വർഷവും ഇതിൽ പഠിച്ചു തീർക്കും നമ്മളെ. അപ്പം നമുക്ക് നോക്കിയാലോ, പഞ്ചായത്ത് രാജുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവനകൾ ഏതൊക്കെയാണ്? കണ്ടോ, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് ഭരണഘടനാ അംഗീകാരം നൽകണമെന്ന് ശുപാർശ ചെയ്ത കമ്മിറ്റിയാണ് PK തുങ്കൻ കമ്മിറ്റി, അല്ലെ? ശരിയായിട്ടുള്ള പ്രസ്താവന എന്നാണ് കൊടുത്തിട്ടുള്ളത്. നമുക്ക് എലിമിനേഷൻ മെത്തേഡ്സ് ഒക്കെ ഞാൻ സെപ്പറേറ്റ് വീഡിയോ ഇട്ട് തരാം, എങ്ങനെ ചെയ്യാവുന്നത്. EMS നമ്പൂതിരിപ്പാട് അശോക് മേത്ത കമ്മിറ്റിയിലെ അംഗമായിരുന്നു. ഭരണഘടനയുടെ 71ാം ഭേദഗതി പഞ്ചായത്ത് രാജുമായി ബന്ധപ്പെട്ടതായിരുന്നു. 71ാമത്തെ ഭേദഗതി പഞ്ചായത്ത് രാജ്, അത് അപ്പോഴേ തെറ്റാ. അപ്പൊ 3 ഉള്ളത് ഫുള്ള് ഇവിടെ വെട്ടിക്കളയാം. ഇതാണ് എലിമിനേഷൻ മെത്തേഡ്. അപ്പോൾ ഓൾറെഡി ഒരു ഉത്തരം കിട്ടിക്കഴിഞ്ഞേ, അല്ലെ? ഇത് വുമൺ പോലീസ് കോൺസ്റ്റബിൾ 2023 ചോദിച്ച ചോദ്യമാണ്. അപ്പൊ ബാക്കി 3ഉം ശരിയാണ്. ഇപ്പൊ ശരിയായിട്ടുള്ളത് ചോദിക്കുമ്പോ തെറ്റായിട്ട് ഒരെണ്ണം ഉണ്ടെങ്കിൽ അവരെ ഓപ്ഷനിൽ നിന്നും എലിമിനേറ്റ് ചെയ്ത് കളയുന്നതാണ് എലിമിനേഷൻ മെത്തേഡ്. അങ്ങനെ നമുക്ക് ഈ ഉത്തരം കിട്ടും, അല്ലെ? അപ്പൊ ഇതൊന്ന് വായിച്ചു വെച്ചു. അടുത്ത ക്വസ്റ്റ്യൻസിൽ ഇത് വരാം. ഇന്ത്യയിൽ ആദ്യമായി പഞ്ചായത്ത് രാജ് സംവിധാനം നിലവിൽ വന്നത് 59 ഒക്ടോബർ 2 രാജസ്ഥാനിലാണ്. നെഹ്റു ഉദ്ഘാടനം ചെയ്തു. നമ്മൾ പഠിക്കും. ഇനി അടുത്ത് നോക്കാം. 73ാം ഭേദഗതി പ്രകാരം ഓക്കെ സംസ്ഥാന വിഷയങ്ങളിൽ ഉൾപ്പെട്ട 29 വിഷയങ്ങൾ ഭരണഘടനയുടെ ഏത് പട്ടികയിൽ കൂട്ടിച്ചേർത്തിട്ടുണ്ട്? ഭരണഘടനയുടെ ഏത് പട്ടിക മീൻസ് ഷെഡ്യൂൾ, ഏത് ഷെഡ്യൂളിൽ കൂട്ടിച്ചേർത്തിട്ടുണ്ട്? ഏതിന്റെ അകത്തുള്ളത്?
11ാമത്തെ പട്ടികയിലാണ് കൂട്ടിച്ചേർത്തിട്ടുള്ളത്. ഓക്കെ, 11ാമത്തെ പട്ടികയിലാണ് കൂട്ടിച്ചേർത്തിട്ടുള്ളത്. നമ്മൾ ഇനി ലാസ്റ്റിൽ അതൊന്നുകൂടെ പറയും, അപ്പൊ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് കിട്ടും. 1994 കേരള പഞ്ചായത്ത് രാജ് നിയമപ്രകാരം ഗ്രാമസഭയുടെ യോഗം ചേരേണ്ടത്. അപ്പം ഈ ഗ്രാമസഭയുടെ യോഗം ചേരേണ്ടത് എപ്പോഴാണ്, അല്ലെങ്കിൽ ഏറ്റവും കുറഞ്ഞത് എത്ര തവണയാണ്, ഒരു വർഷത്തിൽ എത്ര തവണയാണ് എന്നുള്ളത് നമുക്ക് നോക്കണം. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കിയാലോ. അപ്പം കുറഞ്ഞ പക്ഷം 3 മാസത്തിൽ ഒരിക്കലെങ്കിലും ഇതാണ് കേട്ടോ. കുറഞ്ഞ പക്ഷം 4 മാസത്തിൽ ഒരിക്കൽ തെറ്റ്, 5 മാസത്തിൽ ഒരിക്കൽ തെറ്റ്, 6 മാസത്തിൽ ഒരിക്കൽ തെറ്റ്. കുറഞ്ഞ പക്ഷം 3 മാസത്തിൽ ഒരിക്കലെങ്കിലും. അപ്പൊ നിങ്ങൾ പഠിച്ചിട്ടുണ്ടല്ലോ ഈ ടോപ്പിക്സ് ഓൾറെഡി. എന്നിട്ടും ഇത് കിട്ടിയിട്ടില്ലെങ്കിൽ നമ്മൾ പഠിച്ച രീതികളിലെ മാറ്റമുണ്ട്. ഓക്കെ, അപ്പം ഇവിടെ നിന്ന് നമുക്ക് തുടങ്ങാം. റെഡി? അപ്പം ഈ സ്ലൈഡ്സിൽ ഒത്തിരിയും കണ്ടൻസ് റിപ്പീറ്റഡ് ആയിട്ട് ഞാൻ തരും. എന്തിനാന്ന് വെച്ചാൽ നമ്മുടെ രീതി ഡിഫറെന്റാ. അവസാനം ഈ വീഡിയോ കണ്ട് കഴിഞ്ഞ് ഇറങ്ങുമ്പോൾ നിങ്ങൾ ഒന്നുകൂടെ റിവൈസ് ചെയ്യേണ്ട അവസ്ഥ വരരുത്. ഞാനും പഠിച്ചിട്ടുണ്ട്, എനിക്കറിയാം അപ്പം എന്തൊക്കെയാണ് നമുക്ക് ഇഷ്ടപ്പെടുന്നത് ഇഷ്ടപ്പെടാത്തതെന്ന്. അപ്പൊ ഇത്രയും വർഷത്തെ നമ്മുടെ ടീച്ചിങ് എക്സ്പീരിയൻസ് കൊണ്ട് നിങ്ങൾക്ക് ഇത് മാക്സിമം സൂപ്പർ ആക്കി ഞാൻ തരും. ഓക്കെ, അപ്പം ഈ കണ്ടന്റ് സ്ലൈഡ്സിൽ റിപ്പീറ്റഡ് ആയിട്ട് ഒത്തിരി പേരും നമ്മൾ റിവൈസ് ചെയ്തുകൊണ്ട് വരും. ഓക്കെ, അപ്പൊ എന്താണെന്നുള്ള ജസ്റ്റ് ഒന്ന് പറഞ്ഞു വിടാം. സ്ലൈഡ്സ് എല്ലാം ഞാൻ പറഞ്ഞു വിടുന്നില്ല, ഇതിലെ പ്രധാനപ്പെട്ടത് പറഞ്ഞു തരികയും റിവൈസ് ചെയ്യുകയും ചെയ്യും. അത് നിങ്ങൾ ഫോക്കസ് ചെയ്യും. പ്രാദേശിക തലത്തിലെ പ്രശ്നങ്ങൾ ശ്രദ്ധിക്കുന്നതിനും വികസനം താഴ്ത്തട്ടുകളിൽ എത്തിക്കുന്നതിനും രാഷ്ട്രഭരണത്തിൽ ജനപങ്കാളിത്തം ഉറപ്പുവരുത്തും. അല്ലെ, ജനപങ്കാളിത്തം ഉറപ്പുവരുത്തുന്നു പ്രാദേശിക തലത്തിലെ ഗവൺമെന്റുകൾക്ക് ആവശ്യമാണ്. അല്ലെ, ഇനി ഗ്രാമതലത്തിലും ജില്ലാ തലത്തിലുമുള്ള ഗവൺമെന്റ് അറിയപ്പെടുന്നതാണ് പ്രാദേശിക ഗവൺമെന്റ്, തദ്ദേശ ഗവൺമെന്റ് എന്ന്. പ്രാദേശിക ഗവൺമെന്റ്, തദ്ദേശ ഗവൺമെന്റ് എന്ന്. ഇവിടെ ഒന്നും ചോദ്യങ്ങളില്ല, എന്താണെന്നുള്ളൊരു ബേസിക് ഡെഫിനിഷൻ, അങ്ങനെയല്ലേ തുടങ്ങുന്നത്. അതുകൊണ്ട് ഒന്നാമത്തെ പ്രധാനപ്പെട്ട പോയിന്റ്, ജനാധിപത്യത്തിന്റെ നെടും തൂണുകൾ എന്നറിയപ്പെടുന്ന പ്രാദേശിക ഗവൺമെന്റ് ആണ്. നിങ്ങളൊന്ന് ഓർത്താൽ മതി, നമ്മുടെ ഇവിടെ തൊട്ടടുത്തുള്ള റോഡുകള്, നമ്മുടെ തൊട്ടടുത്തുള്ള കെട്ടിടങ്ങള്, അല്ലെ മുനിസിപ്പാലിറ്റിയുമായി ബന്ധപ്പെട്ട, അല്ലെ പഞ്ചായത്ത് ഓഫീസുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്ന നമ്മുടെ ചീഫ് മിനിസ്റ്ററോ പ്രൈം മിനിസ്റ്ററോ നേരിട്ടല്ല. അതിനുവേണ്ടി ജനപങ്കാളിത്തം കുറച്ചുകൂടെ കൂട്ടുന്നതിന് വേണ്ടി ഒരു താഴെത്തട്ടിലും ഗവൺമെന്റ് ഫോം ചെയ്തിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ഇന്നത്തെ ഈ ചാപ്റ്ററിനകത്ത് മൊത്തം പറയാൻ പോകുന്നത്. അപ്പം ജനാധിപത്യത്തിന്റെ നെടും തൂണ് എന്ന് പറയുന്നത് പ്രാദേശിക ഗവൺമെന്റ് ആണ്. ജനാധിപത്യത്തിന്റെ നെടും തൂണ് പ്രാദേശിക ഗവൺമെന്റ്. ഓക്കെ, ജനാധിപത്യത്തിന്റെ സൂര്യ തേജസ് എന്നറിയപ്പെടുന്നത് എന്താ? വിവരാവകാശ നിയമം. ജനാധിപത്യത്തിന്റെ നെടും തൂണ് എന്നറിയപ്പെടുന്നത് പ്രാദേശിക ഗവൺമെന്റ്. അപ്പൊ സൂര്യ തേജസ്, വിവരാവകാശ നിയമം, അത് നമുക്ക് മറ്റൊരു ടോപ്പിക്കിൽ എടുക്കാം. ഓക്കെ, ശരി. എന്നാൽ നെടും തൂണ് പ്രാദേശിക ഗവൺമെന്റ്, നെടും തൂണ് പ്രാദേശിക ഗവൺമെന്റ് ഇമ്പോർട്ടന്റ്. ഇനി അധികാര വികേന്ദ്രീകരണത്തിന്റെ അടിത്തറ എന്നറിയപ്പെടുന്നത് പ്രാദേശിക ഗവൺമെന്റ് ആണ്. അല്ലെ, അധികാര വികേന്ദ്രീകരണം, അധികാരം ഡിവൈഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിന്റെ ഒരു എക്സാമ്പിൾ ആണ് ഈ പ്രാദേശിക ഗവൺമെന്റ്. ജനാധിപത്യത്തിന്റെ നെടും തൂണാണ് ഈ പ്രാദേശിക ഗവൺമെന്റുകൾ. ഓക്കെ അല്ലെ? ഇനി നമുക്ക് അടുത്തയിലോട്ട് പോവാം. നോക്കിക്കേ, പുരാതന ഇന്ത്യയിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ മാതൃകൾ അറിയപ്പെട്ടത് സഭ അല്ലെങ്കിൽ സമിതി. സഭ കൂടുന്നു, സമിതി കൂടുന്നു എന്നൊക്കെ കേട്ടിട്ടില്ലേ? എന്നാൽ ഇവിടെ നമ്മുടെ ഇമ്പോർട്ടന്റ് പോയിന്റ് ഇതാണ്. ബ്രിട്ടീഷ് ഭരണകാലത്ത് 1882 ശേഷം തിരഞ്ഞെടുക്കപ്പെട്ട പ്രാദേശിക ഗവൺമെന്റുകൾ രൂപപ്പെട്ടിട്ടുണ്ട്. അല്ലെ, ആ സമയത്തെ വൈസ്രോയ് ആരാണെന്നുള്ളത് ഇമ്പോർട്ടന്റ് ആണ്, റിപ്പീറ്റഡ് ചോദ്യമാണ്. റിപ്പൺ പ്രഭു. അപ്പൊ 1882 റിപ്പൺ പ്രഭു. ഓക്കെ, 1882 റിപ്പൺ പ്രഭു. അപ്പം ബ്രിട്ടീഷ് ഭരണകാലത്തുണ്ടായിരുന്നത് 1882 നിയമം. ഓക്കെ, 1882 ആരായിരുന്നു ആ സമയത്തെ വൈസ്രോയ്? റിപ്പൺ. 1882 റിപ്പൺ. ഓക്കെ, ഇനി റിപ്പൺ രൂപീകരിച്ച ഗ്രാമപഞ്ചായത്തുകൾ അറിയപ്പെട്ടിരുന്ന പേര് പ്രാദേശിക ബോർഡുകൾ, പ്രാദേശിക ഭരണസമിതി എന്നൊക്കെ. ചുമ്മാ വായിച്ചു വിട്ടോ കേട്ടോ. എന്നാൽ നോക്കിക്കേ, ഇന്ത്യയിലെ ബ്രിട്ടീഷ് പ്രവിശ്യകളിൽ ഗ്രാമപഞ്ചായത്തുകൾ രൂപീകരിക്കാൻ കാരണമായ നിയമം, ഇന്ത്യയിലെ ബ്രിട്ടീഷ് പ്രവിശ്യകൾ, ബ്രിട്ടീഷ് ഇന്ത്യയിലെ പ്രവിശ്യകൾ. ഓക്കെ, ബ്രിട്ടീഷ് ഇന്ത്യയാണ് പറയുന്നത്. ബ്രിട്ടീഷ് ഇന്ത്യയിലെ പ്രവിശ്യകളിൽ ഈ ഗ്രാമപഞ്ചായത്ത് രൂപീകരിക്കാൻ കാരണമായത് ഏത് ആക്ട്? ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് 1919. ഓക്കെ, 1919 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് 1919 ആണ്. അതിന്റെ വേറൊരു പേരെന്താ? മോണ്ടേഗു ചെംസ്ഫോർഡ് ഭരണപരിഷ്കാരം. അല്ലെ, മോണ്ടേഗു ചെംസ്ഫോർഡ് അല്ലെങ്കിൽ 1919 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട്. ഓക്കെ, ബ്രിട്ടീഷ് ഇന്ത്യയിലെ പ്രവിശ്യകളിൽ ഗ്രാമപഞ്ചായത്ത് രൂപീകരിക്കുന്നു 1919. ബ്രിട്ടീഷ് ഇന്ത്യയിലെ പ്രവിശ്യകളിൽ ഗ്രാമപഞ്ചായത്ത് രൂപീകരിക്കുന്നു 1919. റിപ്പണിന്റെ ഏത് ടൈമിലായിരുന്നു? 1882 റിപ്പൺ പ്രഭു. അല്ലെ, എന്നാൽ ബ്രിട്ടീഷ് ഇന്ത്യയിലെ പ്രവിശ്യകളിൽ ഗ്രാമപഞ്ചായത്തുകളുടെ ഏതോ 1919 മോണ്ടേഗു ചെംസ്ഫോർഡ് ഭരണപരിഷ്കാരം. മോണ്ടേഗു ചെംസ്ഫോർഡ് ഭരണപരിഷ്കാരമാണ്. ഓർത്തു വെച്ചോളൂല്ലോ. ഇനി സ്വാതന്ത്ര്യ സമര കാലഘട്ടത്തിൽ സാമ്പത്തികമായിട്ടും രാഷ്ട്രീയ തലത്തിലും അധികാര വികേന്ദ്രീകരണം. ഓക്കെ, അധികാര വികേന്ദ്രീകരണം.
ഓക്കെ, ഇതിനെപ്പറ്റി ശക്തമായി വാദിച്ച ദേശീയ നേതാവിനെ ചോദിച്ച മഹാത്മാഗാന്ധിയാണ്. നോക്കണം. ഓക്കെ, മഹാത്മാഗാന്ധിയാണ്. ഈ അധികാര വികേന്ദ്രീകരണത്തിന്റെയും പങ്കാളിത്തത്തിനും ജനാധിപത്യത്തിനും ഉപകരണമായിട്ട് ഗ്രാമപഞ്ചായത്തുകളെ കണ്ടു. ഇതൊക്കെ ടെക്സ്റ്റിലുള്ളത് അതേപോലെ തന്നിട്ടുണ്ട്, ഒന്ന് നോക്കി വെച്ചോണേ കേട്ടോ. പിന്നെ ഭരണഘടന തയ്യാറാക്കിയപ്പോൾ പ്രാദേശിക ഗവൺമെന്റുകൾ സംബന്ധിച്ചുള്ള വിഷയങ്ങൾ സംസ്ഥാനങ്ങൾക്കാണ് നൽകിയത്. ഇത് ഒരു ചോദ്യം, ഇമ്പോർട്ടന്റ്. നോക്കിക്കേ, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ, ലോക്കൽ സെൽഫ് ഗവൺമെന്റ് ഏത് ലിസ്റ്റിലാണുള്ളത്? യൂണിയൻ ലിസ്റ്റ് ആണോ, സ്റ്റേറ്റ് ലിസ്റ്റ് ആണോ, കൺകറന്റ് ലിസ്റ്റ് ആണോ എന്ന് ചോദിക്കും. നമ്മുടെ പ്രാദേശിക ഗവൺമെന്റിനെ പറ്റിയുള്ള സ്റ്റേറ്റ് ലിസ്റ്റ് ആണ്. ഇമ്പോർട്ടന്റ് പോയിന്റ്, സ്റ്റേറ്റ് ലിസ്റ്റിലാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. 3 ലിസ്റ്റുകൾ ഉണ്ടെന്ന് അറിയാമേ, യൂണിയൻ ലിസ്റ്റ്, സ്റ്റേറ്റ് ലിസ്റ്റ്, കൺകറന്റ് ലിസ്റ്റ്. സംസ്ഥാന സർക്കാരിന്റെ കീഴിൽ വരുന്ന, അവരുടെ അധികാര പരിധിയിൽ വരുന്ന ലിസ്റ്റിൽ പെടുത്തിയിട്ടുണ്ട് ഈ പ്രാദേശിക ഗവൺമെന്റുകൾ. ഓക്കെ, അപ്പൊ സ്റ്റേറ്റ് ലിസ്റ്റിലാണ് ഈ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. പഞ്ചായത്ത് രാജുകള് പ്രാദേശിക ഗവൺമെന്റ് ഉൾപ്പെടുത്തിയിട്ടുള്ളത് സ്റ്റേറ്റ് ലിസ്റ്റിലാണെന്ന് ഓർത്തോണം. ഓക്കെ, ഇനി ഇത് നിർദ്ദേശക തത്വങ്ങളുടെ, ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസിയുടെ ഭാഗമായതിനാൽ ഭരണഘടനയിലെ തദ്ദേശ ഗവൺമെന്റുകൾ എന്ന വ്യവസ്ഥ കോടതി മുഖേന പരിഹാരം കാണാൻ കഴിയാത്തതും ഉപദേശ സ്വഭാവം മാത്രമുള്ളതാണ്. നമുക്കറിയാം DPSP, ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി, മാർഗനിർദ്ദേശക തത്വങ്ങൾ. ഇത് പ്രകാരം എന്താണ്, കോടതിയെ സമീപിക്കാൻ കഴിയത്തില്ല, അല്ലെ? കോടതിയിൽ കൊണ്ടുപോയി ഇതിന് പരിഹാരം കാണാനും പറ്റത്തില്ല. ഫണ്ടമെന്റൽ റൈറ്റ്സ് പോലല്ല DPSP. ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളതാണ് എന്ത്, ഈ പ്രാദേശിക ഗവൺമെന്റുകളെ പറ്റി. വില്ലേജ് പഞ്ചായത്ത്, അതായത് ആർട്ടിക്കിൾ എത്ര, 40, ഇമ്പോർട്ടന്റ് ആണ്, ചോദിച്ചിട്ടുണ്ട്. അപ്പൊ DPSPയുടെ ഭാഗമായിട്ടുള്ളത്. അപ്പൊ പ്രധാനപ്പെട്ടത് ഇത്രയും കിട്ടിയോ? ഞാനൊന്ന് എഴുതി വെക്കാം. നോക്കിക്കാം, ഞാൻ കളർ ചേഞ്ച് ചെയ്യാം നിങ്ങളുടെ സജഷൻ പ്രകാരം ഇത്. ഓക്കെ, അപ്പം 1882 റിപ്പൺ പ്രഭു, ഓർത്തു വെച്ചോളൂല്ലോ, റിപ്പൺ പ്രഭു. എന്നാൽ ബ്രിട്ടീഷ് പ്രവിശ്യയിൽ ഗ്രാമപഞ്ചായത്തുകൾ ഏതും ആക്ട് പ്രകാരം ഗവൺമെന്റ് ഓഫ് ഇന്ത്യ 1919, മോണ്ടേഗു ചെംസ്ഫോർഡ്, അല്ലെ? മോണ്ടേഗു ചെംസ്ഫോർഡ് ഭരണപരിഷ്കാരം. ഇനി നമ്മുടെ ഈ പഞ്ചായത്ത് രാജും പ്രാദേശിക ഗവൺമെന്റും ഒക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ളത് സ്റ്റേറ്റ് ലിസ്റ്റിലാണ്, അല്ലെ? എന്നാൽ ഈ പഞ്ചായത്ത് രാജ് വേണം, അധികാര വികേന്ദ്രീകരണം, രാഷ്ട്രീയപരമായിട്ടുള്ള വികേന്ദ്രീകരണം ഒക്കെ പറഞ്ഞിട്ടുള്ളത് ഏത് നേതാവായിരുന്നു? മഹാത്മാഗാന്ധിയുമാണ്. ഇത്രയും സംഭവം കിട്ടിയോ? ഇത്രയുമാണ് ഇതുവരെ പറഞ്ഞിട്ടുള്ളൂ. ബാക്കിയൊക്കെ വെറും ഇൻട്രോയാണ്. ഇത്ര ഓർത്തു വെച്ചാൽ മതി, അല്ലെ? പിന്നെ ഈ പഞ്ചായത്ത് രാജ് പ്രാദേശിക ഗവൺമെന്റ് DPSPയുടെ ഭാഗമാണ്, അല്ലെ? DPSPയുടെ ഭാഗമായിട്ടുള്ളതാണ്. കിട്ടിയേ? ഈ കോഡ്സ് ഓർത്ത് വെച്ചോടെ. ജനാധിപത്യത്തിന്റെ ഉത്തമ താല്പര്യം മുൻനിർത്തി ഗ്രാമങ്ങളുടെ സ്വയം ഭരണ കലയിൽ പ്രായോഗിക പരിശീലനം നൽകേണ്ടതാണ്. ഓക്കെ, പ്രായോഗിക കലയിൽ എന്താ പറയാ, പ്രായോഗിക പരിശീലനം നൽകേണ്ടതാണ് എന്ന് പറഞ്ഞത് ആരാ? അനന്ത ശയനം അയ്യങ്കാറാണ്. ഓക്കെ, അനന്ത ശയനം അയ്യങ്കാറാണ് പറഞ്ഞിട്ടുള്ളത്. ഈ കോഡ്സ് ഓർത്തു വെച്ചോണം. ഓക്കെ, ഈ കോഡ്സ് ഓർത്തു വെച്ചോടെ. ജനാധിപത്യത്തിന്റെ ഉത്തമ താല്പര്യം മുൻനിർത്തി ഗ്രാമങ്ങൾക്ക് സ്വയംഭരണ കലയിൽ പ്രായോഗിക പരിശീലനം നൽകണം. ഓക്കെ, അപ്പൊ ഗ്രാമങ്ങളുടെ സ്വയംഭരണ കലയിൽ പ്രായോഗിക പരിശീലനം നൽകണം എന്ന് പറഞ്ഞത് ആനന്ദ ശയനം അയ്യങ്കാർ. ഓർത്തോണെ, പ്രായോഗിക പരിശീലനം നൽകണം. ആരാ പറഞ്ഞേ? ആനന്ദ ശയനം അയ്യങ്കാർ. പ്രായോഗിക പരിശീലനം അനന്ത ശയനം അയ്യങ്കാർ. ഓക്കെ അല്ലേ? ശരി. അപ്പൊ പരിശീലനം കിട്ടിയാൽ നമുക്ക് ആനന്ദമായിരിക്കും പിന്നെ കാര്യങ്ങൾ ചെയ്യാൻ, അല്ലെ? പരിശീലനം വേണം എങ്കിൽ ആനന്ദമായിരിക്കും. പരിശീലനം കിട്ടിയാൽ ആനന്ദമായിരിക്കും, അല്ലാതെ ആദ്യമേ വെച്ചത് വലിയ പാടാ. അപ്പം പരിശീലനം ഉണ്ടെങ്കിൽ ആനന്ദമായിരിക്കും. ആനന്ദ ശയനം അയ്യങ്കാർ ഓർത്തു വെച്ചോണം. ഓക്കെ, ഇനി അടുത്തതിലോട്ട് പോവാം. ഇന്ത്യയുടെ സ്വാതന്ത്ര്യം എന്നാൽ മുഴുവൻ ഇന്ത്യയുടെ സ്വാതന്ത്ര്യമാണ്. ഇതാണ് ഇമ്പോർട്ടന്റ് കോട്ടാണ് ഈ കൂട്ടത്തിലെ. ഓക്കെ, ഇന്ത്യയുടെ സ്വാതന്ത്ര്യം എന്നാൽ മുഴുവൻ ഇന്ത്യയുടെയും സ്വാതന്ത്ര്യമാണ്, അല്ലെ? താഴെത്തട്ടിലാണ് സ്വാതന്ത്ര്യം ആരംഭിക്കേണ്ടത്. അതിനാൽ ഓരോ ഗ്രാമവും ഓരോ റിപ്പബ്ലിക് ആകുന്നു. ഇതാണ് പ്രധാനപ്പെട്ട കോട്ട്. ഓക്കെ, ഓരോ ഗ്രാമവും ഓരോ റിപ്പബ്ലിക് ആകുന്നു. ഇങ്ങനെ പറഞ്ഞത് ആരാ? മഹാത്മാഗാന്ധി. പരിശീലനം നൽകുന്നത് പറഞ്ഞത് ആരായിരുന്നു? അനന്ത ശയനം അയ്യങ്കാർ. പരിശീലനം നൽകണം നമ്മൾ പറഞ്ഞു. പരിശീലനം നൽകിയാൽ ഭയങ്കര ആനന്ദമാണെന്ന് ഓർത്താൽ മതി. പരിശീലനം നൽകണം അനന്ത ശയനം അയ്യങ്കാർ. എന്നാൽ ഓരോ ഗ്രാമവും ഓരോ റിപ്പബ്ലിക് ആകുന്നു. ഇങ്ങനെ പറഞ്ഞത് ആരാ? മഹാത്മാഗാന്ധിയുമാണ്. ഇത്തരം സംഭവങ്ങൾ കിട്ടിയേ. ഓക്കെ, ഇനി നമ്മുടെ സ്വതന്ത്ര ഇന്ത്യയിലെ ടോപ്പിക്ക് വരുക ഇമ്പോർട്ടന്റ്. സ്വതന്ത്ര ഇന്ത്യയിൽ തദ്ദേശ ഗവൺമെന്റുകൾക്ക് തുടക്കം കുറിച്ചത്. സ്വതന്ത്ര ഇന്ത്യ, നമ്മുടെ ഇൻഡിപെൻഡന്റ് ഇന്ത്യയിലത്തെ ടോപ്പിക്കാ പറയുന്നത് 1952 1952 കമ്മ്യൂണിറ്റി ഡെവലപ്മെന്റ് പ്രോഗ്രാമിലൂടെയാണ് സ്വതന്ത്ര ഇന്ത്യയിലെ തദ്ദേശ ഗവൺമെന്റുകൾക്ക് തുടക്കം കുറിച്ചത്. സ്വതന്ത്ര ഇന്ത്യയിലെ തദ്ദേശ ഗവൺമെന്റുകൾക്ക് തുടക്കം കുറിച്ചത് 1952 കമ്മ്യൂണിറ്റി ഡെവലപ്മെന്റ് പ്രോഗ്രാം. അപ്പോ ഇതുവരെ പറഞ്ഞത് ഒന്നുകൂടെ ഞാൻ പെട്ടെന്ന് പറയാം, റിവിഷനാണ് നമ്മുടെ മെയിൻ. 1882 റിപ്പൺ പ്രഭു, അല്ലെ? റിപ്പൺ പ്രഭു. ശരി. പിന്നെ ബ്രിട്ടീഷ് പ്രവിശ്യയിലെ
പറഞ്ഞില്ലായിരുന്നു? 1919 മോണ്ടേഗു ചെംസ്ഫോർഡ് ഭരണപരിഷ്കാരം പറഞ്ഞു. എന്നാൽ ഇൻഡിപെൻഡന്റ് ഇന്ത്യ, സ്വതന്ത്ര ഇന്ത്യയിലാണെങ്കിലും 1952 കമ്മ്യൂണിറ്റി ഡെവലപ്മെന്റ് പ്രോഗ്രാമിലൂടെയാണ് ഈ തദ്ദേശ ഗവൺമെന്റുകൾക്ക് തുടക്കം കുറിക്കുന്നത്. ഇത്രയും കാര്യങ്ങൾ കിട്ടിയോ? റിവിഷൻ ആയില്ലേ ഒന്നുകൂടെ? ഓക്കെ, ശരി. ഓരോ ഗ്രാമവും ഓരോ റിപ്പബ്ലിക്കാണ്. ആരാ പറഞ്ഞേ? മഹാത്മാഗാന്ധി. ഇനി ഇത് നോക്കി വെച്ച് ചില സ്റ്റേറ്റ്മെന്റ്സ് ഇനി വരാം. വലിയ ഡിഫിക്കൽട്ട് ആക്കുന്നത് വേണമെങ്കിൽ ഇത് ചോദിക്കാം. ഗുജറാത്ത്, മഹാരാഷ്ട്ര സംസ്ഥാനങ്ങളിൽ തിരഞ്ഞെടുക്കപ്പെട്ട പ്രാദേശിക സമിതികൾ രൂപീകരിക്കപ്പെട്ട വർഷം 1960. ഓക്കെ, അപ്പം ഗുജറാത്ത്, മഹാരാഷ്ട്ര 1960. ഒന്നുകൂടെ, ഗുജറാത്ത്, മഹാരാഷ്ട്ര 1960. ഒന്നുകൂടെ എഴുതി വെച്ചോ. ഒന്നും നോക്കണ്ട. ഗുജറാത്ത്, മഹാരാഷ്ട്ര 1960. എപ്പോഴെങ്കിലും ഒരു സ്റ്റേറ്റ്മെന്റിൽ തുറന്നാൽ തരാം. കാരണം പഞ്ചായത്ത് രാജിന്റെ ബാക്കിയുള്ള ഡിഫിക്കൽട്ട് ഭാഗത്തു നിന്നൊക്കെ ചോദിച്ചു. അതെല്ലാം നമ്മൾ പഠിക്കുന്ന കൂട്ടത്തിൽ ഇതിനി വന്ന നമുക്ക് കിട്ടണം. ഓക്കെ, അപ്പൊ ഗുജറാത്ത്, മഹാരാഷ്ട്രയിൽ 1960 സമിതികൾ രൂപീകരിക്കപ്പെട്ടു. റെഡി? പ്രാദേശിക സ്ഥാപനങ്ങൾക്ക് ഭരണഘടനാ പദവി നൽകണമെന്ന് ശുപാർശ ചെയ്ത കമ്മിറ്റി. നമ്മൾ ക്വസ്റ്റ്യൻസ് കണ്ടിട്ട് വന്നില്ലേ? ക്വസ്റ്റ്യൻസ് എന്തിനാ തന്നെന്നറിയാം? എങ്കിലേ ഈ പഠിക്കുന്നതിന്റെ നമ്മുടെ ആത്മാർത്ഥത കൂടത്തുള്ളൂ. കാരണം ഈ ചോദ്യം ചോദിച്ചതാ, പ്രാദേശിക സ്ഥാപനങ്ങൾക്ക് ഭരണഘടനാ പദവി കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡി ആക്കണം അല്ലെ? ഭരണഘടനാ പദവി നൽകണമെന്ന് ശുപാർശ ചെയ്ത കമ്മിറ്റിയാണ് PK തുങ്കൻ കമ്മിറ്റി. ഓക്കെ, PK തുങ്കൻ കമ്മിറ്റി. ഇദ്ദേഹത്തിന്റെ വർഷം PSC പലതായിട്ട് ചോദിക്കും. 1988 PK തുങ്കനെ അപ്പോയിന്റ് ചെയ്തത്. റിപ്പോർട്ട് കൊടുത്തത് 1989 കേട്ടോ. PK തുങ്കന്റേത് ഓർത്തോണം, ഭരണഘടനാ പദവി നൽകണമെന്ന് ശുപാർശ ചെയ്ത പാർലമെന്ററി സബ് കമ്മിറ്റി അംഗമാണ്. ഭരണഘടനാ പദവി നൽകണമെന്ന് ശുപാർശ ചെയ്ത പാർലമെന്ററി കൺസൾട്ടേറ്റീവ് അംഗമാണ്. പാർലമെന്ററി സബ് കമ്മിറ്റി അംഗമാണ്, മറക്കരുത്. എന്നാൽ വെറുതെ ഇപ്പൊ PSC ചോദിക്കുക, ഭരണഘടനാ പദവി, അതായത് പ്രാദേശിക സ്ഥാപനങ്ങൾക്ക് ഭരണഘടനാ പദവി നൽകണമെന്ന് ശുപാർശ ചെയ്തത് ആരാ? LM സിംഗ്വി. എന്നാൽ ചോദിക്കുക, ഭരണഘടനാ പദവി നൽകണമെന്ന് ശുപാർശ ചെയ്ത കമ്മിറ്റി, പാർലമെന്ററി കമ്മിറ്റി എന്ന് ചോദിച്ചാൽ PK തുങ്കൻ. പാർലമെന്ററി PK തുങ്കൻ, പാർലമെന്ററി PK തുങ്കൻ, പാർലമെന്ററി കൺസൾട്ടേറ്റീവ്, പാർലമെന്ററി സബ് കമ്മിറ്റി എന്ന് ചോദിച്ച PK തുങ്കൻ, അല്ലാതെ ചോദിച്ച LM സിംഗ്വി. അപ്പൊ PSC അടുത്തിടയ്ക്ക് ചോദിച്ചിട്ടുള്ള 20 ക്വസ്റ്റ്യൻ പേപ്പറിന്റെ അകത്ത് എടുത്താലും LM സിംഗ്വി ഓപ്ഷനിൽ കാണത്തില്ല, PK തുങ്കനെ കാണത്തുള്ളൂ. അതുകൊണ്ട് പാർലമെന്ററിന്ന് തരണമൊന്നുമില്ല. ആ ക്വസ്റ്റ്യൻസ് കൂടുതൽ ചെയ്യാം. നിങ്ങൾക്ക് ഇതൊരു 10% ഇപ്പൊ ഇവിടെ കിട്ടിയാൽ മതി. കൺഫ്യൂഷൻ ഉണ്ടോ ഇല്ലയോ എന്നൊന്നും നോക്കണ്ട, മുന്നോട്ട് പോകുമ്പോൾ ഞാൻ ക്ലിയർ ആക്കി തരാം. 10% ഇവിടെ ഇപ്പൊ ഇത് കിട്ടിയാൽ മതി. ഇത്രയും കിട്ടിയേ മതി, അടുത്തതിലോട്ട് പോവാം. അപ്പം പ്രാദേശിക സ്വയംഭരണത്തെ കുറിച്ച് പഠിച്ച് റിപ്പോർട്ട് സമർപ്പിക്കാൻ കേന്ദ്ര ഗവൺമെന്റ് നിയമിച്ച കമ്മീഷനുകൾ, ഇവരെ ഇമ്പോർട്ടന്റ് ആയിട്ട് ചോദിക്കും. ഭയങ്കര സിമ്പിൾ ആണ്. ബൽവന്ത് റായ് കമ്മീഷൻ, അശോക് മേത്ത കമ്മീഷൻ, ഹനുമന്ത് റാവു കമ്മിറ്റി, പിന്നെ PK തുങ്കൻ കമ്മിറ്റി. ഒന്ന് അറിഞ്ഞു വെച്ചോ. ഇവരുടെ ഡെപ്തിൽ നമ്മൾ വിത്ത് പടം കണ്ടുപഠിക്കും കേട്ടോ. അധികാര വികേന്ദ്രീകരണം എന്ന സ്വപ്നം യാഥാർത്ഥ്യമാക്കിയത്, നമ്മൾ കുറച്ച് മുന്നേയും ഒരു സ്ലൈഡിൽ കണ്ടതാണ്. അധികാര വികേന്ദ്രീകരണം എന്ന സ്വപ്നം യാഥാർത്ഥ്യമാക്കിയത് തദ്ദേശ ഗവൺമെന്റ് ആണ് അല്ലെ? അധികാര വികേന്ദ്രീകരണം. അതേപോലെ ജനാധിപത്യത്തിന്റെ മെയിൻ പില്ലറുകളായിട്ട് കാണുന്നത് എന്തിനാ? ഈ തദ്ദേശ ഗവൺമെന്റുകളെ അല്ലെ? പില്ലറുകളാണ്. ഇനി ജനകീയ ആസൂത്രണം, പീപ്പിൾ പ്ലാനിങ് അല്ലെ? പീപ്പിൾസ് പ്ലാൻ. അപ്പം ജനകീയ ആസൂത്രണം, പീപ്പിൾസ് പ്ലാൻ എന്ന പദം ആദ്യമായി ഉപയോഗിച്ചത് MN റോയ് ആണ്. MN റോയ്. ഓക്കെ, ഓർത്ത് വെച്ചോളെ. പീപ്പിൾസ് പ്ലാൻ MN റോയ്. പീപ്പിൾസ് പ്ലാൻ MN റോയ് 1945. ഓക്കെ, വർഷം വേണ്ട, ചുമ്മാ പറഞ്ഞതേ ഉള്ളൂ, കണക്കാക്കണ്ട. ജനകീയ ആസൂത്രണം എന്ന പദം ആദ്യമായി ഉപയോഗിച്ചതായ MN റോയ്. ജനകീയ ആസൂത്രണം MN റോയ്. ജനകീയ ആസൂത്രണം MN റോയ്. റെഡി? പ്രാദേശിക സ്വയംഭരണത്തെ പ്രോത്സാഹിപ്പിച്ച നിയമം, ഇത് നമ്മൾ ഓൾറെഡി പറഞ്ഞതല്ലേ. പ്രാദേശിക സ്വയംഭരണത്തെ പ്രോത്സാഹിപ്പിച്ച ബ്രിട്ടീഷ് പ്രവിശ്യകളിൽ, ഓർമ്മയുണ്ടോ? ബ്രിട്ടീഷ് പ്രവിശ്യകളിൽ രാമസഭയെ അല്ലെ? ഇതുമായി ബന്ധപ്പെട്ട ഏത് നിയമം ആയിരുന്നു? 1919 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട്. ഇതിന്റെ വേറൊരു പേര് തന്നാല് ഏതാ? മോണ്ടേഗു ചെംസ്ഫോർഡ് എന്ന് തരും. അല്ലെങ്കിൽ ഏത് പറയാം? 1919 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് അല്ലെ? അപ്പൊ ഒന്നുകൂടെ, 1882 റിപ്പൺ പ്രഭു ആണല്ലോ. ഓക്കെ, എന്നാൽ ബ്രിട്ടീഷ് പ്രവിശ്യയിൽ ഗ്രാമസഭയെ പറ്റിയുള്ള നിയമവും വന്ന് തുടങ്ങിയത് 1919 മോണ്ടേഗു ചെംസ്ഫോർഡ് ഭരണപരിഷ്കാരത്തിലൂടെയാണ് അല്ലെ? എന്നാൽ സ്വതന്ത്ര ഇന്ത്യയിൽ, ഇൻഡിപെൻഡന്റ് ഇന്ത്യയിലോ 1952 കമ്മ്യൂണിറ്റി ഡെവലപ്മെന്റ് പ്രോഗ്രാമിലൂടെയുമാണ്. ഇത്രയും കാര്യങ്ങൾ കിട്ടിയില്ലേ? അത് മാത്രമല്ല, പഞ്ചായത്തുകള് അല്ലെങ്കിൽ തദ്ദേശ സ്വയംഭരണം, ഇതൊക്കെ ഏത് ലിസ്റ്റിലാണ് ഉള്ളത്? സ്റ്റേറ്റ് ലിസ്റ്റിലാണ് ഉള്ളത്. ഇത്രയും കിട്ടിയോ? ഇത്രയുമാണ് പ്രധാനപ്പെട്ട സംഭവങ്ങൾ. ഓക്കെ ആണല്ലോ? ശരി. ഇന്ത്യയിലെ ത്രിതല പഞ്ചായത്ത് രാജ് സംവിധാനം വിഭാവനം ചെയ്തിരിക്കുന്നത് എത്ര ജനസംഖ്യയിൽ കൂടുതലുള്ള സംസ്ഥാനങ്ങളിലാണ്?
എത്ര ജനസംഖ്യയിൽ കൂടുതലാണെങ്കിലേ 3 ടയർ ആക്കുന്നുള്ളൂ, ത്രിതല പഞ്ചായത്ത് രാജ് ആക്കുന്നുള്ളൂ. എത്ര ജനസംഖ്യ കൂടുതലാ? 20 ലക്ഷത്തിൽ കൂടുതലാണെങ്കിൽ ത്രിതലം. ഓക്കെ, ത്രിതല പഞ്ചായത്ത് രാജാണ്, ത്രിതല പഞ്ചായത്ത് രാജാണ്. ഇത് ഓർത്ത് വെച്ചോണം. ഇനി വേണേ വരാം, ഇത് വരുമ്പോ ഓർത്തോണം. നമ്മുടെ ക്ലാസ്സിൽ നിന്നാണ് ഇത് കിട്ടിയത്. അപ്പം എത്ര ലക്ഷത്തിൽ കൂടുതലാണെങ്കിലാണ് 3 ടയർ പഞ്ചായത്ത് രാജാക്കുന്നത്. 3 ടയർ അല്ലെ? ആ 3 എന്താന്ന് നമ്മളിപ്പോ പഠിക്കും. എന്നാൽ എത്ര ലക്ഷത്തിൽ കൂടുതലാണല്ലോ? 20 ലക്ഷം. എത്ര ലക്ഷത്തിൽ കൂടുതലാണല്ലോ ത്രിതല പഞ്ചായത്ത് രാജാക്കുന്നത്? 20 ലക്ഷത്തിൽ കൂടുതലാണ്. ഓക്കെ അല്ലെ? ഇനി ഇത് നമ്മൾ പറഞ്ഞതാ, ഒരു റിവിഷൻ ആയിട്ട് നിങ്ങൾക്ക് പിന്നെയും കിട്ടുക. സാമ്പത്തിക രാഷ്ട്രീയ അധികാര വികേന്ദ്രീകരണം അല്ലെ? ശരി. അപ്പം എന്ന് സ്വാതന്ത്ര്യ സമര കാലത്ത് ആവശ്യപ്പെട്ട നേതാവാര? മഹാത്മാഗാന്ധി. സാമ്പത്തിക രാഷ്ട്രീയ അധികാര വികേന്ദ്രീകരണം ആരാ പറഞ്ഞത്? മഹാത്മാഗാന്ധിയാണ്. റിവിഷൻ ആയല്ലോ. പ്രാദേശിക ഗവൺമെന്റ് എന്ന വിഷയം ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഏത് ലിസ്റ്റിലാണ്? സംസ്ഥാന ലിസ്റ്റിലാണ്. റിവിഷൻ ആയല്ലോ അല്ലെ? വാർഡ് തലത്തിലുള്ള വികസന പ്രവർത്തനങ്ങൾ തീരുമാനിക്കാനുള്ള വേദി ഗ്രാമങ്ങളിൽ ഗ്രാമസഭയും നഗരങ്ങളിൽ വാർഡ് സഭയും. അപ്പൊ ഇതിൽ നിങ്ങൾ ഏതാണ് എന്നൊന്ന് ഓർത്ത് നോക്കിക്കേ. അപ്പൊ തന്നെ നമ്മൾ പഠിച്ചൊരു GK റിവിഷൻ ആക്കി അല്ലെങ്കിൽ ഒന്ന് നമ്മുടെ പ്രാക്ടിക്കൽ രീതിയിൽ ഒന്ന് ഉപയോഗിച്ചാൽ കൂടുതൽ ഓർത്തിരിക്കും കേട്ടോ. അപ്പൊ നിങ്ങൾ ഏതാ ഒന്ന് ആലോചിച്ച് നോക്കിയിട്ട് പറയണേ, കമന്റ് ചെയ്യാൻ മറക്കില്ല കേട്ടോ. അപ്പം വാർഡ് തലത്തിലുള്ള വികസന പ്രവർത്തനങ്ങൾ ഗ്രാമങ്ങളിൽ ഗ്രാമസഭ, നഗരങ്ങളിൽ വാർഡ് സഭ. ഓക്കെ, ഗ്രാമങ്ങളിൽ ഗ്രാമസഭയും നഗരങ്ങളിൽ വാർഡ് സഭയും. ഗ്രാമങ്ങളിൽ ഗ്രാമസഭ, വാർഡുകളിൽ നഗരങ്ങളിലാണ് വാർഡ് സഭയുമാണ്. ഇവിടെ വാർഡ് സഭ കൂടാറുള്ളത്. നിങ്ങളുടെ ഏത് എന്നൊന്ന് ഓർത്ത് നോക്കണേ. ഓക്കെ, ഇനി പഞ്ചായത്ത് രാജ് എന്ന പദം ആദ്യമായി ഉപയോഗിച്ചത് ആരാ? പഞ്ചായത്ത് രാജ് എന്ന പദം ആദ്യമായി ഉപയോഗിച്ചത് ജവഹർലാൽ നെഹ്റുവാണ്. പഞ്ചായത്ത് രാജ് എന്ന പദം ആദ്യമായി ഉപയോഗിച്ചത് നെഹ്റുവാണ്. ജനകീയാസൂത്രണം റിവൈസ് ചെയ്യണ്ടായോ? പീപ്പിൾസ് പ്ലാൻ. ജനകീയാസൂത്രണം പീപ്പിൾസ് പ്ലാൻ ആരായിരുന്നു? MN റോയി ആണ് അല്ലെ? അപ്പൊ ജനകീയാസൂത്രണം എന്നുള്ളത് ഉപയോഗിച്ചിട്ടുള്ളത് പീപ്പിൾസ് പ്ലാൻ MN റോയി ആണെന്ന് ഓർത്തോളൂ. ജനകീയാസൂത്രണം പീപ്പിൾസ് പ്ലാൻ MN റോയ്. പഞ്ചായത്ത് രാജ് എന്നുള്ള പദം ഉപയോഗിച്ചതോ? ജവഹർലാൽ നെഹ്റു. പഞ്ചായത്ത് രാജ് ഉപയോഗിച്ചത് ജവഹർലാൽ നെഹ്റു. ഈ പഞ്ചായത്ത് രാജിന് ഭരണഘടനാ സാധ്യത നൽകിയ ഭേദഗതി ഏതാ? 73ാമത്തെ ഭേദഗതി. ഇത് റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്നതാണ്. 100 തവണ കൂടുതൽ ചോദിച്ചിട്ടുള്ള 100+ ടൈംസ് ചോദിച്ചിട്ടുണ്ട്. 73ാമത്തെ ഭേദഗതിയാണ് പഞ്ചായത്ത് രാജിന് ഭരണഘടനാ സാധ്യത നൽകിയത്. 74ആണ് മുനിസിപ്പാലിറ്റിക്ക്. ഓക്കെ, 74ആണ് മുനിസിപ്പാലിറ്റിക്ക്, 73ആണ് പഞ്ചായത്ത് രാജ്. ഓക്കെ, 73 പഞ്ചായത്ത് രാജ്, 74 മുനിസിപ്പാലിറ്റി. 73 പഞ്ചായത്ത് രാജ്, 74 മുനിസിപ്പാലിറ്റി. പഞ്ചായത്ത് രാജ് എന്നുള്ള പദം ഉപയോഗിച്ചത് ആരാ? ജവഹർലാൽ നെഹ്റു. ഓക്കെ, ഇനി പഞ്ചായത്തുകളുടെ രൂപീകരണവുമായി ബന്ധപ്പെട്ട ഭരണഘടനയിലെ ആർട്ടിക്കിൾ ഏതാ? PSC ഇത് റിപ്പീറ്റഡ് ആയി ചോദിച്ചത് എങ്ങനെ അറിയാം? വില്ലേജ് പഞ്ചായത്ത് എന്നാ ചോദിച്ചത്. വില്ലേജ് പഞ്ചായത്തുകളുടെ രൂപീകരണവുമായി ബന്ധപ്പെട്ട ആർട്ടിക്കിൾ 40. ഓക്കെ, അപ്പോ ഒന്നുകൂടെ റിവിഷൻ. നമ്മൾ പറഞ്ഞു ഉപദേശക സ്വഭാവം ഉള്ളതായതുകൊണ്ട് കോടതിയിൽ കൊണ്ടുപോയി പരിഹാരം കാണാൻ കഴിയില്ല എന്ന് പറഞ്ഞത് ഓർമ്മയില്ല കുറച്ചു മുന്നേ? അത്രേ ഉള്ളൂ. അപ്പം DPSP അല്ലെ? DPSPയുടെ ഭാഗത്തുള്ളതാണ് ഇത്. ആർട്ടിക്കിൾ 40. വില്ലേജ് പഞ്ചായത്തുമായി ബന്ധപ്പെട്ടത് 40. വില്ലേജ് പഞ്ചായത്തുകളുടെ രൂപീകരണവുമായി ബന്ധപ്പെട്ട് DPSPയിലെ ഏത് ആർട്ടിക്കിളാ? ഓക്കെ, DPSPയിലെ ആർട്ടിക്കിൾ 40 ഭാഗം 4. ഓക്കെ, ഭാഗം 4 എന്താ? DPSP. റിപ്പീറ്റഡ് ചോദ്യം, 100ൽ കൂടുതൽ തവണ അതും ചോദിച്ചിട്ടുണ്ട്. എന്നാൽ പാർട്ട് 3 ഭാഗം 3 എന്തുമായി ബന്ധപ്പെട്ടതാ? ഫണ്ടമെന്റൽ റൈറ്റ്സ്. ഇതിന്റെയും ക്ലാസ്സുകൾ സെപ്പറേറ്റ് എടുത്തു തരാം. നിങ്ങൾക്ക് ഏത് ടോപ്പിക്കിൽ ഏത് വേണോ നിങ്ങൾ കമന്റ് ചെയ്യുക. നമുക്ക് അടുത്ത ടോപ്പിക്കിൽ അതെടുക്കാം കേട്ടോ. ഓക്കെ, ഇനി 73, 74 ഭേദഗതികളെ പറ്റി വലിച്ചു നീട്ടി പിന്നെയും പറയാൻ പോവാണ്. 73ാമത്തെ ഭരണഘടനാ ഭേദഗതി പഞ്ചായത്ത് രാജ് അല്ലെ? ഈ 2 ഭരണഘടനാ ഭേദഗതികൾ കേന്ദ്ര ഗവൺമെന്റ് കൊണ്ടുവന്ന വർഷം 1989 കൊണ്ടുവന്നു. ഒന്ന് അറിഞ്ഞു വെച്ചാൽ മതി. ചിലപ്പോൾ സ്റ്റേറ്റ്മെന്റിൽ ഒരു വരിയായിട്ട് ഇത് ചോദിക്കാം. കാരണം എപ്പോഴും പറയുന്നത് 93 വന്നു അല്ലെ? അത് എല്ലാവർക്കും ഇപ്പൊ അറിയാം. നമ്മൾ പഠിക്കാൻ പോകുന്നേ ഉള്ളൂ, വെയിറ്റ്. എന്നാൽ ഇത് കൊണ്ടുവന്നത് പഠിക്കണ്ടേ? 73ാമത്തെ ഭേദഗതിയും 74ാമത്തെ ഭേദഗതിയും ഈ കേന്ദ്ര ഗവൺമെന്റ് കൊണ്ടുവന്നത് എപ്പോഴാണ്? 1989. 1989 ആണ്. ഓക്കെ അല്ലെ? 1989. ലക്ഷ്യം എന്താ? പ്രാദേശിക ഗവൺമെന്റുകൾ ശക്തിപ്പെടുത്തുക അല്ലെ? രാജ്യത്തുടനീളം ഇവയ്ക്ക് ഒരു ഏകീകൃത ഘടന ഉണ്ടാക്കുക എന്നുള്ളതാണ്. ഒന്ന് വായിച്ചു വെച്ചാൽ മതി. 1989 ഈ 2 ഭേദഗതിയും കൊണ്ടുവന്നത്. അത്ര ഓർത്തു വെക്കാമല്ലോ അല്ലെ? ഓരോ സംസ്ഥാനങ്ങളിലും സംസ്ഥാന ഗവൺമെന്റുകൾ തിരഞ്ഞെടുപ്പ് കമ്മീഷനുകളെ നിയമിക്കേണ്ടതുണ്ട് എന്ന് അനുശാസിക്കുന്ന ഭേദഗതി. ഇത് 2022ലും 2023ലും ചോദിച്ചൊരു ചോദ്യമാണ്. ഇനിയും ചോദിക്കും. ഇമ്പോർട്ടന്റ്. എന്തോന്ന് പറയട്ടെ?
ഇവിടെ ഇങ്ങനെ പറയുന്നത് സംസ്ഥാനങ്ങളിൽ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ രൂപീകരിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട ഭേദഗതി ഏത്? റിപ്പീറ്റഡ് വയ്ക്കും. ഓക്കെ, സംസ്ഥാനങ്ങളിൽ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ രൂപീകരിക്കുന്നതുമായി ബന്ധപ്പെട്ട ഭേദഗതി ഏത്? 73 ഉണ്ട്, ഓപ്ഷൻ ഇ 74 ഉണ്ടായിരുന്നു. മീൻസ് രണ്ടും കൂടാണ് ഉത്തരം കൊടുത്തത്. 73-ാം ഭേദഗതിയും 74-ാം ഭേദഗതിയും. നമ്മൾ ഓൾറെഡി 73-ാം ഭേദഗതി പഠിച്ചിട്ട് വന്നത് എന്താ? പഞ്ചായത്ത് അല്ലെ, പഞ്ചായത്ത് രാജുമായി ബന്ധപ്പെട്ടതാണ്. 74 എന്തായിരുന്നു? മുനിസിപ്പാലിറ്റി അല്ലെ. എന്നാൽ 73 പ്ലസ് 74 എന്തുമായി ബന്ധപ്പെട്ടതാ? സംസ്ഥാനങ്ങളിൽ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ അല്ലെ, ഇലക്ഷൻ കമ്മീഷൻ രൂപീകരണം സംസ്ഥാനങ്ങളിൽ. ഇത്ര ഓക്കെ ആണോ? ഓക്കെ, 73 പഞ്ചായത്ത് രാജ്, 74 മുനിസിപ്പാലിറ്റി. PSC അടുത്തിടയ്ക്ക് ചോദിച്ച നല്ലൊരു ചോദ്യം. 73, 74 ഭേദഗതികൾ എന്തുമായി ബന്ധപ്പെട്ടതാ? സംസ്ഥാനങ്ങളിൽ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ രൂപീകരിക്കുന്നതുമായി ബന്ധപ്പെട്ടാണ്. അതും പഠിച്ചല്ലോ. ഓക്കെ, അടുത്തതിലോട്ട് പോവാം. 74-ാമത്തെ ഭേദഗതിയിൽ ഒരു വ്യത്യാസം എന്താ അറിയാ? മുനിസിപ്പാലിറ്റി എന്നൊരു വാക്ക് നഗരപ്രദേശങ്ങളിലെ ദേശീയ സെൻസസ് ഒക്കെ പോട്ടെ, നഗരപ്രദേശമാണ്, മുനിസിപ്പാലിറ്റിയുമായി ബന്ധപ്പെട്ടാണ് അല്ലെ. അപ്പം ഇതിനെ അടിസ്ഥാനമാക്കിയിട്ടുള്ള 3 മാനദണ്ഡങ്ങളുണ്ട്. ഈ മുനിസിപ്പാലിറ്റിയുമായി ബന്ധപ്പെട്ട 3 മാനദണ്ഡങ്ങളുണ്ട്. ഒന്ന് ഓർത്തു വെച്ചാൽ മതി, ഒന്ന് വായിച്ചേ. ഏറ്റവും കുറഞ്ഞ ജനസംഖ്യ 5000 എങ്കിലും ഉണ്ടായിരിക്കണം. ഓർത്തു വെക്കോ. അപ്പൊ ഇത് പറഞ്ഞപ്പോഴാണ് വേറൊരു സംഭവം എനിക്ക് ഓർമ്മ വരുന്നത്, നമുക്ക് റിവൈസ് ചെയ്യണ്ടേ. പഞ്ചായത്ത് രാജ് സംസ്ഥാനങ്ങളിലെ 3 ടയർ സിസ്റ്റം ആയിട്ടുള്ളത് അല്ലെ, 3 ത്രിതല പഞ്ചായത്ത് രാജ് 3 ടയർ ആക്കണമെന്നുണ്ടെങ്കിൽ ഒരു സംസ്ഥാനത്തിൽ മിനിമം എത്ര ലക്ഷത്തിൽ കൂടുതൽ ജനസംഖ്യ ഉണ്ടായിരിക്കണം എന്നാ പറഞ്ഞത്? നിങ്ങൾക്ക് ഓർമ്മ വന്ന് കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. 20 lakhs എബോവ് അല്ലെ. 20 ലക്ഷത്തിൽ കൂടുതൽ പോപ്പുലേഷൻ ഉണ്ടെങ്കിലാണ് സംസ്ഥാനങ്ങളിൽ ഈ പഞ്ചായത്ത് രാജ് 3 ടയർ ആക്കുന്നത്, ത്രിതല പഞ്ചായത്ത് രാജ് ആക്കുന്നത്. 20 ലക്ഷത്തിൽ കൂടുതൽ സംസ്ഥാനത്തില് പോപ്പുലേഷൻ ഉണ്ടെങ്കിൽ, ജനസംഖ്യ ഉണ്ടെങ്കിലാണ് ത്രിതല പഞ്ചായത്ത് രാജ് ആക്കുന്നത് അല്ലെ, ത്രിതലം 3 ടയർ ആക്കുന്നത്. അതവിടെ നിന്നോട്ടെ. ഇവിടെ മുനിസിപ്പാലിറ്റിയുടെ നമ്മൾ പറയുന്നത് നഗരപാലിക നിയമവുമായി ബന്ധപ്പെട്ടത്. ഏറ്റവും കുറഞ്ഞ ജനസംഖ്യ 5000 എങ്കിലും ഉണ്ടായിരിക്കണം. അതിൽ 75% പുരുഷന്മാർ കാർഷികേതര മേഖലകളിൽ തൊഴിലെടുക്കുന്നവരായിരിക്കണം അല്ലെ. കാർഷികേതര മേഖലകളിൽ ആയിരിക്കണം 75% കൂടുതൽ പുരുഷന്മാർ വർക്ക് ചെയ്യുന്നത്. 5000 പോപ്പുലേഷൻ, 75% കൂടുതൽ ആൾക്കാർ എന്തിലാണ്? കാർഷികേതര മേഖലകളിലായിരിക്കണം. പിന്നെ ജനസാന്ദ്രത ചതുരശ്ര കിലോമീറ്ററിൽ കുറഞ്ഞത് 400 പേരെങ്കിലും. ഓക്കെ, ചതുരശ്ര കിലോമീറ്ററിൽ കുറഞ്ഞത് 400 പേരെങ്കിലും. അപ്പൊ ഇതാണ് ആ 3 മാനദണ്ഡങ്ങൾ. ഇതൊന്ന് ഓർത്തു വെക്കുമോ? ഒരു സ്റ്റേറ്റ്മെന്റ് ആയിട്ട് ഇത് ചോദിച്ചാൽ നിങ്ങൾ ഇനി വീഴത്തില്ല അല്ലെ. അപ്പൊ മുനിസിപ്പാലിറ്റിയുമായിട്ട് നഗരപാലിക നിയമവുമായി ബന്ധപ്പെട്ട 3 മാനദണ്ഡങ്ങൾ: 5000 മിനിമം പോപ്പുലേഷൻ വേണം, 75% കൂടുതൽ പുരുഷന്മാർ കാർഷികേതര മേഖലകളിലായിരിക്കണം, പിന്നെ ജനസാന്ദ്രത 400 അല്ലെ, 400-ൽ കൂടുതലായിരിക്കണം എന്ന് പറഞ്ഞു അല്ലെ. ഇത് 3 ഓർത്തു വെച്ചോളൂല്ലോ. അപ്പൊ ഒരു റിവിഷൻ നമ്മൾ പറഞ്ഞു, പഞ്ചായത്ത് രാജ് ത്രിതല പഞ്ചായത്ത് രാജ് ആക്കി ഏതൊക്കെ സംസ്ഥാനങ്ങളെ പറ്റുള്ളൂ? 20 ലക്ഷത്തിൽ കൂടുതൽ പോപ്പുലേഷൻ ഉള്ളിടത്തേ പറ്റത്തുള്ളൂ. ഇത്തരം കാര്യങ്ങൾ ഓർത്തു വെക്കുമല്ലോ അല്ലെ. ഓക്കെ, ഇനി 2011-ലെ സെൻസസ് പ്രകാരം ഇമ്പോർട്ടന്റ്, ഇന്ത്യയിൽ എത്ര ശതമാനം ജനങ്ങളാണ് നഗരവാസികൾ? 31%. 2011-ലെ സെൻസസ് പ്രകാരം 31%. ഓക്കെ, 2011-ലെ സെൻസസ് പ്രകാരം 31%. 2011-ലെ സെൻസസ് പ്രകാരം 31%. കേട്ടോ, 2011-ലെ സെൻസസ് പ്രകാരം 31% നഗരവാസികളാണെന്ന് ഓർത്തു വെച്ചോണം. 74-ാം ഭേദഗതി നഗരപ്രദേശങ്ങൾക്ക് ബാധകമാണ് എന്ന് ഒഴികെ ബാക്കി എല്ലാം 73-ാം ഭേദഗതിയുടെ റെപ്പറ്റീഷൻ ആണ്, ആവർത്തനം മാത്രമാണ്. ഓക്കെ, ശരി. ഈ വിഷയങ്ങളെല്ലാം ഭരണഘടനയുടെ 12-ാം പട്ടികയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതായത് 73 പഞ്ചായത്ത് രാജ് അല്ലെ, 74 നഗരപാലിക നിയമമാണ്, മുനിസിപ്പാലിറ്റി. 73-ലും 74-ലുമുള്ള പ്രധാനപ്പെട്ട ഒരു ടോപ്പിക് നമ്മൾ പറഞ്ഞല്ലോ, എന്തുവായിരുന്നത്? സംസ്ഥാനങ്ങളിൽ ഇലക്ഷൻ കമ്മീഷൻ രൂപീകരിക്കുന്നതുമായി ബന്ധപ്പെട്ടാണ് അല്ലെ. സംസ്ഥാനങ്ങളിൽ ഇലക്ഷൻ കമ്മീഷനുമായി ബന്ധപ്പെട്ടാണ്. ഇത്ര ഓർത്തു വെച്ചോളല്ലോ അല്ലെ. 2011-ലെ സെൻസസ് പ്രകാരം ഇന്ത്യയിലെ എത്ര ശതമാനം ജനങ്ങളാണ് നഗരവാസികൾ? 31%. കേട്ടോ, 31%. ഓർത്തു വെച്ചോണം, 31%. റെഡി? ഇനി 73-ാം ഭേദഗതി ഗ്രാമീണ തലത്തിലുള്ള പ്രാദേശിക ഗവൺമെന്റുകൾ സംബന്ധിച്ചുള്ളത്. 74-ാം ഭേദഗതി നഗരങ്ങളിലെ പ്രാദേശിക ഗവൺമെന്റുകളെ കുറിച്ച് പ്രതിപാദിക്കുന്നത് അല്ലെ. 73-ഉം 74-ഉം ഭേദഗതികൾ പ്രാബല്യത്തിൽ വന്ന വർഷം 1993. പ്രാബല്യത്തിൽ വന്ന വർഷം 1993. ഇമ്പോർട്ടന്റ് ആ, ഡേറ്റ് പറയാൻ പോകുന്നതേ ഉള്ളൂ. അതിനു മുന്നേ കേന്ദ്ര ഗവൺമെന്റ് 73-ഉം 74-ാമത്തെ ഭേദഗതി കൊണ്ടുവന്ന വർഷം നമ്മൾ കഴിഞ്ഞ സ്ലൈഡിൽ പഠിച്ചു, ഓർമ്മയുണ്ടോ? 73-ാം ഭേദഗതിയും 74-ാം ഭേദഗതിയും കേന്ദ്ര ഗവൺമെന്റ് കൊണ്ടുവന്ന വർഷം
1989. റിവിഷൻ കിട്ടിയോ? ഇല്ലെങ്കിൽ ഇതോടെ പഠിച്ചോണേ. 73ാമത്തെയും 74ാമത്തെയും ഭേദഗതി കൊണ്ടുവന്നത് 1989. എന്നാൽ പ്രാബല്യത്തിൽ വന്നത് 93. ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, പഞ്ചായത്ത് രാജ് സംവിധാനം നിലവിൽ വന്ന ആദ്യ ഇന്ത്യൻ സംസ്ഥാനം. റിപ്പീറ്റഡ് ചോദ്യമല്ലേ, PYQ ആണല്ലോ. ഓക്കെ, രാജസ്ഥാൻ. ഓക്കെ, നിലവിൽ വന്ന ആദ്യ ജില്ല നാഗൂർ ജില്ല. അപ്പൊ ഓർത്ത് വെച്ചോണം, സംസ്ഥാനം രാജസ്ഥാനാണ്, ജില്ല നാഗൂർ ജില്ല. സംസ്ഥാനം രാജസ്ഥാനാണ്, ജില്ല നാഗൂർ ജില്ല. സംസ്ഥാനം രാജസ്ഥാന്, ജില്ല ചോദിച്ച നാഗൂർ ജില്ലയുമാണ്. പഞ്ചായത്ത് രാജ് സംവിധാനം ഉദ്ഘാടനം ചെയ്ത വർഷം. ഇത് നമ്മൾ ഇത്രയും പഠിച്ചു വരുമ്പോൾ കൺഫ്യൂസ്ഡ് ആവരുത്. ഉദ്ഘാടനം ചെയ്തത് ആരായിരുന്നു? നെഹ്റു ആണ്. പറഞ്ഞു നമ്മൾ ഓൾറെഡി. ഇത് 1959 ഒക്ടോബർ 2. 1959 ഒക്ടോബർ 2 അല്ലെ? ഉദ്ഘാടനം ചെയ്തത് 1959 ഒക്ടോബർ 2. കൺഫ്യൂഷൻ ആയിരിക്കും. ഒന്നുകൂടെ പറയുക, 1882 റിപ്പൺ പ്രഭു അല്ലെ? ഓക്കെ. പിന്നെ പറഞ്ഞു നമ്മൾ ബ്രിട്ടീഷ് പ്രവിശ്യകളിൽ ഗ്രാമസഭയെ പറ്റിയുള്ള നിയമങ്ങൾ പാസ്സാക്കിയത് മോണ്ടേഗു ചെംസ്ഫോർഡ് ഭരണപരിഷ്കാരം അല്ലെ? ഗവൺമെന്റ് ഓഫ് ഇന്ത്യ 1990 അല്ലെ? മോണ്ടേഗു ചെംസ്ഫോർഡ് ഭരണപരിഷ്കാരം. എന്നാൽ സ്വതന്ത്ര ഇന്ത്യയില് ഏത് പ്രോഗ്രാമിലൂടെ ആയിരുന്നു ഈ പ്രാദേശിക ഗവൺമെന്റുമായി ബന്ധപ്പെട്ട് നടപ്പിലാക്കിയതെന്നറിയോ? 1952 കമ്മ്യൂണിറ്റി ഡെവലപ്മെന്റ് പ്രോഗ്രാം അല്ലെ? എന്നാൽ ഇത് ഉദ്ഘാടനം ചെയ്തത് ഏത് വർഷമാണ്? 1959 ഒക്ടോബർ 2 നെഹ്റു. ഇത്രയും കാര്യങ്ങൾ ഓർത്തു വെക്കാൻ പറ്റുമല്ലോ. റിവിഷൻ ആയല്ലോ. നമ്മൾ ഒരു 3-4 തവണ പറഞ്ഞിട്ടുണ്ട് അല്ലെ? ഇനി ഒരു 10 തവണ പറയുന്നതിൽ ഒരു മടിയില്ല. ഈ വീഡിയോ കഴിയുമ്പോൾ ബൈ ഹാർട്ട് ആയിക്കണം. പിന്നെ പഞ്ചായത്തിൽ തിരിഞ്ഞു നോക്കൽ, ക്വസ്റ്റ്യൻസ് ലാസ്റ്റ് വർക്ക്ഔട്ട് ചെയ്ത് നമ്മൾ നിർത്തും. ഓക്കെ, അപ്പം പഞ്ചായത്ത് രാജ് സംവിധാനം നിലവിൽ വന്ന രണ്ടാമത്തെ സംസ്ഥാനം 1 രാജസ്ഥാൻ, 2 ആന്ധ്രാപ്രദേശ് അല്ലെ? 2 ആന്ധ്രാപ്രദേശ്. 1 ഏതാ? രാജസ്ഥാൻ. 1 രാജസ്ഥാനും 2 ആന്ധ്രാപ്രദേശ്. 1 രാജസ്ഥാൻ, 2 ആന്ധ്രാപ്രദേശ്. എന്നാൽ ഇത് നിലവിൽ വന്ന ആദ്യ സൗത്ത് ഇന്ത്യൻ സ്റ്റേറ്റ്, ആദ്യ ദക്ഷിണേന്ത്യൻ സംസ്ഥാനം എന്ന് ചോദിച്ചാൽ അത് ആന്ധ്രാപ്രദേശ്. മറക്കല്ലേ, ആദ്യത്തെ സൗത്ത് ഇന്ത്യൻ സ്റ്റേറ്റ് ഏതാന്ന് ചോദിച്ചാൽ ആന്ധ്രാപ്രദേശ്. ആദ്യത്തെ സൗത്ത് ഇന്ത്യൻ സ്റ്റേറ്റ് ഏതാന്ന് ചോദിച്ചാൽ ആന്ധ്രാപ്രദേശ്. ഓക്കെ, അപ്പോ ഈ പഞ്ചായത്ത് രാജ് സംവിധാനം നിലവിൽ വന്ന ആദ്യത്തെ സംസ്ഥാനം രാജസ്ഥാൻ, രണ്ടാമത്തേത് ആന്ധ്രാപ്രദേശ്. ഇനി സൗത്ത് ഇന്ത്യയിൽ ആദ്യം വന്ന സംസ്ഥാനം ആന്ധ്രാപ്രദേശ്. ഓർത്തിരിക്കുമല്ലോ. ഓക്കെ, ഇനി നരസിംഹറാവു ഗവൺമെന്റ് ഇമ്പോർട്ടന്റ് ആണ്. നരസിംഹറാവു ഗവൺമെന്റ് പഞ്ചായത്ത് രാജ് സംവിധാനവുമായി ബന്ധപ്പെട്ട ഭരണഘടനാ ഭേദഗതി ബിൽ ലോക്സഭയിൽ അവതരിപ്പിച്ചത് 91, ലോക്സഭ പാസ്സാക്കിയ 92, എക്സെട്ര ഇങ്ങനെ പോകും. ഇവിടെ പ്രധാനപ്പെട്ടത് ഞാൻ പറഞ്ഞു തരും, അത് നമ്മൾ ഫോക്കസ് ചെയ്യണം. ഓക്കെ, അപ്പം 73ാം ഭരണഘടനാ ഭേദഗതിയിലൂടെ പഞ്ചായത്ത് രാജ് നിയമം നിലവിൽ വന്നത് 1993 ഏപ്രിൽ 24. അപ്പൊ പഞ്ചായത്ത് രാജ് നിയമം നിലവിൽ വന്നത് എപ്പോഴാ? 1993 ഏപ്രിൽ 24. പഞ്ചായത്ത് രാജ് നിയമം നിലവിൽ വന്നത് എപ്പോഴാ? 93 ഏപ്രിൽ 24. പഞ്ചായത്ത് രാജ് നിയമം നിലവിൽ വന്നത് 1993 ഏപ്രിൽ 24. ഓക്കെ, ഒന്നുകൂടെ 1993 ഏപ്രിൽ 24. ഓക്കെ ആണോ? 93 ഏപ്രിൽ 24. ആരായിരുന്നു? നരസിംഹറാവു ഗവൺമെന്റ്. ആരാ? നരസിംഹറാവു ഗവൺമെന്റ്. 93 ഏപ്രിൽ 24. അങ്ങനെ പഞ്ചായത്ത് രാജ് ദിനം എപ്പോഴാ? ഏപ്രിൽ 24. ഇതും PYQ ആണ്. അപ്പൊ എത്ര PYQs നമ്മളിവിടെ പറഞ്ഞത് നിങ്ങൾ കണ്ടോ? അത്ര ഇമ്പോർട്ടന്റ് ആണ് ഈ ടോപ്പിക്ക്. ഇനിയും വരാൻ പോകുന്നതേ ഉള്ളൂ. അപ്പം ഏപ്രിൽ 24 പഞ്ചായത്ത് രാജ് ദിനമാണ്. ഓക്കെ അല്ലേ? ഇനി ഭരണഘടനയിൽ ഭാഗം 9 കൂട്ടിച്ചേർത്ത ഭരണഘടനാ ഭേദഗതി 73 ആണ്. ഭാഗം 9 അതിനെപ്പറ്റി നമ്മൾ വലിയ ഫോക്കസ് ചെയ്തില്ലായിരുന്നല്ലോ അല്ലെ? എന്നാൽ അതൊന്ന് പറഞ്ഞു നോക്കിയാലോ. ദേ, നമ്മൾ പറഞ്ഞു 73ാമത്തെ ഭേദഗതി 11ാമത്തെ പട്ടിക അല്ലെ? 73ാമത്തെ ഭേദഗതി 11ാമത്തെ പട്ടിക, 11ാമത്തെ ഷെഡ്യൂളിൽ ആഡ് ചെയ്തു അല്ലെ? ഏത് പാർട്ടിലാണ് ആഡ് ചെയ്തത് 2023 ചോദിച്ചു. അതെല്ലാവരും തെറ്റിച്ചു. അപ്പൊ ഏത് പാർട്ടിലാണ്, ഏത് ഭാഗത്തിലാണെന്ന് ചോദിച്ചാൽ 9ാമത്തെ പാർട്ടിലാണെന്ന് ഓർത്തോണം. അപ്പൊ ഈ ചോദ്യം ചെയ്തിട്ടുണ്ടോ അറിയാം, മിക്കവാറും നമുക്ക് തെറ്റാൻ ചാൻസ്. എന്താ വെച്ചാൽ അവിടെ ഓപ്ഷനിൽ കൊടുത്തിട്ടുള്ളത് 11, 10, 9, 12 എന്ന്. നമ്മൾ പഠിച്ചിട്ടുള്ളത് ഏത് പട്ടികയിലാണ് 73ാമത്തെ ഭേദഗതി ആഡ് ചെയ്തത്? 11. ഏത് ഭാഗം എന്ന് ചോദിച്ചാൽ 9. അപ്പൊ ഒന്നുകൂടെ എഴുതി വയ്ക്കുക, പഠിച്ചോണേ. 73ാമത്തെ ഭേദഗതി 11ാമത്തെ ഷെഡ്യൂൾ ആൻഡ് 9ാമത്തെ പാർട്ട് കേട്ടോ. 74ാമത്തെ ഭേദഗതി 12ാമത്തെ ഷെഡ്യൂൾ ആൻഡ് 9A ആണ് പാർട്ട്. ഇനി ഇത് പറയാം, അപ്പൊ ഇത് ബൈ ഹാർട്ട് ആയിക്കോളും.
ഭാഗം എത്ര 73ന്റെ 9ാമത്തെ ഭാഗത്തിലാ, ഏത് പട്ടികയില? 11ാമത്തെ പട്ടികയില. അത്രേ ഉള്ളൂ അവിടെ. ഓക്കെ, ശരി. ഇനി പഞ്ചായത്ത് രാജ് നിയമം ബാധകമല്ലാത്ത സംസ്ഥാനങ്ങൾ, ഇത് ഡിഗ്രി ലെവലിലോ ബാക്കി മെയിൻസ് എക്സാമുകളിലൊക്കെ വേണമെങ്കിൽ ഡിഫിക്കൽട്ട് ആക്കി ചോദ്യം ഇടാൻ പറ്റും. പഞ്ചായത്ത് ഒരെണ്ണമുണ്ട്, ഒരു ക്വസ്റ്റ്യൻ വരുന്നുണ്ട്, അവിടെ നിങ്ങൾക്ക് ഇത് കാണാം. പഞ്ചായത്ത് രാജ് നിയമം എല്ലാ സംസ്ഥാനങ്ങൾക്കും ബാധകമാണ് എന്നൊരു ചോദ്യം. അപ്പൊ സ്റ്റേറ്റ്മെന്റ് ഞാൻ വായിച്ചു പോയാൽ ഇത് അറിയുന്നതിന് മുന്നേ എന്ത് വിചാരിക്കും? ശരിയാണല്ലോ, എല്ലാ സംസ്ഥാനത്തിനും ബാധകമല്ലേ, കാരണം ഏകീകൃതമായിട്ടൊരു നിയമം വേണമെന്ന് ഞാൻ തന്നെയല്ലേ ഇപ്പൊ നമ്മൾ പറഞ്ഞിട്ട് വന്നത് അല്ലേ? ഒരു സംഭവം ഇങ്ങനെ പറഞ്ഞു നടപ്പുണ്ട്. ഓക്കെ, ശരി. അപ്പം നമ്മൾ പറഞ്ഞു പഞ്ചായത്ത് രാജ് നിയമം ബാധകമല്ലാത്ത സംസ്ഥാനങ്ങളുണ്ട്. ഏതൊക്കെയാ? നാഗാലാൻഡ്, മേഘാലയ, മിസോറാം. ഓക്കെ, നാഗാലാൻഡ്, മേഘാലയ ആൻഡ് മിസോറാം. ഓക്കെ, നാഗാലാൻഡ്, മേഘാലയ ആൻഡ് മിസോറാം. ഒന്ന് ശ്രദ്ധിച്ചത്, അത് പറഞ്ഞത് വീഴുന്നുണ്ടോ അറിയാം. അപ്പൊ നാഗാലാൻഡ്, മേഘാലയ, മിസോറാം എന്നീ പ്രദേശങ്ങളില് ഈ പഞ്ചായത്ത് രാജ് നിയമം ബാധകമല്ല. അപ്പൊ ഒരു സ്റ്റേറ്റ്മെന്റ് നിങ്ങളോട് ചോദിക്കുക, പഞ്ചായത്ത് രാജ് എല്ലാ സംസ്ഥാനങ്ങളിലും ബാധകമാണ്, അത് എന്താ അത്യന്താപേക്ഷിതമാണ് എന്ന് പറഞ്ഞിട്ട്, അത് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്, ഒഴിവാക്കാൻ പറ്റില്ല എന്നൊരു സ്റ്റേറ്റ്മെന്റ് തന്ന അത് തെറ്റല്ലേ? കാരണം നാഗാലാൻഡ്, മേഘാലയ, മിസോറാം, അതുകൊണ്ട് ഇത് വെരി വെരി ഇമ്പോർട്ടന്റ് ആണ്. ആ ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ നിങ്ങൾ ഹാപ്പി ആവും, ഇത് പഠിച്ചല്ലോ എന്ന് ഓർത്ത്. അപ്പം നാഗാലാൻഡ്, മേഘാലയ, മിസോറാം, നാഗാലാൻഡ്, മേഘാലയ, മിസോറാം. മറക്കരുത്, നാഗാലാൻഡ്, മേഘാലയ, മിസോറാം, നാഗാലാൻഡ്, മേഘാലയ, മിസോറാം. ഓക്കെ, ഇനി കേരളത്തിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ വനിതാ സംവരണം 50%. ഇമ്പോർട്ടന്റ്. ഓക്കെ, വനിതാ സംവരണം പൊതുവെ എത്ര? 1/3 ആണ്. പൊതുവെ 1/3 ആണ്. അത് സ്റ്റേറ്റ്മെന്റ് തന്നിട്ടുണ്ട് കേട്ടോ. വനിതാ സംവരണം എത്ര ശതമാനമാണ്? 1/3 ആണ്. പക്ഷെ കേരളത്തിൽ എത്ര? 50%ആണെന്ന് ഓർത്തോണം. ഓക്കെ, വനിതാ സംവരണം എത്ര? 1/3 ആണ്. പക്ഷെ കേരളത്തിൽ എത്ര? 50%ആണെന്ന് ഓർത്തു വെച്ചോണം. ഇത്രയൊക്കെ അല്ലേ? ശരി. ഇനി തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ ഭരണസമിതിയുടെ കാലാവധി 5 വർഷം. ഇവിടെ ആർട്ടിക്കിൾസ് ഉണ്ട്, എളുപ്പം നമുക്ക് പഠിക്കാം. 5 വർഷമാണ്, നമുക്കറിയാലോ. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തിരഞ്ഞെടുപ്പ് നടത്തുന്നത് ആരാ? സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷൻ അല്ലെ? സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷൻ. ഈ സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷനുകളുടെ രൂപീകരണവുമായി ബന്ധപ്പെട്ട ഭേദഗതികൾ ഏതാ, അമെന്റ്മെന്റ്സ് ഏതാന്ന് ചോദിച്ചാൽ റീകളക്ട് ചെയ്യാൻ പറ്റുമോ? ഏതൊക്കെയാ? 73, 74. അപ്പൊ ഇത് റിവിഷൻ കിട്ടിയോ അല്ലെ? ഓക്കെ. ഇനി തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് തുടക്കം കുറിച്ച ബ്രിട്ടീഷ് വൈസ്രോയ്, റിവിഷനാണ്, 1882, റിപ്പൺ പ്രഭു അല്ലെ? തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ പിതാവാര? റിപ്പൺ പ്രഭു. ഇനി പഞ്ചായത്ത് രാജ് പ്രവർത്തനങ്ങൾ നവീകരിക്കുന്നതിന് 1985 പ്ലാനിംഗ് കമ്മീഷൻ നിയമിച്ച കമ്മിറ്റി GVK റാവു കമ്മിറ്റി. അപ്പം ബാക്കിയൊക്കെ റിവിഷൻ. ഇത് പുത്തൻ ടോപ്പിക് ആയതുകൊണ്ട് നമ്മൾ ഫോക്കസ് ചെയ്യാൻ പോവുക. 1985 പ്ലാനിംഗ് കമ്മീഷൻ നിയമിച്ച കമ്മിറ്റി GVK റാവു കമ്മിറ്റി. വർഷം പഠിച്ചു വെക്കണം. മാച്ച് ദ ഫോളോയിങ് ക്വസ്റ്റ്യൻ ഞാൻ കണ്ടു, നിങ്ങൾക്ക് ഇനി ചോദിക്കും. ഇവിടെ ഒരൊറ്റ ക്വസ്റ്റ്യൻ പോലും നമുക്ക് മിസ് ചെയ്യാനില്ല. ഞാൻ പഠിപ്പിച്ചു വിടാം, നിങ്ങൾ കഷ്ടപ്പെടേണ്ട. 1985 പ്ലാനിംഗ് കമ്മീഷൻ നിയമിച്ച കമ്മിറ്റി ഏത്? GVK റാവു കമ്മിറ്റി. ജീവിക്കാൻ പ്ലാനിങ് വേണം, വേണ്ടേ? നമുക്ക് ജീവിക്കണം, നമുക്ക് പ്ലാനിങ് വേണം എന്ന് ഓർത്താ പ്ലാനിംഗ് കമ്മീഷൻ നിയമിച്ചത്. പ്ലാനിങ് ജീവിക്കാൻ GVK റാവു കമ്മിറ്റി. പ്ലാനിംഗ് കമ്മീഷൻ GVK റാവു. പ്ലാനിങ് ജീവിക്കാൻ, ജീവിക്കാൻ പ്ലാനിങ്, ജീവിക്കാൻ പ്ലാനിങ്. കിട്ടിയേ? ജീവിക്കാൻ പ്ലാനിങ് വേണം. അപ്പൊ GVK റാവു പ്ലാനിംഗ് കമ്മീഷൻ 1985. അപ്പൊ വേറെ ഒരു കമ്മിറ്റിയുടെ കാര്യം പറഞ്ഞത് ഞാൻ പറയട്ടെ. പഞ്ചായത്ത് രാജിന് ഭരണഘടനാ സാധുത നൽകണമെന്ന് പറഞ്ഞ പാർലമെന്ററി സബ് കമ്മിറ്റി അല്ലെങ്കിൽ പാർലമെന്ററി കൺസൾട്ടേറ്റീവ് അംഗമാരായിരുന്നു PK തുങ്കൻ കമ്മിറ്റി. ഓക്കെ, എന്നാൽ പൊതുവെ അല്ലാതെ ചോദിക്കുകയാണ്, ഈ പഞ്ചായത്ത് രാജിന് ഭരണഘടനാ പദവി നൽകണമെന്ന് ശുപാർശ ചെയ്ത കമ്മിറ്റി ഏതായിരുന്നു? LM സിംഗ്വി കമ്മിറ്റി. ശരി. ഇനി പ്ലാനിംഗ് കമ്മീഷൻ 1985 നിയമിച്ച കമ്മിറ്റി ഏതാ? പ്ലാനിംഗ് ജീവിക്കാൻ GVK റാവു കമ്മിറ്റി. ഇത്രയും കിട്ടിയ 3 എണ്ണം. ഇനി ഈ കമ്മിറ്റിയുടെ റെപ്പറ്റീഷൻ വരുമ്പോൾ നിങ്ങൾക്ക് സെറ്റ് ആയിട്ട് കിട്ടും, ഡോണ്ട് വറി. അപ്പോ നമ്മൾ പറഞ്ഞു പഞ്ചായത്ത് രാജിന്റെ ത്രിതല ഘടന അല്ലെ? ഇവിടെ തന്നെ നമ്മുടെ റിവിഷൻ കിടപ്പുണ്ട്, എന്നിട്ട് അടുത്തതിലോട്ട് പോയാൽ മതി. പഞ്ചായത്ത് രാജിന് ത്രിതല ഘടന വരണമെന്നുണ്ടെങ്കിൽ, ത്രിതല പഞ്ചായത്ത് രാജ് വരണമെന്നുണ്ടെങ്കിൽ ഒരു സംസ്ഥാനത്തിലെ പോപ്പുലേഷൻ എത്ര കൂടുതലായിരിക്കണം? കിട്ടിയോ? 20 lakhs അല്ലെ? 20 lakhs എബോവ് ആയിരിക്കണം. അപ്പോൾ അത് റിവിഷനായി. ഇനി ത്രിതലം എന്ന് പറഞ്ഞില്ലേ, 3 ടയർ സിസ്റ്റം. ആ 3 ടയർ എന്തൊക്കെയാ? ഏറ്റവും മുകൾ തട്ടിലേത്? ജില്ലാ പഞ്ചായത്ത്. PYQ ആണ്, ഇമ്പോർട്ടന്റ് ആണ്. ഏറ്റവും ഈ ത്രിതല പഞ്ചായത്ത് ഘടനയിലെ ഏറ്റവും മുകൾ തട്ടിലേതാ? ജില്ലാ പഞ്ചായത്ത്.
രണ്ടാമത്തേത് ഏതാ? ബ്ലോക്ക് പഞ്ചായത്ത് അല്ലെ മണ്ഡൽ പഞ്ചായത്ത്. ഇനിയും പേരുകളുണ്ട്, പഠിച്ചു വയ്ക്കാം. അപ്പൊ ഏറ്റവും മുകൾ തട്ടിലേത്? ത്രിതല പഞ്ചായത്ത് രാജിലെ ഏറ്റവും മുകൾ തട്ടിലേത്? ജില്ലാ പഞ്ചായത്ത്. തൊട്ട് താഴെ ബ്ലോക്ക് പഞ്ചായത്ത്. ഏറ്റവും താഴെ തട്ടിലേതാ? ഗ്രാമപഞ്ചായത്ത്. ജില്ലാ പഞ്ചായത്ത്, ബ്ലോക്ക് പഞ്ചായത്ത്, ഗ്രാമപഞ്ചായത്ത്. ജില്ലാ പഞ്ചായത്ത്, ബ്ലോക്ക് പഞ്ചായത്ത്, ഗ്രാമപഞ്ചായത്ത്. ജില്ലാ ബ്ലോക്ക് ഗ്രാമം, ജില്ലാ ബ്ലോക്ക് ഗ്രാമം, ജില്ലാ മണ്ഡൽ ഗ്രാമം, ജില്ലാ ബ്ലോക്ക് ഗ്രാമം, ജില്ലാ മണ്ഡൽ ഗ്രാമം, ജില്ലാ ബ്ലോക്ക് ഗ്രാമം. കേട്ടോ? ഏറ്റവും മുകൾ തട്ടിൽ ഏത്? PYQ ജില്ലാ പഞ്ചായത്ത്. ഏറ്റവും താഴെ തട്ടിൽ ഏത്? ഗ്രാമപഞ്ചായത്ത്. ഏറ്റവും മുകൾ തട്ടിൽ ജില്ലാ പഞ്ചായത്ത്, ഏറ്റവും താഴെ തട്ടിൽ ഗ്രാമപഞ്ചായത്ത്. ഇപ്പൊ 3 ടയർ സിസ്റ്റത്തിന്റെ കാര്യം നമ്മൾ പറഞ്ഞു. മിനിമം എത്ര ലക്ഷം പോപ്പുലേഷൻ ഉള്ള സംസ്ഥാനങ്ങളിലാണ് ത്രിതല പഞ്ചായത്ത് രാജ് വേണ്ടതെന്ന് നമ്മൾ പറഞ്ഞു? 20 ലക്ഷത്തിൽ കൂടുതൽ. ഇത്ര ഓർമ്മയുണ്ടോ? അല്ലെ? അടുത്തതിലോട്ട് പോവാം. പഞ്ചായത്ത് രാജ് വ്യവസ്ഥയുടെ ത്രിതല ഘടനയാണ് ജില്ലാ പഞ്ചായത്ത്, ബ്ലോക്ക് പഞ്ചായത്ത്, ഗ്രാമപഞ്ചായത്ത്. അല്ലെ? പഞ്ചായത്ത് രാജിന്റെ അധികാരങ്ങൾ ഉൾപ്പെടുത്തിയിരിക്കുന്ന പട്ടിക ഏതാ? ഇമ്പോർട്ടന്റ് ആയിട്ട് നമ്മൾ എത്ര തവണ ഇത് പറഞ്ഞതാ? ഓക്കെ, ഏതാ പട്ടിക? 11 പട്ടിക. പട്ടിക മീൻസ് ഇംഗ്ലീഷിൽ ഷെഡ്യൂൾ. 11ാമത്തെ ഷെഡ്യൂൾ. എത്രാമത്തെ പാർട്ടാണ്, എത്രാമത്തെ ഭാഗമാണെന്ന് ചോദിച്ചാൽ എത്ര പറയും? 9 ആണ്. മറക്കരുത്. ഓക്കെ, ഭാഗം 9, പട്ടിക 11. ഒത്തിരി പേരെ കുഴപ്പിച്ച ചോദ്യമാണ്. ഭാഗം 9 ആണ്, 11 പട്ടിക. ഓക്കെ, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് മത്സരിക്കാൻ വേണ്ട കുറഞ്ഞ പ്രായം 21 വയസ്സ്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ 21 വയസ്സ്. എന്നാൽ പ്രസിഡന്റ്, വൈസ് പ്രസിഡന്റ്, ഗവർണർ ഇവിടുത്തെ കുറഞ്ഞ പ്രായം എത്ര? 35. ഇനി രാജ്യസഭ എത്ര വയസ്സാ? രാജ്യസഭ 30 വയസ്സ്. ലെജിസ്ലേറ്റീവ് അസംബ്ലികള്, ലോക്സഭ എത്ര വയസ്സാ? 25 വയസ്സാണ്. ഇത്ര ഓർത്തു വെക്കുമോ? ഓർത്തു വെക്കണം. ചോദിച്ചിട്ടുണ്ട്, ഇനിയും ചോദിക്കും. അപ്പൊ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് മത്സരിക്കാൻ വേണ്ടത് 21 വയസ്സാണ്. ഓക്കെ, ഇനി ഗ്രാമപഞ്ചായത്ത്. നമ്മൾ ഗ്രാമപഞ്ചായത്ത് നോക്കാം. പഞ്ചായത്ത് രാജ് വ്യവസ്ഥയുടെ അടിത്തറയാണ് ഗ്രാമപഞ്ചായത്ത്. ഓക്കെ അല്ലേ? അത്ര ഓർത്താൽ മതി. ഓക്കെ അല്ലേ? ശരി, അടിത്തറയാണ്. ഇനി പഞ്ചായത്ത് സമിതി പറഞ്ഞു. ഗ്രാമപഞ്ചായത്തിനും ജില്ലാ പഞ്ചായത്തിനും ഓക്കെ മധ്യസ്ഥനായിട്ട്, ഓക്കെ മിഡിൽ ഭാഗത്തായിട്ടുള്ള നിലകൊള്ളുന്നതാണ് പഞ്ചായത്ത് സമിതി. ഇതിന്റെ വേറെ പേര് എന്തൊക്കെയാ? ബ്ലോക്ക് പഞ്ചായത്ത്, താലൂക്ക് പഞ്ചായത്ത്, മണ്ഡൽ പഞ്ചായത്ത്. അല്ലെ? നമ്മൾ പറഞ്ഞു എന്തൊക്കെയായിരുന്നു? ജില്ലാ പഞ്ചായത്ത് അല്ലെ? എന്തേത്? ജില്ലാ പഞ്ചായത്ത്, ബ്ലോക്ക് പഞ്ചായത്ത്, ഗ്രാമപഞ്ചായത്ത്. അല്ലെ? അപ്പം അതിലെ പഞ്ചായത്ത് സമിതി എന്ന് പറയുന്നത് ബ്ലോക്ക് പഞ്ചായത്തിന് ഈക്വലന്റ് ആണ്. സെയിം പേരാണ്. അപ്പൊ ബ്ലോക്ക് പഞ്ചായത്ത്, താലൂക്ക് പഞ്ചായത്ത്, മണ്ഡൽ പഞ്ചായത്ത് സെയിം ആണ്. ജില്ലാ പഞ്ചായത്ത് ഓക്കെ. പിന്നെ നമ്മൾ പറഞ്ഞ എന്താ? ബ്ലോക്ക് അല്ലെ മണ്ഡൽ അല്ലെങ്കിൽ താലൂക്ക്. ഓർത്തോണെ, ബ്ലോക്ക്, മണ്ഡല്, താലൂക്ക്. ഇത് ഓർത്തു വെച്ചോണം. സ്റ്റേറ്റ്മെന്റ് ആയിട്ട് ചോദിക്കും. ഞാനൊരു ക്വസ്റ്റ്യൻ ഇടുവാണെങ്കിൽ ഇങ്ങനെ ഇടും. ഡിഫിക്കൽട്ട് ആക്കി ഒരെണ്ണം ഇടും, ബ്രാക്ക് മേടിച്ചു ചോദിക്കും, അത് വേറെ കാര്യം. പക്ഷെ ഇങ്ങനെ ഇടാം. ഇതിൽ കൂടുതൽ ഇവിടെ ചോദ്യം വരാനില്ല. അതുകൊണ്ട് നിങ്ങൾ പഠിച്ചോണം. അപ്പൊ മിഡിൽ ഭാഗത്തായിട്ട് വരുന്നത്, അതായത് ജില്ലാ പഞ്ചായത്തിന്റെ ഗ്രാമപഞ്ചായത്തിന്റെ മധ്യഭാഗത്തായിട്ട് വരുന്നതാണ് ഈ പഞ്ചായത്ത് സമിതി, അല്ലെ ബ്ലോക്ക് പഞ്ചായത്ത്, അല്ലെ മണ്ഡൽ പഞ്ചായത്ത്, അല്ലെ താലൂക്ക് പഞ്ചായത്ത്. കേട്ടോ? ഓക്കെ. ചെറിയ സംസ്ഥാനങ്ങളിൽ മണ്ഡൽ രൂപീകരണം എന്നുള്ളത് നിർബന്ധമല്ല എന്നുള്ളത് ഓർത്തോണം. ചെറിയ സംസ്ഥാനങ്ങളിൽ നിർബന്ധമല്ല. കേട്ടോ? ചെറിയ സംസ്ഥാനങ്ങളിൽ 20 ലക്ഷത്തിൽ താഴെ ആയിരിക്കും. അവിടെ 3 ടയർ ത്രിതല പഞ്ചായത്ത് വേണമെന്നില്ല. അല്ലെ? അതുകൊണ്ട് രണ്ടാമത്തെ മിഡിൽ ഭാഗത്തായിട്ടുള്ള ആളെ ഒഴിവാക്കാൻ വേണേൽ. ഓക്കെ. ഇനി ജില്ലാ പഞ്ചായത്ത്. പഞ്ചായത്ത് രാജ് സംവിധാനത്തിന്റെ ഏറ്റവും മുകൾ തട്ടിലാണ് ജില്ലാ പഞ്ചായത്ത്. ഇത് റിപ്പീറ്റഡ് ചോദ്യമാണ്. ഏറ്റവും മുകൾ തട്ടിൽ ജില്ലാ പഞ്ചായത്ത്, ഏറ്റവും താഴെത്തട്ടിൽ ഏതാ? ഗ്രാമപഞ്ചായത്ത്. അല്ലെ? ഓക്കെ. ഇനി ജില്ലയിലെ ഗ്രാമീണ മേഖല പൂർണ്ണമായും ഇതിൽ ഉൾക്കൊള്ളുന്നു. ഓക്കെ. ഇത് സംഭരണവുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. 2022 ഇൻസ്പെക്ടിംഗ് ഓഫീസർ മെയിൻസിൽ ചോദിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഇത് ഓർത്ത് വെച്ചോളൂ. സംവരണവുമായി ബന്ധപ്പെട്ടത് ശ്രദ്ധിച്ചോളൂ. പ്രധാനപ്പെട്ടതേ ഉള്ളൂ. ഇത്രയും വലിയ സൈറ്റ്സ് ഒന്നും നോക്കണ്ട. 3/1 ഓക്കെ സീറ്റുകൾ സ്ത്രീകൾക്കായിട്ട് സംവരണമുള്ളതാണ്. 1/3 സീറ്റുകൾ വനിതകൾക്കുള്ളതാണ്. ഓക്കെ, 1/3 സീറ്റ് വനിതകൾക്കുള്ളതാണ്. ഇതാണ് ഇവിടെ പറഞ്ഞിട്ടുള്ള പ്രധാന പോയിന്റ്. പഠിച്ചോ? ഇതാണ് സംഭവം. ഈ വനിതകൾക്ക് സംവരണം അല്ലെ? ഇനി ആവശ്യമാണെങ്കിൽ സംസ്ഥാനങ്ങൾക്ക് മറ്റു പിന്നോക്ക വിഭാഗങ്ങൾക്കും സംവരണം ഏർപ്പെടുത്താവുന്നതാണ്. ഓക്കെ. സംവരണം സാധാരണ അംഗങ്ങൾക്ക് മാത്രമല്ല പഞ്ചായത്ത് അധ്യക്ഷയുടെ സ്ഥാനത്തേക്കും ബാധകമാണ്. സംവരണം ഈ അധ്യക്ഷയുടെ സ്ഥാനത്തേക്കും ബാധകമാണ്. ഇത് ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ്. ഇതൊരു സ്റ്റേറ്റ്മെന്റ് ആയിട്ട് ചോദിച്ചാൽ തെറ്റരുത്. ഇവിടെ പറഞ്ഞു വന്നത് ഇത്രയുള്ള ഓവറോൾ പറഞ്ഞു. സംവരണം 1/3 വനിതകൾക്ക്. സംവരണം 1/3 വനിതകൾക്ക്. ആ സംവരണത്തിന്റെ ഭാഗമായിട്ടാണ് അധ്യക്ഷയുടെ സീറ്റ് ഉൾപ്പെടുക. കേട്ടല്ലോ? ഓക്കെ. അപ്പം
പഞ്ചായത്ത് അധ്യക്ഷയുടെ സ്ഥാനത്തേക്കും ഇത് ബാധകമാണ് എന്നോർത്തോണം. അപ്പോൾ 1/3 വനിതകൾക്ക് അതങ്ങ് പഠിച്ചു വെക്കുക. അപ്പോൾ ഒരു റിവിഷൻ എനിക്ക് ഓർമ്മ വരുന്നു, 50% സംവരണം ഏർപ്പെടുത്തിയത് കേരളം അല്ലെ, കേരളം. ഇത് മറക്കരുത്. 1/3 സാധാരണഗതിയിലെ വനിതകൾക്കാണ്, 50% കേരളം. ഓക്കെ, അപ്പോ നമ്മൾ പറഞ്ഞത് എന്താ, 1/3 സീറ്റ് വനിതകൾക്കുള്ളതാണ്. ഇവിടെ ഒരു ക്ലോസ് കൂടി ഇതിൽ ആഡ് ആവും. എന്താണെന്നറിയോ, സ്ത്രീകൾക്ക് നൽകിയിരിക്കുന്ന 1/3 സംവരണം പൊതുവിഭാഗത്തിലെ സീറ്റുകൾക്ക് മാത്രമല്ല, പട്ടികജാതി, പട്ടികവർഗ മറ്റു പിന്നോക്ക വിഭാഗങ്ങൾക്കും കൂടെ ഉള്ളതാണ്. അപ്പൊ 1/3 സീറ്റ് അല്ലെ, 1/3 വനിതകൾക്ക് ഇതിൽ ഉൾപ്പെടും. പട്ടികജാതി, പട്ടികവർഗ മറ്റ് പിന്നോക്ക വിഭാഗങ്ങൾക്കും കൂടെയുള്ള കാര്യങ്ങൾ ഈ 1/3 സീറ്റിൽ ഉൾപ്പെടുന്നതാണ്. അപ്പൊ ഈ ഒരു വരിയും കൂടെ ഓർത്തു വെച്ചോണം. റെഡി. വനിതകൾക്ക് സംവരണം ചെയ്യപ്പെട്ട സീറ്റുകളുടെ 1/3 പട്ടികജാതി പട്ടികവർഗക്കാർക്കുള്ളതാണെന്നാണ് ഇതിന്റെ അർത്ഥം, അതല്ലേ? അപ്പൊ കിട്ടിയല്ലോ 1/3 സീറ്റിന്റെ. ഇനി അങ്ങനെ ഒരു ദളിത് സ്ത്രീക്കോ അല്ലെങ്കിൽ ആദിവാസി സ്ത്രീക്കോ സർപഞ്ച് ആകാനുള്ള അവസരം ലഭിക്കുന്നു. അപ്പൊ ഈ 1/3 സീറ്റിന്റെ കാര്യം ഓർത്തോണം. വനിതകളും പിന്നെ പട്ടികജാതി പട്ടികവർഗം പിന്നെ മറ്റ് പിന്നോക്ക വിഭാഗക്കാർക്കുള്ളതാണ് എന്നുള്ള കാര്യം ഓർത്തു വെച്ചോണം. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ കിട്ടിയേ. ഇനി നമ്മൾ അടുത്തയിലോട്ട് പോവുക. ഭയങ്കര വലിച്ചു വാരി കണ്ടിട്ടുണ്ടെങ്കിൽ ഇവിടെ പ്രധാനപ്പെട്ടതൊന്ന് ഓർത്തു വെച്ചോണം. നമ്മൾ പറഞ്ഞ സംസ്ഥാന ലിസ്റ്റിൽ നിന്നും പഞ്ചായത്തുകൾക്ക് അധികാരമുള്ള പഞ്ചായത്തുകളുടെ അധികാരങ്ങളും ചുമതലകളുമായി ബന്ധപ്പെട്ട 29 വിഷയങ്ങൾ കണ്ടെത്തി. അപ്പം 29 വിഷയങ്ങൾ കണ്ടെത്തി ഭരണഘടനയുടെ 11ാം പട്ടികയിൽ. അപ്പം പഞ്ചായത്ത് രാജ് പഞ്ചായത്ത് രാജ് 29 വിഷയങ്ങൾ 11ാമത്തെ ഷെഡ്യൂൾ 11ാമത്തെ പട്ടികയിൽ ആഡ് ചെയ്തു. 29 വിഷയങ്ങൾ. ഇതൊരു സ്റ്റേറ്റ്മെന്റ് ആക്കി തരാൻ ചാൻസ് ഉള്ളതാണ്. അപ്പൊ 29 വിഷയങ്ങൾ 11ാമത്തെ പട്ടിക ഓർത്തു വെച്ചോളൂ. 29 വിഷയങ്ങൾ കണ്ടെത്തി 11ാമത്തെ പട്ടികയിൽ കൂട്ടിച്ചേർത്തു എന്നുള്ളത് ഓർത്തു വെച്ചോണം. ഓക്കെ അല്ലേ? ഇനി ഇന്ത്യയിലെ പല സംസ്ഥാനങ്ങളിലുമുള്ള ആദിവാസി മേഖലകളിൽ 73ാം ഭേദഗതി നടപടിക്രമങ്ങൾ ബാധകമായിരിക്കുന്നില്ല. അപ്പം സംസ്ഥാനത്ത് മൊത്തം ഇന്ത്യൻ ഫുള്ള് സംസ്ഥാനങ്ങളിലും ഇത് ആവശ്യമാണ് അല്ലെങ്കിൽ ഇത് ബാധകമാണ് എന്ന് പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് തെറ്റാണ് അല്ലെ? കാരണം ഏതൊക്കെ വരുന്നുണ്ട് അവിടെ പറഞ്ഞു തരാം. നമ്മൾ പറഞ്ഞില്ലായിരുന്നോ 3 സംസ്ഥാനങ്ങൾ പിന്നെ കേന്ദ്രഭരണത്തില് ഡൽഹി ഒഴിച്ചുള്ള ബാക്കി കേന്ദ്രഭരണ പ്രദേശങ്ങളിലും ഇത് ബാധകമല്ല എന്നും ഓർത്തു വെച്ചോണം. ഓക്കെ അല്ലേ? ഇനി നമ്മൾ നോക്കുന്നത് 243G. ആദ്യമേ 243A എന്താണെന്ന് നോക്കിക്കോണം. 243A റിപ്പീറ്റഡ് പ്രീവിയസ് ഇയർ ചോദ്യം. എന്താ? ഗ്രാമസഭ ഓർത്തു വെച്ചോണം. ഓക്കെ, പഞ്ചായത്ത് രാജിലെ പല കാര്യങ്ങൾ ഇതിൽ പറയുന്നുണ്ട്. ഡെഫിനിഷൻ എല്ലാം കൊടുത്തിട്ടുള്ള 243A ഓക്കെ, ഡെഫിനിഷൻ കൊടുത്തിട്ടുള്ള 243A ഗ്രാമസഭ 243A. ഓക്കെ, അപ്പൊ ഒരു റിവിഷൻ വേണ്ടേ? DPSP-യില് ഈ പഞ്ചായത്ത് രാജുമായി ബന്ധപ്പെട്ടത് ഏത് ആർട്ടിക്കിളാ? വില്ലേജ് പഞ്ചായത്ത് ആർട്ടിക്കിൾ 40. ഗ്രാമസഭയെ പറ്റിയുള്ളത് ഏതാ? 243A ആണ്. ഡെഫിനിഷൻ കൊടുത്തിട്ടുള്ളത് 243A. ഇനി 243G എന്താണെന്നൊന്ന് അറിഞ്ഞു വെച്ചോ. പഞ്ചായത്തുകളുടെ അധികാരങ്ങളും പദവിയും ഉത്തരവാദിത്വവും. G അല്ലെ, അധികാരങ്ങളും പദവിയും ഉത്തരവാദിത്വവുമാണ്. 243G എന്താണ്? അധികാരം പദവിയും ഉത്തരവാദിത്വവുമാണ്. ഓക്കെ, ഇത് നമ്മളിപ്പം എന്താ പറയാ, പഞ്ചായത്തിന് കൊണ്ടൊരു പേപ്പർ കൊടുത്തിട്ട് പറയും ഇതൊന്ന് നടത്തി തരണേ ജി എന്നൊരു വാക്ക് ഉപയോഗിക്കാറില്ലേ? ഇച്ചിരി ബഹുമാനപൂർവ്വം ചിലയിടത്ത് ഉപയോഗിക്കാറുണ്ട്. നമുക്കത് കണക്ട് ചെയ്യാൻ വേണ്ടി മാത്രം ഇവിടെ ഉപയോഗിക്കാം അല്ലേ? ഈ അധികാരം ഉപയോഗിച്ചതൊന്ന് നടത്തി തരണേ ജി അല്ലെ, ഈ പദവിയിൽ ഇരിക്കുന്ന താങ്കൾ നടത്തി തരണേ ജി, ഉത്തരവാദിത്തത്തോടു കൂടി നടത്തി തരണേ ജി. ആ ജി അങ്ങനെ ഓർത്താൽ മതി. അപ്പൊ പഞ്ചായത്തുകളുടെ അധികാരവും പദവിയും ഉത്തരവാദിത്വം ജി ആണ്. 243G. 243A എന്തായിരുന്നു? ഗ്രാമസഭ. ഓർത്തു വെച്ചോളൂല്ലോ. ഇനി അടുത്ത് പഞ്ചായത്തുകളെ പറ്റി പ്രതിപാദിക്കുന്ന ഭരണഘടനയിലെ ഭാഗം ഏത്? പഞ്ചായത്തുകളെ പറ്റി പ്രതിപാദിക്കുന്ന ഭാഗം ഏതാണെന്ന് നമ്മൾ ഓൾറെഡി പറഞ്ഞായിരുന്നു, ഓർമ്മയുണ്ടായിരുന്നല്ലോ. ഭാഗം 9 അല്ലെ? ഭാഗം 9. അത് ഓർത്തു വെച്ചോണേ, ഭാഗം 9. എന്നാൽ ഏത് പട്ടികയാണ്? 11ാമത്തെ ഷെഡ്യൂളാണ് അല്ലെ? എത്ര വിഷയങ്ങൾ ആഡ് ചെയ്തത് 11ാമത്തെ പട്ടികയില്? 29 വിഷയങ്ങളാണ്. ഇതും ഓർത്തു വെച്ചോണം. ഓക്കെ, ഇത്ര സെറ്റ് അല്ലേ? ഇനി പഞ്ചായത്തുകളെ പറ്റി പ്രതിപാദിക്കുന്ന അനുച്ഛേദം 243 മുതൽ 243O വരെയാണ് അല്ലെ? അതിൽ നമ്മൾ 2-3 പറഞ്ഞു. 243A ഗ്രാമസഭ അല്ലെ? പിന്നെ നമ്മൾ പറഞ്ഞു 243G. ഇതൊന്ന് നടത്തി തരണം അല്ലെ? പദവി, അധികാരം, ഉത്തരവാദിത്തം അല്ലെ? അപ്പം ഉത്തരവാദിത്തമാണ് 243G.
ഇനി ബി എന്താ? പഞ്ചായത്തുകളുടെ രൂപീകരണം. ബി പഞ്ചായത്തുകളുടെ രൂപീകരണം. അപ്പൊ എ ഗ്രാമസഭ, ബി പഞ്ചായത്തുകളുടെ രൂപീകരണം, ജി ഉത്തരവാദിത്തം അല്ലെ? ഉത്തരവാദിത്തം, പദവി, ഇതൊക്കെയാണ് ജിയിൽ വരുന്നത്. ബി പഞ്ചായത്തുകളുടെ രൂപീകരണം. ഓക്കെ അല്ലേ? ഇനി പഞ്ചായത്ത് സംവിധാനങ്ങളെ കുറിച്ച്, നിയമനിർമ്മാണം നടത്താൻ അവകാശമുള്ളത് ആർക്കാ? സംസ്ഥാന നിയമസഭയ്ക്കാ. പഞ്ചായത്തൊക്കെ ഏത് ലിസ്റ്റിൽ ഉൾപ്പെടും? സ്റ്റേറ്റ് ലിസ്റ്റിൽ. പഞ്ചായത്തുമായി ബന്ധപ്പെട്ട നിയമനിർമ്മാണമുള്ള അധികാരം ആർക്കാണ്? സംസ്ഥാന നിയമസഭയ്ക്കാണ്. അതിനെപ്പറ്റി പറയുന്നതാണ് 243C. ഓക്കെ, നിയമസഭയ്ക്കാണ് അധികാരം എന്ന് പറയുന്നത് 243C. ഓക്കെ, നിയമസഭയ്ക്കാണ് അധികാരം എന്ന് പറയുന്നത് 243C ആണ്. അപ്പൊ ആർട്ടിക്കിൾസ് ഒന്നുകൂടെ പറയാം, ജസ്റ്റ് ഒന്ന് കേട്ടെ. 243A ഗ്രാമസഭ അല്ലെ പഞ്ചായത്തിന്റെ ഡെഫിനിഷൻ. 243B പഞ്ചായത്തുകളുടെ രൂപീകരണം. 243C ഈ പഞ്ചായത്തുകളുമായി ബന്ധപ്പെട്ട നിയമനിർമ്മാണ അധികാരമുള്ള സംസ്ഥാന നിയമസഭയ്ക്കാണ്. സംസ്ഥാന നിയമസഭയ്ക്കാണ്, അതാണ് സി. അപ്പൊ 243A, 243B, 243C നമ്മൾ പഠിച്ചു. ജി ഒന്ന് റിവൈസ് ചെയ്തോ? പദവി, ഉത്തരവാദിത്തം, അധികാരം അല്ലെ? പദവി, ഉത്തരവാദിത്തം, അധികാരം. ഇനി പഞ്ചായത്തിലെ സംവരണ വാർഡുകളെ കുറിച്ച് പ്രതിപാദിക്കുന്നത് ഡി ആണ്. ഓക്കെ, സംവരണ വാർഡുകൾ. ഓക്കെ, സംവരണ വാർഡുകളെ പറ്റി പറയുന്നത് ഡി ആണ്. ഓക്കെ, സംവരണ വാർഡുകൾ ഡി ആണ്. ഇനി ഇവിടുത്തെ കാലാവധി, ഈ കാലാവധി എന്ന് ഓർത്താൽ മതി. ഈ കാലാവധി 5 വർഷം കൊണ്ട് ഞങ്ങൾ ചെയ്തത് ഇന്നതാണ് എന്നൊക്കെ പറയാറില്ലേ? അല്ലെങ്കിൽ ഈ കാലാവധി കൊണ്ട് ഞങ്ങൾ ഇന്നത് നടപ്പിലാക്കും. ഈ ഓർത്തോണം. കാലാവധി 5 വർഷമാണ്. ഈ 5 വർഷം അല്ലെ? അപ്പൊ കാലാവധിയെ പറ്റി പറയുന്നത് ഈ ആണെന്ന് ഓർത്തോണം. കാലാവധിയെ പറ്റി പറയുന്നത് ഈ ആണെന്ന് ഓർത്തോണം. അപ്പൊ ഒന്നുകൂടെ പറഞ്ഞാല് 243A ആണെങ്കിൽ ഡെഫിനിഷൻ, പഞ്ചായത്ത് രാജിന്റെ ഡെഫിനിഷൻ, അല്ലെങ്കിൽ PSC ചോദിക്കുന്ന ഗ്രാമസഭ. ഓക്കെ, ബി ആണെങ്കിൽ എന്താ? രൂപീകരണം, പഞ്ചായത്ത് രാജിന്റെ രൂപീകരണവുമായി ബന്ധപ്പെട്ടത്. സി ആണെങ്കിലും പഞ്ചായത്ത് രാജുമായി ബന്ധപ്പെട്ട നിയമനിർമ്മാണ അധികാരമുള്ളത് ലെജിസ്ലേറ്റീവ് അസംബ്ലികൾക്കാണ്, സംസ്ഥാന ലെജിസ്ലേറ്റീവ് അസംബ്ലികൾക്കാണ്. ഡി എന്തായിരുന്നു? സംവരണവുമായി ബന്ധപ്പെട്ടത് അല്ലെ? സംവരണവുമായി ബന്ധപ്പെട്ടതാണ്. ഈ എന്താ? ഈ കാലാവധി 5 വർഷമാണ് ഇവരുടെ കാലാവധി എന്ന് പറയുന്നതാണ്. ഓക്കെ അല്ലെ? ഐ ആണെങ്കിലും ധനകാര്യ കമ്മീഷനുമായി ബന്ധപ്പെട്ടത് ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, CPO മെയിൻസിനൊക്കെ ചോദിച്ചിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഇനി വരും ഇത് ധനകാര്യ കമ്മീഷൻ. ഓക്കെ, ധനകാര്യ കമ്മീഷനുമായി ബന്ധപ്പെട്ടതാണ് 243I. അപ്പൊ ഇങ്ങനെ ഓർത്താൽ മതി. ഐ എന്ന് വെച്ചാൽ ഇൻകം, ഇൻകം ധനമല്ലേ? ധനകാര്യ കമ്മീഷൻ, ഐ ഇൻകം. ഇത്ര ഓർത്ത് വെച്ചാൽ ധനകാര്യ കമ്മീഷൻ എന്ന് പറയുമ്പോൾ ധനം, ഇൻകവുമായി ബന്ധപ്പെട്ടതാണ് ഐ ഇൻകം. ഐ ഇൻകം. ഓക്കെ, ഐ ഇൻകം ഇത് ഇമ്പോർട്ടന്റ് ആണ്, ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, ഐ ഇൻകം. ഇനി പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിനെ കുറിച്ച് പ്രതിപാദിക്കുന്ന ആർട്ടിക്കിൾ ആണ് 243K. ഓക്കെ, അപ്പൊ കട്ടുമുടിക്കാൻ വേണ്ടി അല്ലെ തിരഞ്ഞെടുപ്പ് പഞ്ചായത്തിൽ നടത്തുന്നു എന്ന് ചുമ്മാ കണക്ട് ചെയ്താല് മിക്കവാറും നിങ്ങൾ ഓർത്തു വയ്ക്കും അല്ലെ? കട്ടുമുടിക്കാനായിട്ട് തിരഞ്ഞെടുപ്പ്, കട്ടുപിടിക്കാനായിട്ട് തിരഞ്ഞെടുപ്പ് എന്നങ്ങോട്ട് കണക്ട് ചെയ്യാനാണ് പറയുന്നത്. ഓക്കെ, 243K. അപ്പൊ ഇത്രയും കിട്ടിയോ? ഇപ്പൊ 243A എന്തായിരുന്നു? ഗ്രാമസഭ അല്ലെങ്കിൽ പഞ്ചായത്തിന്റെ ഡെഫിനിഷൻ. ബി പഞ്ചായത്ത് രാജിന്റെ രൂപീകരണം. സി നിയമനിർമ്മാണ അധികാരമുള്ള സംസ്ഥാന ലെജിസ്ലേറ്റീവ് അസംബ്ലിക്കാണ്. ഡി സംവരണവുമായി ബന്ധപ്പെട്ടത്. ഇ കാലാവധി, ഈ 5 വർഷം അല്ലെ? ജി ആണെങ്കിൽ എന്തുവായിരുന്നു? ജി ഉത്തരവാദിത്തം അല്ലെ? ജി ഇതൊന്നും നടത്തി തരണേ. ഉത്തരവാദിത്തം, പദവി, അധികാരം, ജി. പിന്നെ ഏതാ പറഞ്ഞത്? ഐ ഇൻകം ആണ്, ധനം, ധനമാണ് ഇൻകം. ധനകാര്യ കമ്മീഷനുമായി ബന്ധപ്പെട്ടതാണ് ഐ. കെ എലക്ഷൻ, കട്ടുപിടിക്കാൻ ഇലക്ഷൻ. അപ്പൊ കെ. ഇത്ര സംഭവങ്ങൾ ഓർത്ത് വെക്കാൻ പറ്റുമല്ലോ. ഇത് ഇത്ര എണ്ണം നിങ്ങൾക്ക് ഓപ്ഷൻ ഇന്ന് കിട്ടിക്കോളും. ഇത് ഇത്ര എണ്ണം ആദ്യമായിട്ട് കേൾക്കുവാണെങ്കിൽ ഒന്നുകൂടെ ബാക്ക് അടിച്ച് കേട്ട ഇത് ഓർത്ത് വെക്കും. ഓക്കെ, ഇനി എന്റെ ഒരു സജഷൻ ഇതാണ്. ഇവിടെ വെച്ച് നിങ്ങൾ പോസ് ചെയ്യുക. ഓക്കെ, ഒരു ബ്രേക്ക് എടുക്കണം. ഒരു 5 മിനിറ്റേലും ബ്രേക്ക് എടുക്കണം. ഒരു 5 മിനിറ്റേലും ബ്രേക്ക് എടുത്ത് കുറച്ച് വെള്ളമൊക്കെ കുടിച്ച് അല്ലെ? സ്ക്രീനിൽ തന്നെ നോക്കിയിരിക്കുന്നവരാണെങ്കിൽ കുറച്ച് നേരം ദൂരെ നോക്കിയിരിക്കണം. അതാണ് കണ്ണിന് എപ്പോഴും അടിപൊളി. ഓക്കെ, ഇപ്പൊ ഞാൻ ക്ലാസ് എടുക്കുന്ന ഞാനാണല്ലോ, ഇത്രയും നേരം സ്ക്രീൻ ടൈമിൽ ഇങ്ങനെയാണ് ഇരിക്കുന്നതെങ്കിൽ കുറച്ച് ദൂരെ നോക്കിയിരിക്കണം. അതാണ് കണ്ണിന് ലൈഫ് കൂടുക. നമ്മൾ ഫോണിന്റെ ബാറ്ററി ലൈഫ് വരെ നോക്കുന്നത്, നമ്മൾ നമ്മുടെ കണ്ണിന്റെ ലൈഫ് കൂടെ നോക്കണം. അപ്പൊ കുറച്ച് ദൂരെ നോക്കിയിരിക്കുക. അപ്പൊ മടുക്കാതെ പഠിക്കാം. പിന്നെ 20 മിനിറ്റ് വെച്ച് നിങ്ങൾ ബ്രേക്ക് എടുത്തോ. ഓക്കെ, അതാണ് ഐഡിയൽ ആയിട്ടുള്ളത്. ഇത് സൂപ്പർ ആയിട്ടുള്ളത് 20 മിനിറ്റ് വെച്ച് ബ്രേക്ക് എടുക്കുന്നത് കേട്ടോ. നമ്മുടെ അടുത്ത വീഡിയോ തുടക്കം മുതലേ അത് പറഞ്ഞേക്കാം. അപ്പൊ ഇപ്പൊ ബ്രേക്ക് എടുത്ത് 5 മിനിറ്റ് കഴിഞ്ഞ് വന്ന് കാണണം. ഓക്കെ, അപ്പം ബ്രേക്ക് എടുത്തു എന്ന് വിശ്വസിക്കുന്നു. അടുത്തതിലോട്ട് പോവുക. പഞ്ചായത്തുകളുടെ അധികാരങ്ങളും കടമകളും പറ്റി പറയുന്ന പട്ടികയാണ് 11ാമത്തെ പട്ടിക അല്ലെ? 11ാമത്തെ പട്ടിക. ഏത് പാർട്ടായിരുന്നു പഞ്ചായത്തിനെ പറ്റി പറയുന്നത്? പാർട്ട് 9. ഓർമ്മയുണ്ടല്ലോ? ശരി.
ഇനി 11ാം പട്ടികയിൽ 29 വിഷയങ്ങളാണ് ഉൾപ്പെടുത്തിയത്. നമ്മൾ ഓൾറെഡി പറഞ്ഞു അത് റിവിഷനുമാണ് അല്ലെ. അപ്പൊ ഒന്നുകൂടി എഴുതുവാണ്. 73ാമത്തെ ഭേദഗതി പഞ്ചായത്ത് രാജുമായി ബന്ധപ്പെട്ടതാണ്. ഓക്കെ, 11ാം പട്ടികയിലാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. 29 വിഷയങ്ങളുണ്ട്. ഏത് ഭാഗത്താണ്? പാർട്ട് 9. അപ്പൊ ഇത്ര എണ്ണം ഓർത്തു വെക്കുവോ അല്ലെ? ഓക്കെ, അപ്പൊ 74 എന്തായിരുന്നു? മുനിസിപ്പാലിറ്റി, നഗരപാലിക അല്ലെ. മുനിസിപ്പാലിറ്റി നിയമവുമായി ബന്ധപ്പെട്ടതാണ്. 12ാമത്തെ പട്ടികയാണ്, പാർട്ട് 9A ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഓക്കെ, 73 പഞ്ചായത്ത് രാജ്, 11ാമത്തെ പട്ടിക ഭാഗം 9. അപ്പൊ ഇത് നിങ്ങൾ ഓർത്തു വെക്കണം. ഓർത്തു വെക്കത്തില്ലേ? ഇനി 1/3 സീറ്റുകൾ സ്ത്രീകൾക്കാണ് അല്ലെ. അതേപോലെ പട്ടികജാതി, പട്ടികവർഗം, മറ്റു പിന്നോക്ക വിഭാഗത്തിൽ ഉൾപ്പെടും. ഇതിൽ ചെയർമാൻ ഉൾപ്പെടെ ഈ റിസർവേഷന്റെ ഭാഗമായിട്ട് 1/3 വരുന്നതാണ്. ഇത് ഇത്രയും ഓർത്ത് വെച്ചോണം. ഇത്ര എണ്ണം കിട്ടിയല്ലോ, റിവിഷനായിട്ട് കിട്ടിയില്ലേ? ഓക്കെ, പിന്നെ DPSPക്കകത്ത് പറഞ്ഞിട്ടുള്ളത് ആർട്ടിക്കിൾ 40 ആണ്. ഗ്രാമസഭയെ പറ്റി പറഞ്ഞിട്ടുള്ളത് 243A ആണ് കേട്ടോ. എന്നാൽ വില്ലേജ് പഞ്ചായത്തിനെ പറ്റി പറഞ്ഞിട്ടുള്ള ആർട്ടിക്കിൾ DPSPയിൽ ഏതാ? 40 ആണ്. ഇത്രയും കിട്ടിയല്ലോ. ഓക്കെ, ഇനി കേരളത്തിലെ അധികാര വികേന്ദ്രീകരണത്തെ കുറിച്ച് പഠിക്കാൻ നിയമിച്ച കമ്മിറ്റിയാണ് സെൻ കമ്മിറ്റി. അധികാര വികേന്ദ്രീകരണം സെൻ കമ്മിറ്റിയാണ്. അധികാര വികേന്ദ്രീകരണം സെൻ കമ്മിറ്റിയാണെന്ന് ഓർത്തോണം. അധികാര വികേന്ദ്രീകരണത്തെ പറ്റി പഠിക്കാൻ നിയമിച്ചത് സെൻ കമ്മിറ്റിയാണ്. ഓക്കെ, സെൻ ഓർത്തു വെച്ചോണം, സെൻ. ഇനി തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ ഭരണ കാലാവധി 5 വർഷം. ഇതിനെപ്പറ്റി പറയുന്ന ആർട്ടിക്കിൾ ഓർമ്മയുണ്ടോ? 243 ഈ 5 വർഷ കാലയളവ് അല്ലെ. ഈ 243 ആണ് റിവിഷൻ. എന്നാൽ ധനകാര്യ സ്ഥാപനമോ 243 ധനം ഇൻകം ആയി. ഓക്കെ, 243 ആയി അല്ലെ. വില്ലേജ് പഞ്ചായത്തിന്റെ രൂപീകരണമായി പറഞ്ഞത് 243B. ഓർമ്മയുണ്ടല്ലോ? ശരി. ഇനി ഗവൺമെന്റ് പഞ്ചായത്ത് രാജിനെ പിരിച്ചുവിടാൻ പുതിയ തിരഞ്ഞെടുപ്പ് നടത്തേണ്ട കാലാവധി. ഓക്കെ, പിരിച്ചു വിട്ടു കഴിഞ്ഞാൽ പുതിയ തിരഞ്ഞെടുപ്പ് നടത്തേണ്ടത് 6 മാസത്തിനകമാണ്. ഓക്കെ, ശരി, 6 മാസത്തിനകമാണ്. ഓർത്തു വെച്ചോണം, 6 മാസം. ഇനി നമ്മൾ കമ്മിറ്റിയെ പറ്റി ചെറുതായിട്ടൊന്ന് പഠിക്കുക. ഒന്ന് നോക്കിക്കേ. ബൽവന്ത് റായ് മേത്ത കമ്മിറ്റിയാണ് ആദ്യത്തേത്. ഓക്കെ, ബൽവന്ത് റായ് മേത്ത കമ്മിറ്റി ജസ്റ്റ് ഒന്ന് പറഞ്ഞു വിടുവാണ്. ഈ കമ്മ്യൂണിറ്റി ഡെവലപ്മെന്റ് പ്രോഗ്രാം എന്തുവായിരുന്നത്? സ്വതന്ത്ര ഇന്ത്യയിൽ പഞ്ചായത്ത് രാജുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ നടന്നു വന്നത് CDP വഴിയാണ്. 1952 CDP. ഇത് പറയുമ്പോൾ മൊത്തം റിവിഷനും വേണം. ടോപ്പിൽ നോക്കിക്കോ. 1882 ലോർഡ് റിപ്പൺ അല്ലെ. ശരി. പിന്നെ ബ്രിട്ടീഷ് പ്രവിശ്യയിലെ ഗ്രാമസഭയുമായി ബന്ധപ്പെട്ടത് 1919 മോണ്ടേഗു ചെംസ്ഫോർഡ് ഭരണപരിഷ്കാരമാണ് അല്ലെ. ഇനി സ്വതന്ത്ര ഇന്ത്യയിലാണെങ്കിൽ 1952 കമ്മ്യൂണിറ്റി ഡെവലപ്മെന്റ് പ്രോഗ്രാം വഴിയാണ് നടത്തി വന്നത് അല്ലെ. ഓക്കെ, അപ്പൊ ഇത് ഇത്ര എണ്ണം കണ്ടല്ലോ. പിന്നെ 1959 ഒക്ടോബർ 2 നെഹ്റു ആയിരുന്നു ഉദ്ഘാടനം. ഇത്ര എണ്ണം ഓർത്ത് വെക്കാൻ പറ്റത്തില്ലേ? പറ്റണം. അപ്പം നോക്കിക്കേ. കമ്മ്യൂണിറ്റി ഡെവലപ്മെന്റ് പ്രോഗ്രാം 1952, നാഷണൽ എക്സ്റ്റൻഷൻ സർവീസ് 53 എന്നിവയുടെ പ്രവർത്തനത്തെ കുറിച്ച് പഠിക്കാൻ 57 ഇന്ത്യൻ ഗവൺമെന്റ് ബൽവന്ത് റായ് മേത്തയെ അധ്യക്ഷനായ കമ്മിറ്റി രൂപീകരിച്ചു. അപ്പൊ ബൽവന്ത് റായ് മേത്ത കമ്മിറ്റി 1957. ഇതാണ് ഇമ്പോർട്ടന്റ് ആയിട്ട് ഇവിടെ ഉള്ളത്. ബാക്കിയൊക്കെ റിവിഷൻ ആണ്. ബൽവന്ത് റായ് മേത്ത കമ്മിറ്റി 1957. ബൽവന്ത് റായ് മേത്ത കമ്മിറ്റിയുടെ ശുപാർശ കാരണമാണ് ഇന്ത്യയിലെ ത്രിതല പഞ്ചായത്ത് രാജ് സംവിധാനം നിലവിൽ വന്നത്. റിപ്പീറ്റഡ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. 3 ടയർ ആയിട്ടുള്ള അല്ലെ ത്രിതല പഞ്ചായത്ത് രാജ് വരാൻ കാരണം ആരുടെ ശുപാർശ പ്രകാരമാണ്? ത്രിതല പഞ്ചായത്ത് രാജ് വരാൻ കാരണം ബൽവന്ത് റായ് മേത്ത കമ്മിറ്റിയുടെ ശുപാർശ പ്രകാരം. ബൽവന്ത് റായ് മേത്ത കമ്മിറ്റി ഏത് വർഷമാണ്? 1957 അല്ലെ. ത്രിതല പഞ്ചായത്ത് ബൽവന്ത് റായ് മേത്ത കാരണമാണ് അല്ലെ. ആ ത്രിതല സിസ്റ്റം എന്തൊക്കെയാ? ഏറ്റവും മുകൾ തട്ടില് ജില്ലാ പരിഷത്ത് അല്ലെ, പിന്നെ പഞ്ചായത്ത് സമിതി അല്ലെ, ബ്ലോക്ക് സമിതി, മണ്ഡൽ സമിതി. ഓർമ്മയുണ്ടല്ലോ? മൂന്നാമത്തേത് ഏറ്റവും താഴെ തട്ടില് ഗ്രാമപഞ്ചായത്ത്. അപ്പൊ റിവിഷനുമായല്ലോ അല്ലെ. അപ്പൊ ഈ ത്രിതല സിസ്റ്റം വരാൻ കാരണമായത് ആര് കാരണമാ? ബൽവന്ത് റായ് മേത്ത. ബൽവന്ത് റായ് മേത്ത കാരണമാണ്. 1957. അത്രയും മതി അവിടെ. റെഡി. ജില്ലാ പരിഷത്തിന്റെ ചെയർമാൻ ജില്ലാ കളക്ടർ. ചെയർമാൻ ജില്ലാ കളക്ടർ. പഞ്ചായത്ത് രാജിന്റെ പിതാവെന്ന് അറിയപ്പെടുന്നത് ബൽവന്ത് റായ് മേത്ത. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. റിപ്പീറ്റഡ് പ്രീവിയസ് ഇയർ ആണ്. പഞ്ചായത്ത് രാജിന്റെ പിതാവെന്ന് അറിയപ്പെടുന്നത് ബൽവന്ത് റായ് മേത്തയാണ്. ഓക്കെ അല്ലേ? ഓക്കെ. ഇനി അശോക് മേത്ത കമ്മിറ്റി. ജനതാ ഗവൺമെന്റ് 1977 ഡിസംബറിൽ പഞ്ചായത്ത് രാജ് സ്ഥാപനങ്ങൾക്കായി നിയമിച്ച കമ്മിറ്റിയാണ്. അശോക് മേത്ത കമ്മിറ്റി 1977 ആണ്.
എന്നാൽ PSCയുടെ ആൻസർ കീയിലും ഓപ്ഷൻസിന്റെ അകത്തൊക്കെ 78 തരും. എന്താന്ന് വെച്ചാൽ റിപ്പോർട്ട് കൊടുത്തത് 78ലാണ് അശോക് മേത്ത. ഓക്കെ, അപ്പൊ അശോക് മേത്ത 78ലാണ് റിപ്പോർട്ട് സമർപ്പിച്ചത്. അപ്പം ത്രിതല പഞ്ചായത്ത് രാജ് നമ്മൾ പറഞ്ഞത് 3 ടയറാ പറഞ്ഞത് അല്ലെ. 3 ടയർ ആയിരിക്കുന്ന ഒരു സംഭവം 2 ടയർ ആക്കണം എന്ന് പറഞ്ഞത് അശോക് മേത്തയാണ്. 3 ടയർ ആയിരിക്കുന്ന ഒരു സംഭവം 2 ടയർ ആക്കുക എന്ന് പറയുമ്പോൾ നമ്മൾ കണക്ട് ചെയ്യാൻ വേണ്ടി പറയുക 3 ടയർ ആയിരിക്കുന്നത് 2 ടയർ ആക്കുമ്പോൾ ഒന്ന് കുറഞ്ഞില്ലേ, ശോകമല്ലേ. ശോകം കണക്ട് ചെയ്യാൻ പറഞ്ഞാണ് 3 ടയർ ആയിരിക്കുന്നത് 2 ടയർ ആക്കിയത് ശോകമാണ്. അത് പറഞ്ഞത് അശോക് മേത്തയാണ്. 3 ടയർ ആയിരിക്കും ത്രിതല പഞ്ചായത്ത് അല്ലേ, ദ്വിതല പഞ്ചായത്ത് രാജാക്കി മാറ്റാൻ ശുപാർശ ചെയ്യുന്നത് ശോകമായ ഇക്കാര്യം പറഞ്ഞ അശോക് മേത്തയാണ്. 77 നിയമിച്ചു, 78 റിപ്പോർട്ട് കൊടുത്തു. 77 നിയമിച്ചു, 78 റിപ്പോർട്ട് കൊടുത്തു. ഓക്കെ, അപ്പം നമുക്ക് നോക്കാം. ബൽവന്ത് റായ് മേത്ത കമ്മിറ്റി 1957 അല്ലെ. അടുത്ത് അശോക് മേത്ത. അപ്പം അശോക് മേത്ത കമ്മിറ്റി ആണെങ്കിലോ 1977 റിപ്പോർട്ട് കൊടുത്തത് 78. അപ്പം ഇത് ഇത്രയും ഒന്ന് ഓർത്ത് വയ്ക്കുമോ. ഇനിയും വരുന്നുണ്ട് കമ്മിറ്റികൾ, ഒന്നുകൂടെ പറയുമ്പോൾ നിങ്ങൾക്ക് സെറ്റ് ആയി കിട്ടും. ഇവിടെ ജില്ലാ പരിഷത്തും മണ്ഡൽ പഞ്ചായത്തും മാത്രമേ പറയുന്നുള്ളൂ. ത്രിതലമല്ല, ദ്വിതലമാണ് അല്ലെ. 3 ടയർ അല്ല, 2 ടയർ ആണ്. അപ്പൊ 3യിൽ നിന്ന് 2 ആക്കുക പറയുമ്പോൾ ഒന്ന് കുറഞ്ഞു, അതായത് ശോകമായി ഒന്ന് പോയില്ലേ. അതുകൊണ്ട് അശോക് മേത്ത എന്ന് ഓർത്ത് വെച്ചോണം. ഇത്രയൊക്കെ ആണല്ലോ. അപ്പം അശോക് മേത്ത കമ്മിറ്റി അറിയപ്പെടുന്ന പേരുകളൊന്ന് ഓർത്തോണം. ഓക്കെ, ഇമ്പോർട്ടന്റ് ആണ്, വെരി വെരി ഇമ്പോർട്ടന്റ് ആണ്. കമ്മിറ്റി ഓൺ പഞ്ചായത്ത് രാജ് ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ന് അറിയപ്പെടും, മണ്ഡൽ പഞ്ചായത്ത് എന്നും അറിയപ്പെടും. ഓർത്തു വെച്ചോളൂ, കമ്മിറ്റി ഓൺ പഞ്ചായത്ത് രാജ് ഇൻസ്റ്റിറ്റ്യൂഷൻ, മണ്ഡൽ പഞ്ചായത്ത് എന്നറിയപ്പെടുന്ന അശോക് മേത്ത കമ്മിറ്റിയാണ്. ഓക്കെ, 1977 നിയമിച്ചു, 1978 റിപ്പോർട്ടും കൊടുത്തു. ഓക്കെ, അപ്പൊ ഓർത്തോണം, കമ്മിറ്റി ഓൺ പഞ്ചായത്ത് രാജ് ഇൻസ്റ്റിറ്റ്യൂഷൻ, മണ്ഡൽ പഞ്ചായത്ത് ഇങ്ങനെ അറിയപ്പെടുന്ന അശോക് മേത്ത കമ്മിറ്റിയാണ്. 1977 നിയമിച്ചു, 78 റിപ്പോർട്ട് കൊടുത്തു. ഓക്കെ, ഇനി റിപ്പീറ്റഡ് ആയിട്ട് വന്നൊരു ചോദ്യം, നമ്മളിപ്പോ ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്യുമ്പോൾ നിങ്ങൾ ഹാപ്പിയാണ്. അശോക് മേത്ത കമ്മിറ്റി അംഗമായിരുന്ന മലയാളി EMS. വെരി 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 ഇമ്പോർട്ടന്റ്. അശോക് മേത്ത കമ്മിറ്റിയിൽ അംഗമായിരുന്ന മലയാളി EMS ആണ്. ഓക്കെ, അശോക് മേത്ത കമ്മിറ്റിയിൽ അംഗമായിരുന്ന മലയാളി ആയ EMS ആണ്, ഓർത്തു വെച്ചോളാം. ഓക്കെ, അശോക് മേത്ത EMS. ഇനി 73 ഭരണഘടനാ ഭേദഗതി പ്രകാരം പഞ്ചായത്ത് രാജ് സംവിധാനത്തിന് ഭരണഘടനാപരമായി അംഗീകാരം ലഭിച്ച ശേഷം, ചോദ്യം കണ്ടോ, ഭരണഘടനാപരമായി അംഗീകാരം ലഭിച്ച ശേഷം ആദ്യമായി ഇലക്ഷൻ നടന്ന സംസ്ഥാനം മധ്യപ്രദേശ്. ഓക്കെ, 73 ഭരണഘടനാ ഭേദഗതി പ്രകാരം പിന്നെ ഇലക്ഷൻ നടന്നത് മധ്യപ്രദേശ് ആണ്. ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ ഓപ്ഷൻ എ രാജസ്ഥാൻ തന്നാൽ നമ്മൾ അതല്ലേ ഇത് പഠിക്കാതെ പോയാൽ ഓർക്കും. അപ്പൊ 73ാമത്തെ ഭേദഗതി പ്രകാരം ഇലക്ഷൻ നടന്നത് മധ്യപ്രദേശ്. 73ാം ഭേദഗതി പ്രകാരം ഇലക്ഷൻ നടന്നത് മധ്യപ്രദേശ് ആണെന്ന് ഓർത്തു വെച്ചോണം. ഓക്കെ അല്ലേ. ഇനി ജസ്റ്റ് ഗ്രാമസഭയെ പറ്റി ഒന്ന് അറിഞ്ഞോ. പഞ്ചായത്ത് രാജ് സംവിധാനത്തിന്റെ അടിസ്ഥാനമാണ് ഗ്രാമസഭ അല്ലെ. ഗ്രാമങ്ങളിൽ വാർഡ് തലത്തിലുള്ള വികസനത്തിന് വേണ്ടിയുള്ള വേദിയാണ്. വർഷത്തിൽ, ഇത് ഓർത്തു വെച്ചോണം, ഇത് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്, ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു, അതുകൊണ്ടാണ് ഈ സ്ലൈഡ് എടുത്ത് ഇട്ടത്. ഓക്കെ, വർഷത്തിൽ 2 തവണയെങ്കിലും ഗ്രാമസഭ വിളിച്ചു ചേർത്തിരിക്കണം. മിനിമം 2 തവണയാണ്, വർഷത്തിൽ 2 തവണയെങ്കിലും. ഓക്കെ, വർഷത്തിൽ 2 തവണയെങ്കിലും എന്ന് ഓർത്തോണം. ഗ്രാമസഭ വർഷത്തിൽ 2 തവണയെങ്കിലും, കേട്ടോ, വർഷത്തിൽ 2 തവണയെങ്കിലും. അങ്ങനെയാണെങ്കിൽ ആ ഡേറ്റ് ഏതൊക്കെയാ? ഏപ്രിൽ 14, ഒക്ടോബർ 3. ഓക്കെ, ഏപ്രിൽ 14, ഒക്ടോബർ 3. ഏപ്രിൽ 14, ഒക്ടോബർ 3. ഓക്കെ, ഏപ്രിൽ 14, ഒക്ടോബർ 3 ഗ്രാമസഭ. ഏപ്രിൽ 14, ഒക്ടോബർ 3. ഏപ്രിൽ 14, ഒക്ടോബർ 3. അപ്പൊ വർഷത്തിൽ 2 തവണ എങ്കിലും, മിനിമം പറയുന്നത് 2 തവണ എങ്കിലും എന്ന്, കേട്ടോ. ഓക്കെ, അപ്പോ ഒരു വെറൈറ്റി ഉണ്ട്. എന്ത് ചെയ്ത് വരും. പ്രാദേശിക വികസന പ്രവർത്തനങ്ങളിൽ ജനങ്ങളുടെ പങ്കാളിത്തം പ്രോത്സാഹിപ്പിക്കുന്നതിനായി നിലവിൽ വന്നു. അല്ലെങ്കിൽ സ്വതന്ത്ര ഇന്ത്യയിൽ നമ്മുടെ ഈ പഞ്ചായത്ത് രാജ് ഗ്രാമസഭയൊക്കെയായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ നടന്നു വന്നത് എന്ത് പരിപാടി പ്രകാരമാണ്? കമ്മ്യൂണിറ്റി ഡെവലപ്മെന്റ് പ്രോഗ്രാം പ്രകാരമാണ്. റിവിഷൻ, പഞ്ചായത്ത് രാജ് നിയമം പാസ്സാക്കിയ പ്രധാനമന്ത്രി നരസിംഹറാവു ആണ്. റിവിഷൻ, നരസിംഹറാവു ആണ്. ഓക്കെ, 1993 ഏപ്രിൽ 24 അല്ലെ. ഇനി പഞ്ചായത്തുകളുടെ രൂപീകരണവുമായി ബന്ധപ്പെട്ട ഭരണഘടന വകുപ്പ് ഏതാ? അനുച്ഛേദം ഏതാ? അനുച്ഛേദം 40 അല്ലെ. ഓക്കെ, പിന്നെ വർഷത്തിൽ 4 തവണ ഗ്രാമസഭ സമ്മേളനങ്ങൾ, കേട്ടോ, 4 തവണ. നമ്മൾ പറഞ്ഞത് എത്ര? മിനിമം 2 തവണയെങ്കിലും ഉണ്ടായിരിക്കണം. മിനിമം 2 തവണ. ആ 2 തവണ എപ്പോഴൊക്കെയായിരുന്നു? റീകളക്ട് ചെയ്തേ. ഏപ്രിൽ 14, ഒക്ടോബർ 3. ഏപ്രിൽ 14, ഒക്ടോബർ 3 അല്ലെ.
ഏപ്രിൽ 14, ഒക്ടോബർ 3 ഓർത്തു വെച്ചോണം. ഓക്കെ, അപ്പം 4 തവണ സമ്മേളനങ്ങൾ നടക്കാറുള്ള സംസ്ഥാനങ്ങൾ ഓർത്തോണം. ആസാം, ഗോവ, തമിഴ്നാട്, കേരളം അതുകൊണ്ട് ഇമ്പോർട്ടന്റ് ആണ്. ഒഡീഷ, ഛത്തീസ്ഗഡ്, രാജസ്ഥാൻ ഓർത്തു വെച്ചോണം. 4 തവണ, മിനിമം 2 തവണയാണ്. മിനിമം 2 തവണ, വർഷത്തിൽ 4 തവണ നടക്കാറുള്ളത് ഇത്രയും സംസ്ഥാനങ്ങൾ കേരളമുണ്ട്. കേരളത്തിൽ 4 തവണ ഒരു വർഷം നടക്കാറുണ്ട് എന്ന് ഓർത്തു വെച്ചോണം. ഓക്കെ, ഇനി ഇവിടുത്തെ ക്വാറമുണ്ട്. അതായത് കേരളത്തിലെ ഗ്രാമസഭ സമ്മേളിക്കുന്നതിന്റെ അംഗസംഖ്യ 1/10 ആയിരിക്കണം. അപ്പൊ ഈ പ്രീവിയസ് ഇയർ ചോദ്യങ്ങളുണ്ട്. നമ്മുടെ രാജ്യസഭയുടെ ലോക്സഭയുടെ ക്വാറം എത്രയാണെന്ന്. ക്വാറം എന്ന് പറഞ്ഞാൽ എന്താ പറയാ, മിനിമം ഇത്ര പേരുണ്ടെങ്കിലേ ആ ഒരു സമ്മേളനം നടക്കാൻ പറ്റും. ഓക്കെ, നിങ്ങൾ ഇമാജിൻ ചെയ്യുക, നമ്മുടെ ഒരു ക്ലാസ് 100 പേരുള്ള ക്ലാസ്സാ. മിനിമം 1/10 ആൾക്കാരുണ്ടെങ്കിൽ അത് ക്ലാസ് കണ്ടക്ട് ചെയ്യും. മിനിമം 1/10 ആൾക്കാരുണ്ടെങ്കിൽ ക്ലാസ് കണ്ടക്ട് ചെയ്യും. അതായത് 1/10 എന്ന് പറയുമ്പോൾ 100ലാണെങ്കിൽ 10 അല്ലെ. അപ്പൊ ഇത് ഓർത്ത് വെച്ചോണം, ആകെ അംഗസംഖ്യ 1/10 ഭാഗമാണ്. അതായത് നമ്മുടെ രാജ്യസഭയിലെയും ലോക്സഭയിലെയും ക്വാറം എത്രയാണെന്ന് ചോദിച്ചാലും 1/10 ആണ്. ക്വാറത്തെ പറ്റി പറയുന്ന ആർട്ടിക്കിൾ 100 ആണ്. ക്വാറത്തെ പറ്റി പറയുന്ന ആർട്ടിക്കിൾ 100 ആണ്. ഓക്കെ, രാജ്യസഭയുടെയും ലോക്സഭയുടെയും ക്വാറം 1/10 ആണ്. ക്വാറം എന്ന് വെച്ചാൽ എന്താ, മിനിമം ഇത്ര പേരുണ്ടെങ്കിൽ മാത്രമേ ആ സമ്മേളനം നടക്കൂ. മിനിമം ഇത്ര പേരുണ്ടെങ്കിൽ മാത്രമേ ആ പരിപാടി നടക്കൂ. മിനിമം എത്ര പേരുണ്ടെങ്കിൽ മാത്രമേ ആ ക്ലാസ് നടക്കൂ. ഓർത്താൽ മതി, 1/10 ആണ്. ഓക്കെ, അപ്പൊ രാജ്യസഭയിൽ 250 പേരുണ്ടെങ്കിൽ ക്വാറം 1/10 ആണെങ്കിൽ എത്ര പേരുണ്ടെങ്കിലേ ആ സമ്മേളനം നടക്കത്തുള്ളൂ? 25 അല്ലെ. ഇത് ഓർത്ത് വെച്ചോളൂ, ഇമ്പോർട്ടന്റ് അല്ലേ, മറക്കരുത്. ഇനി ഗ്രാമസഭ ഒരു സ്ഥിരം സമിതിയാണ്. ഗ്രാമസഭകളെ കുറിച്ച് പരാമർശിക്കുന്ന ചാണക്യന്റെ കൃതിയാണ് അർത്ഥശാസ്ത്രം. ചാണക്യന്റെ കൃതി അർത്ഥശാസ്ത്രം. ഇതും റിപ്പീറ്റഡ് കീ വയ്ക്കുക. ചാണക്യന്റെ കൃതി, ചാണക്യൻ വേറെ പേര് കൗടല്യ. ചാണക്യൻ, കൗടല്യ. ഓക്കെ, കൃതി എന്ന അർത്ഥശാസ്ത്രമാണ്. ഇനി പഞ്ചായത്ത് രാജിന്റെ ഭരണഘടനാ സാധ്യത 73ാം ഭേദഗതി 11ാം പട്ടികയിൽ കൂട്ടിച്ചേർത്തു. എത്ര വിഷയങ്ങളാ? 29 വിഷയങ്ങൾ. ഏത് ഭാഗത്താണുള്ളത് പഞ്ചായത്ത് രാജ്? ഭാഗം 9. ഓക്കെ, ഇത്രയൊക്കെ അല്ലേ, അത് മതി. ത്രിതല പഞ്ചായത്ത് രാജ് സംവിധാനത്തിലെ ഏറ്റവും താഴത്തെ തലം ഏതായിരുന്നു? ഗ്രാമപഞ്ചായത്ത്. ഏറ്റവും മുകളിലത്തേത് ഏതായിരുന്നു? ജില്ലാ പഞ്ചായത്ത്. റിവിഷൻ അല്ലേ. ഓക്കെ, ഇനി ഗ്രാമസ്വരാജ് എന്ന പദം ആദ്യമായി ഉപയോഗിച്ചത്, ഗ്രാമസ്വരാജ് എന്ന പദം ആദ്യമായി ഉപയോഗിച്ചത് ഗാന്ധിജി അല്ലെ. അപ്പൊ ഒരു റിവിഷൻ നമുക്ക് പറയണ്ടേ. പഞ്ചായത്ത് രാജ് എന്നുള്ള പദം ആദ്യമായി ഉപയോഗിച്ചത് ആരായിരുന്നു? 1959 ഒക്ടോബർ 2 ഉദ്ഘാടനം ചെയ്ത് അദ്ദേഹം തന്നെയാണ്. പഞ്ചായത്ത് രാജ് എന്നുള്ള വേർഡ് ആദ്യമായി ഉപയോഗിച്ചത് ജവഹർലാൽ നെഹ്റു. ഓക്കെ, പഞ്ചായത്ത് രാജ് എന്നുള്ള പദം ആദ്യമായി ഉപയോഗിച്ചത് നെഹ്റു. ഗ്രാമസ്വരാജ് എന്ന പദം ആദ്യമായി ഉപയോഗിച്ചത് ഗാന്ധിജി. ഓക്കെ, പഞ്ചായത്ത് രാജ് ആദ്യം ഉപയോഗിച്ചത് നെഹ്റു, ഗ്രാമസ്വരാജ് എന്ന പദം ആദ്യമായി ഉപയോഗിച്ചത് ഗാന്ധിജിയുമാണ്. ഓക്കെ, ഇനി നമുക്ക് നോക്കാം. വികസന പ്രവർത്തനങ്ങളിൽ പൊതുജന പങ്കാളിത്തം 1952 കമ്മ്യൂണിറ്റി ഡെവലപ്മെന്റ് പ്രോഗ്രാം അല്ലെ. ഗ്രാമസഭയെ കുറിച്ച് പ്രതിപാദിക്കുന്ന ആർട്ടിക്കിൾ റിപ്പീറ്റഡ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ 243A ആണ്. 243B എന്തായിരുന്നു? പഞ്ചായത്തിന്റെ രൂപീകരണം. 243C എന്തായിരുന്നു? പഞ്ചായത്ത് രാജുമായി ബന്ധപ്പെട്ട നിയമങ്ങൾ നിർമ്മിക്കുന്നത് സംസ്ഥാന നിയമസഭയാണ്, ലെജിസ്ലേറ്റീവ് അസംബ്ലികളാണ്. 243D എന്തായിരുന്നു? സംവരണവുമായി ബന്ധപ്പെട്ടതാ. 243E എന്തായിരുന്നു? 5 വർഷമാണ് കാലയളവ് എന്ന് പറയുന്നത്. ഈ 5 വർഷം ഓർത്തോണം അല്ലെ. 243G എന്തായിരുന്നു? അധികാരം, ഉത്തരവാദിത്തം, കടമകൾ ഒക്കെയാണ് ഇതിലുള്ളത്. ഇനി 243I എന്തായിരുന്നു? I ഇൻകം ധനകാര്യ കമ്മീഷൻ. അങ്ങനെ കണക്ട് ചെയ്ത് വെച്ചോണം കേട്ടോ. ഇനി ഇത് ഇമ്പോർട്ടന്റ് ആണ്. ഇന്ത്യയിൽ ഗ്രാമസഭ വർഷമായി ആചരിച്ചത് 1999, 2000. ഓക്കെ, ഗ്രാമസഭാ വർഷം 1999, 2000. ഓർത്ത് വെച്ചോളൂല്ലോ. ബാക്കി ഫുൾ റിവിഷനാണ് അല്ലെ. ഇനി അടുത്ത ഇമ്പോർട്ടന്റ് സൂപ്പർ ടോപ്പിക്, കേരളത്തിൽ പഞ്ചായത്ത് രാജ് ആക്ട് പാസ്സാക്കിയത്. ഓക്കെ, അത് എപ്പോഴാണ്? 1994. ഇത് ചോദിച്ചിട്ടുണ്ട്. 94 ഏപ്രിൽ 23. 1994 ഏപ്രിൽ 23. 1994 ഏപ്രിൽ 23. ഓക്കെ അല്ലേ ഇത്? എന്നാൽ പഞ്ചായത്ത് രാജ് നിയമം നിലവിൽ വന്നതോ? ഒരു റിവിഷൻ. 1993 ഏപ്രിൽ 24. കേരളത്തിൽ പഞ്ചായത്ത് രാജ് നിയമം പാസ്സാക്കിയതോ? 94 പാസ്സാക്കിയതാണ്. അതാണ് ചോദിച്ചിട്ടുള്ളത്. ഏപ്രിൽ 23. ഇത് ഓർത്ത് വെച്ചോളൂ. ഇത് നിയമം നിലവിൽ വന്നത് ഇന്ത്യയില്
കേരളത്തിൽ പാസ്സാക്കിയത് 94 ഏപ്രിൽ 23, നിലവിൽ വന്നത് 95 ഒക്ടോബർ 2. 95 ഒക്ടോബർ 2. ഇതൊക്കെയായി ബന്ധപ്പെട്ട ക്വിസുകളും പോളുകളും ഡെയിലി നടക്കാറുണ്ട് നമ്മുടെ ടെലിഗ്രാം ചാനലിൽ. നിങ്ങൾ ടെലിഗ്രാമിൽ പോയി ഫാൽക്കൺ PSC എന്നോ ഫാൽക്കൺ മാക്സ് എന്നോ ഒക്കെ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടും. ഓക്കെ, അപ്പൊ കണ്ടന്റുകളുണ്ട്, അവിടെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഇടാറുണ്ട്, നോട്ടിഫിക്കേഷൻ ഡീറ്റെയിൽസ് ഇടാറുണ്ട്, ഡെയിലി പോളുകളും ക്വിസുകളും എല്ലാം നടക്കാറുണ്ട് കേട്ടോ. ജോയിൻ ചെയ്ത ടെലിഗ്രാമിലെ. അപ്പം കേരളത്തിൽ പാസ്സാക്കിയത് 94 ഏപ്രിൽ 23, നിലവിൽ വന്നത് 95 ഒക്ടോബർ 2. 95 ഒക്ടോബർ 2. ഓക്കെ അല്ലേ? ഇനി കേരള മുനിസിപ്പാലിറ്റി ആക്ട് നിലവിൽ വന്നത് 94 മെയ് 30. അധികം ചോദിച്ചിട്ടില്ല, പക്ഷെ ഓർത്ത് വെച്ച് വേണം ചോദിക്കാം. മുനിസിപ്പാലിറ്റി ആക്ട് 94 മെയ് 30. മുനിസിപ്പാലിറ്റി ആക്ട് 94 മെയ് 30. ഓക്കെ, ഇനി ആദ്യ മുനിസിപ്പൽ കോർപ്പറേഷൻ മദ്രാസ് ആണ്. ഓക്കെ, ഏറ്റവും പഴക്കം ചെന്ന മുനിസിപ്പൽ കോർപ്പറേഷനും മദ്രാസ് ആണെന്ന് ഓർത്തോണം. ഇത് ഇത്ര ഓർത്ത് വെച്ചോളൂല്ലോ. മുംബൈ, കൊൽക്കത്ത എന്നിവിടങ്ങളിൽ മുനിസിപ്പൽ കോർപ്പറേഷൻ സ്ഥാപിതമായത് 1726. അപ്പൊ ഏറ്റവും പഴക്കം ചെന്നതും ആദ്യത്തേതും അല്ലെ, ആദ്യ മുനിസിപ്പൽ കോർപ്പറേഷനും മദ്രാസ് ആണ്. അപ്പൊ PSC ഇത് ചോദിച്ചു, ആൻസർ ഒക്കെ മാറ്റി കൊടുക്കുകയും ക്യാൻസലും ഒക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷെ നമ്മൾ പഠിച്ചു വെച്ചു മദ്രാസ് ആണെന്ന് ഓർത്തോണം. ഓക്കെ, മദ്രാസ് ആണ്. ഇതെല്ലാം നമ്മൾ പറഞ്ഞതാണ്. റിവിഷനോട് റിവിഷൻ. 82 ലോർഡ് റിപ്പൺ പോരെ. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ പിതാവ് ലോർഡ് റിപ്പൺ. ഇതൊക്കെ തന്നെ റിപ്പീറ്റഡ്. ഓക്കെ, 74 ഭേദഗതി പ്രകാരം നഗരപാലിക ബില്ല് പാർലമെന്റ് പാസ്സാക്കിയത് 92. പാർലമെന്റ് പാസ്സാക്കിയ ബിൽ നിലവിൽ വന്ന് 93 ജൂൺ 1. മുനിസിപ്പാലിറ്റി ആക്ട് നഗരപാലിക നിയമം. അപ്പൊ പഞ്ചായത്ത് രാജ് നിയമവും 1993 ഏപ്രിൽ 24. നഗരപാലിക നിയമം മുനിസിപ്പാലിറ്റി നിയമം 1993 ജൂൺ 1 അല്ലേ? അപ്പൊ കേരളത്തിലേതോ 1994 ഏപ്രിൽ 23. റിവിഷൻ ആയില്ലേ? ഇത്ര എണ്ണം നല്ല റിവിഷൻ കിട്ടിയില്ലേ? ഓക്കെ അല്ലേ? ഇനി അടുത്തത്, ഈ നഗരപാലിക നിയമങ്ങൾ ഉൾപ്പെടുത്തിയിരിക്കുന്ന പട്ടിക എത്രയാണ്? 12. അപ്പൊ ഒന്നുകൂടെ ഞാൻ പറയാം. 73 ഭേദഗതി പഞ്ചായത്ത് രാജുമായി ബന്ധപ്പെട്ടതാണ്. 11ാമത്തെ പട്ടികയാണ്. അതിൽ 29 വിഷയങ്ങളുണ്ട്. ഏത് ഭാഗത്താണ്? 9ാം ഭാഗം. ഇനി 74ാമത്തെ ഭേദഗതിയോ മുനിസിപ്പാലിറ്റി നഗരപാലിക നിയമവുമായി ബന്ധപ്പെട്ടതാ. 12ാമത്തെ പട്ടിക ഭാഗം 9A-യിലാണ്. റിവിഷൻ അല്ലേ? ഇത്ര എണ്ണം കിട്ടിയില്ലേ? വർഷങ്ങളും കിട്ടിയിട്ടുണ്ടല്ലോ. ഓക്കെ, ഇതിന്റെ ക്വിസ് എല്ലാം ഗ്രൂപ്പിൽ കാണും. ഈ വീഡിയോ കണ്ടു തീർത്ത ഉടനെ നിങ്ങൾ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. അവിടെ അതിന്റെ പോളുകൾ ഉണ്ടായിരിക്കും. ഓക്കെ, അപ്പോൾ കേരളത്തിലെ മുനിസിപ്പാലിറ്റികളുടെ എണ്ണം 87. ഓക്കെ അല്ലേ? ചെയർമാനാണ്. എന്ത് അധ്യക്ഷനായിട്ടുള്ളത് ആരാ? ചെയർമാനാണ് അല്ലെ? ചെയർമാൻ അല്ലെങ്കിൽ ചെയർപേഴ്സൺ ആണ്. ഓക്കെ ആണല്ലോ. പിന്നെ ആദ്യ മുനിസിപ്പൽ കോർപ്പറേഷൻ കേരളത്തിലെ തിരുവനന്തപുരവും, അവസാനത്തേത് ഏതാണ്? അവസാനം രൂപീകരിച്ചത് കണ്ണൂരുമാണ്. ആദ്യത്തെ തിരുവനന്തപുരം, അവസാനത്തേത് കണ്ണൂർ. ആദ്യത്തെ തിരുവനന്തപുരം, അവസാനത്തേത് കണ്ണൂരുമാണ്. ഓക്കെ ആണല്ലോ. കേരളത്തിൽ കോർപ്പറേഷനുകളുടെ എണ്ണം 6. മുനിസിപ്പാലിറ്റികൾ എത്രയായിരുന്നു? 87. കോർപ്പറേഷൻ എത്രയായിരുന്നു? 6. മുനിസിപ്പാലിറ്റി 87, കോർപ്പറേഷൻ 6 ആണെന്ന് ഓർത്ത് വെച്ചോളാം. ഓക്കെ അല്ലേ? മുനിസിപ്പാലിറ്റി 87, കോർപ്പറേഷൻ 6. അത് രണ്ടും ചോദിച്ചിട്ടുണ്ട്, അതുകൊണ്ട് അത് ഓർത്ത് വെച്ചോളെ. ആദ്യത്തേതും അവസാനത്തേതും ചോദിച്ചിട്ടുണ്ട്. നമ്മുടെ ഈ ഒരൊറ്റ ക്ലാസ്സിൽ മാത്രം ഒരു 10-15 ചോദ്യം എങ്കിലും മിനിമം പറഞ്ഞാണ്, അല്ലെ അതിൽ കൂടുതൽ ഉണ്ടല്ലേ ഉള്ളൂ കേട്ടോ. അപ്പോ ഇതൊക്കെ ഇവര് പറഞ്ഞ കോഡ്സുകളാണ്. ഓക്കെ, തന്നിട്ടുണ്ട്. ഇനി കമ്മീഷനുകൾ നമ്മൾ ഓൾറെഡി പറഞ്ഞെങ്കിലും ഇവിടെ നിങ്ങൾക്ക് ടൈം സ്റ്റാമ്പ് തരും പെട്ടെന്ന് പഠിക്കാൻ വേണ്ടി, അല്ലെ പെട്ടെന്ന് ഇതിലേക്ക് എത്താൻ വേണ്ടി. അപ്പൊ ഇതുവരെ കണ്ടവരുണ്ടായാൽ എന്ത് ചെയ്യണം? നിങ്ങളൊന്ന് പോസ് ചെയ്ത് ഒരു 5 മിനിറ്റ് കഴിഞ്ഞ് ഫ്രീ ആയിട്ട് റിലാക്സ് ചെയ്തിട്ട് ഈ കമ്മീഷനുകൾ കാണാം. അപ്പൊ ഒന്നും മറന്ന് പഠിക്കുന്നത് ഏറ്റവും സൂപ്പർ എപ്പോഴും എന്നാണ് എന്റെ അഭിപ്രായം. ഓക്കെ, അപ്പോൾ പഞ്ചായത്ത് രാജുമായി ബന്ധപ്പെട്ട കമ്മീഷണർ ഓൾറെഡി നമുക്ക് 3-4 പഠിച്ചു കഴിഞ്ഞു കേട്ടോ. അതുകൊണ്ട് പേടിക്കേണ്ട, ഒന്നുമില്ല, പെട്ടെന്ന് പഠിക്കാം. നോക്കിയേ, ബൽവന്ത് റായ് മേത്ത കമ്മിറ്റിയെ പറ്റിയാണ് ഈ തന്നിട്ടുള്ളത്. ബൽവന്ത് റായ് മേത്ത 1957 അല്ലെ? ബൽവന്ത് റായ് മേത്ത. ശരി, 3 എണ്ണം കണ്ടോ? 3 തരത്തിലെ ത്രിതല പഞ്ചായത്ത് രാജ്. ത്രിതല പഞ്ചായത്ത് രാജ് ബൽവന്ത് റായ് മേത്ത കാരണമാണ്. ത്രിതലം അല്ലെ? ഓക്കെ, അപ്പം ത്രിതല പഞ്ചായത്ത് രാജ് സംവിധാനം ശുപാർശ ചെയ്ത കമ്മീഷനാണ് ബൽവന്ത് റായ് മേത്ത കമ്മീഷൻ. അപ്പം ത്രിതല പഞ്ചായത്ത് രാജ്. ഓക്കെ, ത്രിതല പഞ്ചായത്ത് രാജ് 1957. ഓക്കെ, രാജസ്ഥാനിലാണ് 59 ആദ്യമായി പഞ്ചായത്ത് രാജ് സംവിധാനം നിലവിൽ വരുന്നത്. അപ്പൊ ഓർത്ത് വയ്ക്കുക, ത്രിതല പഞ്ചായത്ത് രാജ് ബൽവന്ത് റായ് മേത്ത. വേറെ ഒന്നും ഇവിടെ പഠിക്കണ്ട. ത്രിതല പഞ്ചായത്ത് രാജ് ബൽവന്ത് റായ് മേത്ത 1957. ഓക്കെ, ഇനി സന്താനം കമ്മീഷൻ. സന്താനം കമ്മീഷന്റെ എന്താ? പഞ്ചായത്ത് രാജ് സംവിധാനത്തിന്റെ ധനകാര്യങ്ങളിൽ
പഠനം നടത്താനാണ്, ധനകാര്യങ്ങളിന്മേൽ പഠനം നടത്താൻ നിയോഗിച്ചതാണ്. അപ്പം ധനം കൈകാര്യം ചെയ്യാൻ അല്ലെ, അല്ലെങ്കിൽ ധനം കൈകാര്യം ചെയ്യുന്നത് സന്താനമാണ് അല്ലെ, ധനം കൈകാര്യം ചെയ്യുന്നത് എന്റെ സന്താനമാണ് എന്ന് ചുമ്മാ പറഞ്ഞ് ഇത് ഓർത്ത് വെക്കാം. അപ്പം ധനം കൈകാര്യം ചെയ്യുന്നത് സന്താനമാണ്, മകനാണ് കൈകാര്യം ചെയ്യുന്നത്, മകളാണ് കൈകാര്യം ചെയ്യുന്നതെന്ന് പറയത്തില്ലേ. അപ്പൊ ധനം കൈകാര്യം ചെയ്യുന്നത് സന്താനമാണെന്ന് അങ്ങോട്ട് ഓർത്ത് കഴിഞ്ഞാൽ ഇത് വിട്ട്. ഓക്കെ, ധനകാര്യങ്ങളിന്മേൽ പഠനം നടത്തുക, എന്താ ധനകാര്യ സ്ഥാപനങ്ങളിന്മേൽ പഠനം നടത്തുകയാണ് സന്താനം കമ്മീഷൻ 1963. കമ്മിറ്റി ഓൺ പഞ്ചായത്ത് രാജ് ഇലക്ഷന്റെ ചെയർമാൻ ആയിരുന്നു കെ സന്താനം. ഇത് ഓർത്ത് വെച്ചോളെ, പഞ്ചായത്ത്. അപ്പൊ നമ്മൾ വേറെ പറഞ്ഞു, കമ്മിറ്റി ഓൺ പഞ്ചായത്ത് രാജ് ഇൻസ്റ്റിറ്റ്യൂഷൻ, മണ്ഡൽ കമ്മീഷൻ, ഇതൊക്കെ ആരായിരുന്നു? അശോക് മേത്ത അല്ലെ. കമ്മിറ്റി ഓൺ പഞ്ചായത്ത് രാജ് ഇൻസ്റ്റിറ്റ്യൂഷൻ, മണ്ഡൽ കമ്മീഷൻ എന്നറിയപ്പെടുന്നത് അശോക് മേത്ത. ഇവിടെ കമ്മിറ്റി ഓൺ പഞ്ചായത്ത് രാജ് ഇലക്ഷൻ അധ്യക്ഷൻ ആരായിരുന്നു? ചെയർമാൻ ആരായിരുന്നു? കെ സന്താനം. സന്താനവുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട ഒരു പോയിന്റ് നമ്മൾ പഠിക്കേണ്ടത് എന്താ? ധനകാര്യ സ്ഥാപനങ്ങളുമേൽ പഠനം. സന്താനമാണ് ധനം കൈകാര്യം ചെയ്യുന്നത്, സന്താനമാണ് ധനം കൈകാര്യം ചെയ്യുന്നത് കേട്ടോ. അപ്പൊ സന്താനം കമ്മീഷൻ ഓർത്ത് വെച്ചോളൂല്ലോ. ഓക്കെ, ഇനി സാദിഖ് അലി കമ്മീഷൻ. രാജസ്ഥാനിലെ പഞ്ചായത്ത് രാജ് സംവിധാനത്തിലുണ്ടായ പരാജയം അല്ലെ. ഓക്കെ, അപ്പൊ പരാജയ കാരണങ്ങളെ കുറിച്ച് പഠിക്കാൻ വേണ്ടിയായിരുന്നു. ഓക്കെ ആണല്ലോ. അപ്പൊ ഇങ്ങനെ ഓർത്താൽ മതി, പരാജയം നമുക്ക് പരാജയമായിട്ട് സാധിക്കില്ല, അല്ലെങ്കിൽ സാധിക്കില്ല, നമുക്കൊരു പരാജയമായിട്ട് പോകാൻ സാധിക്കില്ല, പരാജയമായിട്ട് മുന്നോട്ട് പോകാൻ സാധിക്കില്ല, പരാജയമായി മുന്നോട്ട് പോകാൻ സാധിക്കില്ല. ധനം കൈകാര്യം ചെയ്യുന്നത് സന്താനമാണ്. ധനകാര്യ സ്ഥാപനങ്ങളുടെ പഠനം സന്താന കമ്മീഷൻ. ധനം കൈകാര്യം ചെയ്യുന്നത് സന്താനമാണ്, പരാജയമായി മുന്നോട്ട് പോകാൻ സാധിക്കില്ല. അപ്പൊ പരാജയങ്ങളെ പറ്റി പഠിക്കാൻ വേണ്ടിയുള്ള സാദിഖ് അലി കമ്മീഷനാണ്. ഇത്രയും കിട്ടിയോ? ഒന്നുകൂടെ ഞാൻ റിവൈസ് ചെയ്ത് പറയാം. ബൽവന്ത് റായ് മേത്ത 1957, ത്രിതല പഞ്ചായത്ത് രാജ്. ഓക്കെ, പിന്നെ നമ്മൾ പറഞ്ഞതാ ധനകാര്യ സ്ഥാപനങ്ങളുമേൽ പഠനം. ധനം കൈകാര്യം ചെയ്യുന്നത് സന്താനമാണ്, അപ്പൊ ധനകാര്യ സ്ഥാപനങ്ങളുമേൽ പഠനം സന്താനം. ഇനി അടുത്തത് സാദിഖ് അലി. എന്തായാലും സാധിക്കില്ല മുന്നോട്ട് പോകാൻ, എന്തുമായിട്ട്? പരാജയം. അപ്പം രാജസ്ഥാനിലെ പഞ്ചായത്ത് രാജ് സംവിധാനത്തിലുണ്ടായ പരാജയം അല്ലെ, അതിനെപ്പറ്റി പഠിക്കണം. അപ്പൊ പരാജയമായി മുന്നോട്ട് പോകാൻ സാധിക്കില്ല, പരാജയമായി മുന്നോട്ട് പോകാൻ നമുക്ക് സാധിക്കില്ല, നമ്മൾ വിജയിക്കും എന്ന് ഓർത്തോളാം. അപ്പം പരാജയം സാധിക്കല്. ഓക്കെ, പരാജയം സാധിക്കല് ഓർത്ത്, പരാജയമായി മുന്നോട്ട് പോകാൻ സാധിക്കില്ല. ഇത് നല്ലപോലെ നിങ്ങൾക്ക് മനസ്സിലായതാണ് എന്റെ ഒരു വിശ്വാസം. അതുകൊണ്ട് അടുത്തതിലോട്ട് പോകുക. അതിന്റെ ഒന്നും വർഷം നിങ്ങൾ അങ്ങനെ നോക്കിയിരിക്കണ്ട കേട്ടോ. ഇനി GL വ്യാസ് കമ്മീഷൻ. പഞ്ചായത്ത് രാജ് സംവിധാനത്തിന്റെ പ്രവർത്തനം മെച്ചപ്പെടുത്താൻ, ഓക്കെ, GL വ്യാസ്. ഓക്കെ, മെച്ചപ്പെടുത്താൻ GL വ്യാസ്, മെച്ചപ്പെടുത്താനായിട്ട് GL വ്യാസ് ആണ്, മെച്ചപ്പെടുത്താൻ GL വ്യാസ്. ഓക്കെ, മെച്ചപ്പെടുത്താനായി നിർദ്ദേശങ്ങൾ സമർപ്പിച്ചതാണ് ഈ GL വ്യാസ് കമ്മീഷൻ. അത് ഓക്കെയാണോ? GL വ്യാസ്, മെച്ചപ്പെടുത്താൻ GL വ്യാസ്. ഓക്കെ, മെച്ചപ്പെടുത്താൻ GL വ്യാസ്. റെഡി? ഇനി അശോക് മേത്ത. അശോക് മേത്തയുടെ നമ്മൾ എന്താ പറഞ്ഞത്? 1977 നിയമിച്ചു, 78 റിപ്പോർട്ട് കൊടുത്തു. ത്രിതല പഞ്ചായത്ത് രാജിന് പകരം ദ്വിതരം മതി, 2 ടയർ മതി എന്നുള്ള ശോകമായിട്ടുള്ളത് പറഞ്ഞത് ആരാണ് എന്ന് ഓർത്താൽ മതി കേട്ടോ. അപ്പൊ ദ്വിതല പഞ്ചായത്ത് രാജ് സംവിധാനം എന്ന നിർദ്ദേശം മുന്നോട്ട് വെച്ചു അശോക് മേത്ത. അപ്പൊ ഇതുവരെ പറഞ്ഞ കമ്മീഷൻസ് ഒന്നുകൂടെ ഞാനങ്ങ് പറയുക, പിന്നെയും പഠിച്ചു പോവാം. ബൽവന്ത് റായ് മേത്ത 1957 അല്ലെ. അത് കഴിഞ്ഞിട്ട് പഞ്ചായത്ത് രാജിലെ ധനകാര്യ സ്ഥാപനങ്ങളെ പറ്റി പഠിക്കാൻ സന്താനം അല്ലെ. അത് കഴിഞ്ഞ് സാധിക്കില്ല, പരാജയം. രാജസ്ഥാനിലെ പഞ്ചായത്ത് രാജിലുണ്ടായ പരാജയത്തെ പറ്റി പഠിക്കാൻ, പരാജയമായി മുന്നോട്ട് പോകാൻ സാധിക്കില്ല, സാധിക്കല് അത്. പിന്നെ മെച്ചപ്പെടുത്താൻ GL വ്യാസ് അല്ലെ, മെച്ചപ്പെടുത്താൻ GL വ്യാസ്. ഓക്കെ, പ്രവർത്തനം മെച്ചപ്പെടുത്താൻ GL വ്യാസ്. അശോക് മേത്ത എന്താ പറഞ്ഞ? ശോകമായി എന്തോ പറഞ്ഞല്ലോ, 3 ടയർ അല്ല 2 ടയർ മതി എന്ന് പറഞ്ഞു അശോക് മേത്ത. ഈ അശോക് മേത്ത കമ്മീഷന്റെ വേറെ പേരുകൾ ഓർമ്മയുണ്ടോ? കമ്മിറ്റി ഓൺ പഞ്ചായത്ത് രാജ് ഇൻസ്റ്റിറ്റ്യൂഷൻ, മണ്ഡൽ കമ്മീഷൻ, ഇങ്ങനെയൊക്കെ അറിയപ്പെടുന്ന അശോക് മേത്ത. 77, 78 PSC മിക്കവാറും 78 തരാറുണ്ട്, ഓർത്ത് വെച്ചോണം. ഓക്കെ, ഇനി GVK റാവു കമ്മീഷൻ. GVK റാവു നമ്മൾ നേരത്തെ പറഞ്ഞു, ജീവിക്കാനായി പ്ലാനിങ് വേണം, വേണ്ടേ? 85 അത്ര എനിക്ക് ഓർമ്മയുണ്ട്. ജീവിക്കാനായി പ്ലാനിങ് വേണം. അപ്പം GVK റാവു കമ്മീഷൻ 1985. പ്ലാനിങ് കമ്മീഷൻ ഗ്രാമീണ വികസനത്തിനായി പഠനം നടത്തി നിർദ്ദേശങ്ങൾ സമർപ്പിക്കുന്നത്. പ്ലാനിംഗ് കമ്മീഷൻ ആണ് നിയമിച്ചത്. പ്ലാനിംഗ് കമ്മീഷൻ, പ്ലാനിംഗ് വേണം ജീവിക്കാൻ. അപ്പൊ GVK റാവു പ്ലാനിംഗ് കമ്മീഷൻ നിയമിച്ചതാണ്. GVK റാവു പ്ലാനിംഗ് കമ്മീഷൻ നിയമിച്ചത് 1985. പ്ലാനിംഗ് കമ്മീഷൻ നിയമിച്ചതാണ് GVK റാവു. ജീവിക്കാൻ പ്ലാനിംഗ് വേണം 1985. ഓക്കെ, ഇനി LM സിംഗ്വി കമ്മീഷൻ. പഞ്ചായത്ത് രാജിന് ഓക്കെ എന്താ? ഭരണഘടനാ പദവി അല്ലെ, ഭരണഘടനാ വിധേയമാക്കണം, ഭരണഘടന കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡി ആക്കണം, ഭരണഘടനാ പദവി നൽകണമെന്ന് പറഞ്ഞ വ്യക്തിയാണ് LM സിംഗ്വി. PSC ഇത് എപ്പോ ചോദിച്ചാലും ഇതിന് ഉത്തരം ഇതാ, LM സിംഗ്വി.
ഭരണഘടനാ പദവി നൽകണം എന്ന് പറഞ്ഞ കമ്മീഷൻ ഏത്? LM സിംഗ്വി. പക്ഷെ അവസാനമായി ചോദിച്ച ഒരു 10 എക്സാം എടുത്താൽ അതിലൊന്നും LM സിംഗ്വി ഓപ്ഷനിൽ ഇല്ല. അതിന് പകരം PK തുങ്കന ഉണ്ടായിരുന്നത്. അങ്ങനെ ആൻസർ അത് കൊടുക്കും. എന്നാൽ LM സിംഗ്വി ഉണ്ടെങ്കിൽ അതാണ് ഉത്തരം. പക്ഷെ അടുത്തിടെ നടന്ന 4-5 ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് എടുത്ത് നോക്കുമ്പോഴോ അല്ലെങ്കിൽ ഒരു 5 ക്വസ്റ്റ്യൻ പേപ്പേഴ്സിന്റെ അകത്തും ഉണ്ടായിരുന്ന ഉത്തരം എന്താ? PK തുങ്കന. അതിൽ ഓപ്ഷനിൽ LM സിംഗ്വി ഇല്ല. ആ ക്വസ്റ്റ്യൻസ് നമ്മളിപ്പോ ചെയ്യും. ഓക്കെ. പഞ്ചായത്ത് രാജ് സംവിധാനത്തിന് ഭരണഘടനാ സാധ്യത നൽകണം, ഭരണഘടനാ പദവി നൽകണം എന്ന് പറഞ്ഞത് LM സിംഗ്വിയാണ്. പഞ്ചായത്ത് രാജിന് ഭരണഘടനാ പദവി നൽകണം എന്ന് പറഞ്ഞ പാർലമെന്ററി കൺസൾട്ടേറ്റീവ് അല്ലെ പാർലമെന്ററി സബ് കമ്മിറ്റി അംഗം എന്ന് പറഞ്ഞ PK തുങ്കനുമാണ്. ഓക്കെ. എന്നാൽ LM സിംഗ്വി ഓപ്ഷനിൽ ഇല്ലേ PK തുങ്കനാണ് ഉത്തരം. നമുക്ക് നോക്കാം. ഓക്കെ. LM സിംഗ്വിയെ നിയമിച്ചത് രാജീവ് ഗാന്ധിയാണ്. LM സിംഗ്വി 1986. LM സിംഗ്വി 1986. ജീവിക്കാൻ പ്ലാനിങ് വേണം, അത് 85. ജീവിക്കാൻ പ്ലാനിങ് വേണം 85. അപ്പോൾ ഞാൻ ഒന്നുകൂടി എഴുതാൻ പോവാ. റിവിഷൻ. ബൽവന്ത് റായ് 1957 3 ടയർ വേണമെന്ന് പറഞ്ഞു. അശോക് മേത്ത 1977 നിയമിച്ചു. PSC എപ്പോഴും 78 മിക്കവാറും തരുന്നത്, കാരണം റിപ്പോർട്ട് സമർപ്പിച്ചത് അപ്പോഴാണ്. 2 ടയർ പറഞ്ഞു. പിന്നെ ഇമ്പോർട്ടൻ്റ് ഏതായിരുന്നു? LM സിംഗ്വി. LM സിംഗ്വി എന്തായിരുന്നു പറഞ്ഞത്? LM സിംഗ്വിയുടേത് 1986 ഭരണഘടനാ പദവി നൽകണം, കോൺസ്റ്റിറ്റ്യൂഷണൽ സ്റ്റാറ്റസ് നൽകണം എന്ന് പറഞ്ഞ വ്യക്തിയാണ് LM സിംഗ്വി അല്ലെ. പിന്നെ നമ്മൾ പറഞ്ഞതാ PK തുങ്കൻ. PK തുങ്കന്റെ എന്തായിരുന്നു? PK തുങ്കൻ പാർലമെന്ററി കൺസൾട്ടേറ്റീവ് അല്ലെങ്കിൽ സബ് കമ്മിറ്റി മെമ്പർ ആണ്. ഇദ്ദേഹം പറഞ്ഞു ഭരണഘടനാ പദവി നൽകണമെന്ന്. അങ്ങനെ പറഞ്ഞ പാർലമെന്ററി കൺസൾട്ടേറ്റീവ് അല്ലെ സബ് കമ്മിറ്റി മെമ്പർ ആരാന്ന് ചോദിച്ചാൽ അത് PK തുങ്കനുമാണ്. ഇത്ര എണ്ണം കിട്ടിയോ അല്ലേ? ഓക്കെ. അപ്പോൾ LM സിംഗ്വിയുടെ കിട്ടിയല്ലോ 86. PK തുങ്കൻ 1988 ഓർത്ത് വെച്ചോണേ. 88, 89 ഓർത്ത് വെച്ചോണേ. അപ്പൊ ജില്ലാതല പ്ലാനിങ്ങുകളുടെ എക്സെട്ര അവിടെ നിൽക്കട്ടെ. പഞ്ചായത്ത് രാജ് സംവിധാനത്തിന് ഭരണഘടനാ സാധ്യത നൽകണമെന്ന് നിർദ്ദേശം മുന്നോട്ട് വെച്ച ഇമ്പോർട്ടന്റ് ക്ലോസ് എന്താ? പാർലമെന്ററി കൺസൾട്ടേറ്റീവ് സബ് കമ്മിറ്റി അംഗമാണ് PK തുങ്കൻ. പക്ഷേ PSC അടുത്തിടയ്ക്ക് ചോദിച്ച എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും LM സിംഗ്വി ഓപ്ഷനിൽ ഇല്ലാത്തപ്പോൾ ഉത്തരം PK തുങ്കനാണ്. പാർലമെന്ററി കൺസൾട്ടേറ്റീവ് തന്നില്ലേ പോലും LM സിംഗ്വി ഓപ്ഷനിലില്ലേ PK തുങ്കന. അങ്ങനെ 5 ക്വസ്റ്റ്യൻ പേപ്പർ നമ്മളിപ്പോൾ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഓക്കെ ആകും. ഓക്കെ. അപ്പൊ PK തുങ്കൻ 1988, 89 ഓർത്തോണേ. ഇനി ഗ്ലാഡൻ കമ്മീഷൻ, VN ഗ്ലാഡൻ കമ്മീഷൻ എന്താ പറഞ്ഞത്? കാര്യക്ഷമമാക്കണം, അത്രേ ഉള്ളൂ. എങ്ങനെ കാര്യക്ഷമമാക്കണം എന്ന് പറഞ്ഞത് ഗ്ലാഡനാണ്. എങ്ങനെ കാര്യക്ഷമമാക്കണം എന്ന് പറഞ്ഞത് ഗ്ലാഡനാണ്. അപ്പൊ ഇതുവരെ പറഞ്ഞത് ചുമ്മാ ഒന്ന് റിവൈസ് ചെയ്ത് പറയുവാണെങ്കിൽ ബൽവന്ത് റായ് 3 ടയർ 1957, അശോക് മേത്ത 1977, 78 2 ടയർ ആക്കണം എന്ന് പറഞ്ഞു. മണ്ഡൽ കമ്മീഷൻ എന്നും അറിയപ്പെടും. കമ്മിറ്റി ഓൺ പഞ്ചായത്ത് രാജ് ഇൻസ്റ്റിറ്റ്യൂഷൻ എന്നും അറിയപ്പെടും. പിന്നെ ഭരണഘടനാ സാധ്യത നൽകണം എന്ന് പറഞ്ഞത് LM സിംഗ്വി. ഇനി ഭരണഘടനാ സാധ്യത നൽകണം എന്ന് പറഞ്ഞ പാർലമെന്ററി കൺസൾട്ടേറ്റീവ് അംഗം എന്ന് പറഞ്ഞാൽ PK തുങ്കൻ അല്ലെ. ഇവരാണ് പ്രധാനപ്പെട്ടത്. ബാക്കിയുള്ളവരൊക്കെ അഡീഷണൽ. സാധിക്കലി ഓർമ്മയുണ്ടോ? രാജസ്ഥാനിൽ പരാജയം ഉണ്ടായി പഞ്ചായത്ത് രാജിന്. അങ്ങനെ പരാജയത്തെ പറ്റി പഠിക്കാൻ, പരാജയമായി മുന്നോട്ട് പോകാൻ സാധിക്കില്ല, അതാണ് സാധിക്കല് അല്ലെ. പിന്നെ പ്ലാനിങ് GVK റാവു അല്ലെ, ജീവിക്കാൻ പ്ലാനിങ് കമ്മീഷൻ നിയമിച്ചത് നമ്മൾ പറഞ്ഞു. പിന്നെ എന്തൊക്കെയാ പറഞ്ഞത്? പ്രധാനപ്പെട്ടത് കാര്യക്ഷമമാക്കുന്നതിന് വേണ്ടി ഗ്ലാഡൻ അല്ലെ, കാര്യക്ഷമമാക്കുന്നതിന് വേണ്ടി ഗ്ലാഡൻ. എത്ര ഓക്കെയാണോ? റെഡി അല്ലേ? ഫ്യൂച്ചർ ഓഫ് ഇന്ത്യ ലൈസ് ഇൻ ഇറ്റ്സ് വില്ലേജ് അല്ലെ. ഓരോന്നും ഓരോ റിപ്പബ്ലിക് ആണ് എന്നൊക്കെ പറഞ്ഞത് ആരാ? മഹാത്മാഗാന്ധി. മഹാത്മാഗാന്ധി ആദ്യം ഉപയോഗിച്ച വാക്ക് ഏതാ? ഗ്രാമസ്വരാജ് അല്ലെ, ഗ്രാമസ്വരാജ്. ഇതും ഓർത്തു വെച്ചോണം. പഞ്ചായത്ത് രാജ് ഡേ എന്ന ഏപ്രിൽ 24, കാരണം നിലവിൽ വന്നത് 1993 ഏപ്രിൽ 24-നാണ്, അതുകൊണ്ടാണ് അല്ലെ. എന്നാൽ കേരളത്തിലോ റിവിഷൻ 1994 ഏപ്രിൽ 23-നാണ്. ഇത്ര ഓർത്ത് വെക്കുന്നില്ലേ അല്ലെ? ഓക്കെ. അപ്പം പഞ്ചായത്ത് രാജ് ഇല്ലാത്ത സ്റ്റേറ്റുകൾ ഏതൊക്കെ? അപ്പം ഒരു സ്റ്റേറ്റ്മെന്റ് തന്നിട്ടുണ്ട് എല്ലാ സംസ്ഥാനങ്ങളിലും പഞ്ചായത്ത് രാജ് വേണം, അങ്ങനല്ല. ഇല്ലാത്ത സ്റ്റേറ്റുകളുണ്ട്. നാഗാലാൻഡ്, മേഘാലയ, മിസോറാം അല്ലെ. നാഗാലാൻഡ്, മേഘാലയ, മിസോറാം, നാഗാലാൻഡ്, മേഘാലയ, മിസോറാം. പിന്നെ എല്ലാ യൂണിയൻ ടെറിട്ടറികളിലും ഡൽഹി ഒഴിച്ച്. അപ്പൊ ഡൽഹി ഉണ്ട് അല്ലെ, അത് ഓർത്ത് വെച്ചോളാം. ഇതൊരു ഇമ്പോർട്ടന്റ് ആണ്. നിങ്ങൾക്ക് ഇപ്പം ഡിഗ്രി ലെവൽ മെയിൻസിന് അല്ലെങ്കിൽ പല 10th ലെവല്
അല്ലെങ്കിൽ യൂണിഫോം പോസ്റ്റ് മെയിൻസിലൊക്കെ വരുമ്പോൾ ഇങ്ങനത്തേത് വരാം. ഒന്ന് ഓർത്ത് വെച്ചൊന്ന് അറിഞ്ഞാൽ മതി, നിങ്ങൾക്ക് കിട്ടിക്കോളും. അപ്പോൾ കുറച്ച് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഒന്ന് പോയി കണ്ടിട്ട് വന്നാലോ. അപ്പൊ നല്ല ഹാപ്പിയാണ്. നമ്മൾ ഇതുവരെ പഠിച്ചത് എല്ലാം ഒന്നുകൂടെ റിവിഷനും കിട്ടും. ഇത്രയും പഠിച്ചത് നിങ്ങൾക്ക് കറക്റ്റ് ആണോ, ഉപകാരപ്പെടുമോ എന്നൊക്കെ ഉള്ളതിനുള്ള ഒരു ഉത്തരമാണ് ഈ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ. അപ്പൊ ഇതുവരെ സക്സസ്ഫുള്ളി എത്തിയ എല്ലാവർക്കും കൺഗ്രാറ്റ്സ്. നിങ്ങൾക്ക് ഒരു കാര്യം അറിയാം, ഇത്രയും ഡ്യൂറേഷൻ ഉണ്ടെങ്കിൽ തന്നെ നിങ്ങൾക്ക് നല്ലപോലെ ബൈ ഹാർട്ട് ചെയ്യാൻ വേണ്ടിയാണ് റെപ്പറ്റീഷൻ വെച്ച് പറഞ്ഞത് അല്ലേ. ഓക്കെ, അപ്പൊ ഇതിന്റെ കണ്ടൻസ്ഡ് ആയിട്ട് ഒരു സംഭവം പറയുവാണെങ്കിൽ നിങ്ങൾ പഠിച്ചെടുക്കണം. പക്ഷെ ഇവിടെ നമ്മൾ ഒരുമിച്ച് പഠിച്ചെടുക്കുക, ഒരു ഗ്രൂപ്പ് സ്റ്റഡി ഫീൽ നിങ്ങൾക്ക് കിട്ടും. ഓക്കെ, അപ്പൊ തുടങ്ങാം. നോക്കി, ചുവടെ ചേർത്തിരിക്കുന്നവയിൽ ശരിയായ പ്രസ്താവന ഏത്? ശരിയായിട്ടുള്ളതെന്ന് പറയുമ്പോൾ ഒരു ടിക്ക് ഇട്ടേക്കണം, ഇവിടെ ഒരു അണ്ടർലൈൻ ചെയ്തേക്കണം. അപ്പൊ തെറ്റുണ്ടെങ്കിൽ ക്യാൻസൽ ചെയ്യാം, എലിമിനേഷൻ മെത്തേഡ് പഠിപ്പിക്കാതെ. 73-ാം ഭേദഗതി പഞ്ചായത്ത് രാജ് സംവിധാനവുമായി ബന്ധപ്പെട്ടത്, ശരിയാണ്. 74-ാം ഭേദഗതി നഗരപാലിക, ഓക്കെ. നെഹ്റു, അംബേദ്കർ തുടങ്ങിയവ, അതൊന്നും പറഞ്ഞിട്ടില്ല ഇവിടെ. അപ്പൊ 1, 2 ഇതിന്റെ ശരിയായിട്ടുള്ള ഉത്തരം BSc കൊടുത്തിട്ടുള്ളത് 1ഉം 2ഉമാണ്. ഡി ആണ് കേട്ടോ, 1ഉം 2ഉം ഉള്ളതാണ്. ഓക്കെ, അപ്പൊ 1ഉം 2ഉം ആണെന്നുള്ളത് ഓർത്തോണം. 19 ആൻസർ ഡി. അടുത്ത് 73-ാം ഭരണഘടനാ ഭേദഗതിയുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന നോക്കണം. 73 ത്രിതല ഭരണ സമ്പ്രദായം പ്രാദേശിക തലത്തിൽ പ്രാധാന്യം ചെയ്യുന്നു. ഓക്കെ, അത് സെറ്റല്ലേ? ആണ്. ജില്ലാ പഞ്ചായത്താണ് മേൽ ഘടകം, ആണല്ലോ. ഗ്രാമപഞ്ചായത്തായിരുന്നു ലാസ്റ്റ്, ജില്ലാ പഞ്ചായത്ത് ഏറ്റവും മേൽ ഘടകം. നമ്മൾ പറഞ്ഞു വന്നതാ. ഓക്കെ, എല്ലാ സംസ്ഥാനങ്ങളും ത്രിതല തദ്ദേശീയ ഭരണ സംവിധാനം അത്യന്താപേക്ഷിതമാണ്, ആണോ? നാഗാലാൻഡ്, മേഘാലയ, മിസോറാം ഇവിടെ ഇല്ലല്ലോ. അപ്പൊ ഈ സ്റ്റേറ്റ്മെന്റ് തെറ്റല്ലേ? അപ്പം തെറ്റായതുകൊണ്ടും ഇവിടെ ശരിയായിട്ടുള്ളതാണ് നമുക്ക് വേണ്ടതെന്നുള്ളത് കൊണ്ട് തെറ്റുള്ളത് 3 എല്ലാം ക്യാൻസൽ ചെയ്യും, അത് എലിമിനേഷനാണ്. ഇവിടെ 3 ഇതിലുണ്ട്, അപ്പൊ ഇത് ക്യാൻസൽ. ഇവിടെ ഉണ്ട്, ഇത് ക്യാൻസൽ. ഇത് ഇവിടെ ഉണ്ട്, ഇത് ക്യാൻസൽ. അതായത് ഇതിന്റെ ഉത്തരം 1 and 2 ഉള്ളു. എലിമിനേഷൻ മെത്തേഡ് വെച്ച് നമുക്ക് അറിയാത്ത ക്വസ്റ്റ്യൻസ് ചിലപ്പോൾ ഉപയോഗപ്പെടും. അടുത്ത് ചേരുംപടി ചേർക്കുക. നമ്മൾ വർഷങ്ങളൊക്കെ പറഞ്ഞു വെച്ചത് നന്നായി അല്ലേ. അപ്പം നോക്കാം. PK തുങ്കൻ ചിലപ്പോൾ മറന്നു പോയെങ്കിൽ അത് പോട്ടെ. ബൽവന്ത് റായ് മേത്ത നോക്കാം, അത് ഒത്തിരി പറഞ്ഞല്ലേ. 1957, അതങ്ങ് മാച്ച് ചെയ്തേക്കാം. അപ്പം 2ന്റേത് ഡി. 2D ഉള്ളത് ഏതൊക്കെയുണ്ട്? 2D ഉള്ളത് 3 അപ്പൊ ഇതങ്ങ് പോയി ആദ്യമേ. ശരി, അടുത്ത അശോക് മേത്ത 77, 78 റിപ്പോർട്ടും കൊടുത്തു. അപ്പൊ ഓക്കെ, 77, അതായത് 3ന്റേത് A. 3A ഉള്ളത് ഏതൊക്കെയുണ്ട്? ഇതുണ്ട്, ഇതുണ്ട്. അപ്പൊ ഇത് പോയി അല്ലെ, 2 പോയെ. പിന്നെ LM സിംഗ്വി കമ്മിറ്റിയുടെ ഉണ്ട്. LM സിംഗ്വി കമ്മിറ്റി എന്തുവായിരുന്നു? 1986. നമുക്കറിയാം. PK തുങ്കന്റെ ഓർമ്മയുണ്ടോ? 88, 89 റിപ്പോർട്ട് കൊടുത്തുകൊണ്ടാണ് 89 വന്നത്. അപ്പൊ ഇതാണ് ശരിയായിട്ടുള്ള ഉത്തരം. ഓക്കെ, റെഡി അല്ലേ? ഇത് CEOയ്ക്ക് ചോദിച്ചതാണ്, സിവിൽ എക്സൈസ് ഓഫീസർ ചോദിച്ച ചോദ്യമാണ്. റെഡി, അടുത്തതിലോട്ട് പോവാം. ഇങ്ങനെ നമുക്ക് കട്ട് ചെയ്ത് കളയാൻ പറ്റും കേട്ടോ. താഴെ തന്നിരിക്കുന്നതിൽ തെറ്റായ ജോഡികൾ ഏതൊക്കെ? തെറ്റായിട്ടുള്ളതാണ് വേണ്ടത്. ബൽവന്ത് റായ് മേത്ത 57, അത് ശരിയാണെന്നറിയാം. PK തുങ്കൻ 1990. PK തുങ്കൻ 1990 ആണോ? അശോക് മേത്ത 77, അത് ശരിയാ. സർക്കാരിയ കമ്മീഷൻ നമ്മൾ പറഞ്ഞിട്ടേ ഇല്ല, 83 പിന്നെ വേറെ വർഷങ്ങളിൽ സർക്കാരിയ കമ്മീഷനെ പറ്റി പഠിക്കാനുണ്ട്. അപ്പൊ ഇതിലെ തെറ്റായിട്ടുള്ളത് PK തുങ്കനാണ്. PK തുങ്കൻ നമ്മൾ പറഞ്ഞ വർഷങ്ങൾ ഓർമ്മയുണ്ടോ? ഇല്ലേ? 1988, എന്തേ 1988, 89 പറഞ്ഞിട്ടുണ്ട് അല്ലെ. PK തുങ്കന്റേത് 1988, 89 പറഞ്ഞിട്ടുണ്ട്. റിപ്പോർട്ട് കൊടുത്തത് 89. അതുകൊണ്ട് തെറ്റായിട്ടുള്ളത് 2. ഓക്കെ, 2 വരുന്നത് C ആണ്, ഓർത്തോണേ. അല്ലാതെ ഈ 2 എന്ന് പറഞ്ഞിട്ട് ഈ B പോയി ക്യാൻസൽ ചെയ്യില്ല. അങ്ങനെ ഞാൻ ചെയ്യുമായിരിക്കും, അല്ലെങ്കിൽ ഞാൻ ചെയ്തിട്ടുണ്ടെന്ന് വെച്ചാൽ നിങ്ങളെ ഞാൻ പറയുന്നില്ല, അങ്ങനെ ചെയ്യരുത് കേട്ടോ. ഓക്കെ, അടുത്തത് ഭരണഘടനയിലെ 73, 74 ഭേദഗതികൾ അനന്തരഫലങ്ങളിൽ പെടാത്തത് ഏതൊക്കെയാണ്? പെടാത്തത് ഓക്കെ, സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷൻ രൂപീകരണം നമ്മൾ പറഞ്ഞു ഓർമ്മയുണ്ട്. 73, 74 പെടും. 10ാമത്തെ പട്ടിക വരുത്തില്ല, അത് 52-ാം ഭേദഗതിയിലാണ് 10 വരുന്നത്. ഞാനിങ്ങനെ ഓർത്ത് വയ്ക്കുന്നത് 5 × 2 10. 10ാമത്തെ പട്ടിക 52-ാം ഭേദഗതി, 10ാമത്തെ പട്ടിക 73-ാം ഭേദഗതി, 11ാമത്തെ പട്ടിക 74-ാം ഭേദഗതി, 12ാമത്തെ പട്ടിക 1ാമത്തെ ഭേദഗതി, 9ാമത്തെ പട്ടിക, ഇങ്ങനെ. അപ്പൊ അടുത്ത് 11ാമത്തെ പട്ടിക 73 വരും, 12ാമത്തെ പട്ടിക 74 വരും. അപ്പൊ കൂട്ടത്തിൽ പെടാത്ത 2. അപ്പൊ ഇത് ഓക്കെ. അടുത്തതിലോട്ട് പോവാം. 73ാമത്തെ ഭരണഘടനാ ഭേദഗതി എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഏതാ? പഞ്ചായത്ത് രാജുമായി ബന്ധപ്പെട്ടിരിക്കുന്നു അല്ലേ. എളുപ്പമല്ലേ?
മാർഗനിർദ്ദേശക തത്വങ്ങളാണ് DPSP. ഭാഗം 4 കിടക്കുന്നു. അയർലൻഡിൽ നിന്നും കടമെടുത്തു. മൗലിക അവകാശം ഭാഗം 3 കിടക്കുന്നു. USA ബിൽ ഓഫ് റൈറ്റ്സിൽ നിന്നും കടമെടുത്തു. അടിയന്തരാവസ്ഥ ജർമ്മനി. കേട്ടോ. ഇനി പഞ്ചായത്ത് രാജിനെ കുറിച്ച് താഴെ പറയുന്ന പ്രസ്താവനകൾ പരിഗണിക്കുക. അതിൽ ഏതാണ് തെറ്റെന്ന് അടയാളപ്പെടുത്തുക. തെറ്റ്. അപ്പൊ ശരി നോക്കിയാണ്. പഞ്ചായത്ത് രാജ് സംവിധാനം പ്രകാരം 1/3 സീറ്റുകൾ എല്ലാ തലങ്ങളിലും സ്ത്രീകൾക്കായി സംവരണം ചെയ്തിട്ടുണ്ട് അല്ലേ? നമ്മൾ പറഞ്ഞില്ലായിരുന്നോ? പറഞ്ഞു. അതിൽ ബാക്കി ഉൾപ്പെടുമെങ്കിൽ സ്ത്രീകൾക്ക് ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഓർത്തോണം. ഇനി പഞ്ചായത്ത് രാജ് ഭരണഘടനയുടെ 12ാമത്തെ ഷെഡ്യൂളിലാണ്. പഞ്ചായത്ത് രാജ് ഭരണഘടനയുടെ 12ാമത്തെ ഷെഡ്യൂളോ ഗ്രാമസഭയുടെ മേൽനോട്ടത്തിലാണ് ഗ്രാമപഞ്ചായത്ത് പ്രവർത്തിക്കുന്നത്. ഓക്കെ. ഇന്ത്യയിൽ ആദ്യമായി പഞ്ചായത്ത് രാജ് സംവിധാനം നടപ്പിലാക്കിയ സംസ്ഥാനം രാജസ്ഥാനുമാണ്. അപ്പൊ ഇവിടെ നിങ്ങൾക്ക് എന്ത് കിട്ടി? പഞ്ചായത്ത് രാജ് എന്നുള്ളത് 11 വരും. മുനിസിപ്പാലിറ്റി അല്ലെ നഗരപാലികയാണ് 12 വരും. അപ്പൊ തെറ്റേതാ? ബി. അതാണ് ശരി ഉത്തരം അല്ലെ? മീൻസ് ഇവിടെ തെറ്റായിട്ടുള്ളതല്ലേ വേണ്ടത്. ഈ തെറ്റ് അടയാളപ്പെടുത്തുക. അത് ബി ആണ്. അപ്പം 1/3 സീറ്റ് ഞാൻ എന്തിനാണ് പ്രയോറിറ്റി എന്ന് പറഞ്ഞതെന്ന് നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ഇതായിരുന്നു സംഭവം. ഓക്കെ അല്ലേ? അപ്പം ഇവിടെ ഒരു ചോദ്യം കൂടെ പറഞ്ഞോട്ടെ. ആദ്യമായി പഞ്ചായത്ത് രാജ് നടപ്പിലാക്കിയ സംസ്ഥാനം രാജസ്ഥാനാണ്. പക്ഷേ നമ്മൾ പറഞ്ഞൊരു കാര്യം ഓർമ്മയുണ്ടോ? 73ാമത്തെ ഭേദഗതി പ്രകാരം ആദ്യം ഇലക്ഷൻ നടന്നത് എവിടെയാണ്? അത് മധ്യപ്രദേശായിരുന്നേ. റിവിഷൻ. ഓക്കെ. അപ്പൊ അത് സെറ്റ്. ഇനി പ്രാദേശിക ഭരണകൂടങ്ങൾക്ക് ഭരണഘടനാ പദവി നിർദ്ദേശിച്ച കമ്മിറ്റി കൂട്ടത്തിൽ ഏതാ? PK തുങ്കനുണ്ട്. പാർലമെന്ററി കൺസൾട്ടേറ്റീവ് നമ്മൾ പറഞ്ഞേ. ബൽവന്ത് റായ് 1957 ആയിരുന്നു. 3 ടയർ സിസ്റ്റം എന്ന് പറഞ്ഞു. ഇദ്ദേഹം അല്ല. സർക്കാരി കമ്മീഷൻ 1953 വേറെ. പിന്നെ അനുബന്ധ റാവു കമ്മിറ്റി എക്സെട്ര. അപ്പൊ ഒന്നാണ് 20ന്റെ ആൻസർ എ ആണ്. ഇത് ഓക്കെ അല്ലേ? റെഡി? PK തുങ്കനാണ്. ഓർത്തു വെച്ചോണേ. PK തുങ്കൻ. അടുത്തത് 73, 74 ഭരണഘടനാ ഭേദഗതികൾ സൂചിപ്പിക്കുന്നത് സഹകരണ സംഘങ്ങൾ, പഞ്ചായത്തുകൾ, മുനിസിപ്പാലിറ്റികൾ. ഓക്കെ അല്ലേ? ഇത്ര സെറ്റ് അല്ലേ? ഓക്കെ. ഇനി താഴെ പറഞ്ഞാൽ ശരിയായ പ്രസ്താവന ഏത്? 42ാം ഭേദഗതിയുടെ മതേതരത്വം എന്ന ആശയം ഭരണഘടനയുടെ ആമുഖത്തിൽ കൂട്ടിച്ചേർത്തു. ഓക്കെ. ആമുഖം ഒരു തവണ ഭേദഗതി ചെയ്തിട്ടുള്ള 42ാം ഭേദഗതിയെ മിനി കോൺസ്റ്റിറ്റ്യൂഷൻ. 52ാം ഭേദഗതിയിലൂടെ മൗലികമായ കടമകൾ, ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് 42ാം ഭേദഗതിയിൽ. അതുകൊണ്ട് ഇത് തെറ്റ്. 52ാം ഭേദഗതിയിൽ എന്തുവായിരുന്നു? 10ാമത്തെ പട്ടിക കൂറുമാറ്റ നിരോധന നിയമമായിരുന്നു അല്ലെ? 73 പഞ്ചായത്ത് രാജ്. ഓക്കെ. 86 നഗരപാലിക. തെറ്റ്. 86 എന്താ? 21A ആർട്ടിക്കിൾ വന്നത് എന്താ? 6-14 ഇവിടെയുള്ള പ്രായമുള്ള കുട്ടികൾക്ക് നിർബന്ധ സൗജന്യമായ വിദ്യാഭ്യാസം 86 2002. ഓക്കെ. നഗരപാലിക ബില്ലാണെങ്കിൽ 12ാമത്തെ പട്ടിക അല്ലെങ്കിൽ 74ാമത്തെ ഭേദഗതി. അപ്പം 2ഉം 4ഉം ആണ്. 2ഉം 4ഉം ഉള്ളതെല്ലാം ക്യാൻസൽ ചെയ്യാം. 4 ഇതിലുണ്ട്, 4 ഇതിലുണ്ട്, 4 ഇതിലുണ്ട്. അപ്പൊ തന്നെ പോയി. 1ഉം 3ഉം വന്നിട്ടുണ്ട്. ശരി ചോദിച്ച തെറ്റുള്ളത് ഓപ്ഷനിൽ നിന്ന് കളഞ്ഞാൽ അത് എലിമിനേഷൻ മെത്തേഡാണ്. നമുക്കത് യൂസ്ഫുൾ ആകും. ഓർത്തു വെച്ചോണം കേട്ടോ. 73ാം ഭരണഘടനാ ഭേദഗതി പ്രകാരം സംസ്ഥാന വിഷയങ്ങൾ ഉൾപ്പെട്ട 29 വിഷയങ്ങൾ, അത് ക്വസ്റ്റ്യനിൽ വന്ന അതിന്റെ അർത്ഥം അടുത്ത തവണ അത് വരും കേട്ടോ. 29 വിഷയങ്ങൾ ഭരണഘടനയുടെ ഏത് പട്ടികയിൽ കൂട്ടിച്ചേർത്തു? ഏത് പട്ടികയാ? 11ാമത്തെ പട്ടിക അല്ലെ? 73ാം ഭേദഗതി 11ാമത്തെ പട്ടിക ഭാഗം 9. 74ാമത്തെ ഭേദഗതി 12ാമത്തെ പട്ടിക ഭാഗം 9A ആണ്. മറക്കല്ല. ഇനി ഇത് വേണം ഓർത്ത് വെച്ചോ. 9ാമത്തെ പട്ടികയാണെങ്കിൽ കേട്ടോ, 9ാമത്തെ പട്ടിക 1ാമത്തെ ഭേദഗതിയിലാണ് വന്നത്. ഭൂപരിഷ്കരണം, ലാൻഡ് റിഫോർമേഷൻ. 10ാമത്തേതാണെങ്കിൽ 52ാമത്തെ ഭേദഗതിയുടെ 5x2 10 അല്ലെ? അതെന്തായിരുന്നു? കൂറുമാറ്റ നിരോധന നിയമമാണ്. ആന്റി ഡിഫെക്ഷൻ ലോ എന്ന് പറയാം കേട്ടോ. ആന്റി ഡിഫെക്ഷൻ ലോ. 11 ആണെങ്കിൽ 73ാമത്തെ ഭേദഗതി, 12 ആണെങ്കിൽ 74ാമത്തെ ഭേദഗതി കേട്ടോ. ഇത്ര ഓക്കെ. ഇനി ഇന്ത്യയിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് നിയമസാധുത നൽകിയ കമ്മിറ്റി ഏതാണ്? ഇതാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നത്. ഓക്കെ. ബൽവന്ത് റായ് മേത്ത കിടക്കുന്നു, PK തുങ്കൻ കിടക്കുന്നു, വേറെ അശോക് മേത്തയൊക്കെ. ഇവിടെ LM സിംഗ്വി ഇല്ല. ഇതാണ് PSC അടുത്തിടയ്ക്ക് ചോദിച്ച എല്ലായിടത്തും നടന്നത്. LM സിംഗ്വി ഇല്ലേലാരാ? PK തുങ്കൻ. അല്ലെങ്കിൽ PK തുങ്കൻ വരണമെങ്കിൽ എന്ത് പറയണം? ഭരണഘടനാ പദവി നൽകണം എന്ന് പറഞ്ഞ പാർലമെന്ററി കൺസൾട്ടേറ്റീവ് അംഗം അല്ലെ പാർലമെന്ററി സബ് കമ്മിറ്റി അംഗം എന്ന് ചോദിക്കും. ഓക്കെ. റെഡി? ശരി. എന്നാ ബൽവന്ത് റായ് മേത്ത 1957 3 ടയർ സിസ്റ്റം, അശോക് മേത്ത 1977 78 റിപ്പോർട്ട് നൽകി 2 ടയർ സിസ്റ്റം, കമ്മിറ്റി ഓൺ പഞ്ചായത്ത് രാജ് ഇൻസ്റ്റിറ്റ്യൂഷൻ എന്നറിയപ്പെടും, മണ്ഡൽ കമ്മീഷൻ എന്നറിയപ്പെടും. ഓക്കെ. റിവിഷൻ പറഞ്ഞതാ, ഒന്നുമല്ല. തദ്ദേശ ഗവൺമെന്റ് സമിതികൾക്ക് ഭരണഘടനാപരമായ അംഗീകാരം നൽകണമെന്ന് ശുപാർശ ചെയ്ത അടുത്ത ക്വസ്റ്റ്യൻ ആണിത്. ഓക്കെ. ഇത് ആരാ?
കാക്ക കാലേക്കർ കമ്മീഷൻ, സർക്കാരിയ കമ്മീഷൻ, PK തുങ്കൻ. കണ്ടോ, PK തുങ്കൻ വന്നു. PK തുങ്കൻ ഏത് വർഷമാണ്? 86 ഓർത്തോണേ. PK തുങ്കൻ, LM സിംഗ്വി 86, ഇത് 89 അല്ലേ? കണ്ടോ ഒരു മിസ്റ്റേക്ക്. സപ്പോസ് ഞാൻ ഇതുവരെ പറഞ്ഞതിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് നിങ്ങൾ നോട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് കമന്റ് സെക്ഷനിൽ ഇട്ട് ബാക്കിയുള്ളവരെയും തിരുത്തി അറിയിക്കുക കേട്ടോ. അപ്പൊ അതൊന്ന് നോക്കിയേക്കാണേ. സപ്പോസ് വിട്ടു പറഞ്ഞു പോകുമ്പോഴത്തേക്ക് എന്തെങ്കിലും ഒന്ന് വിട്ടുപോയാൽ നിങ്ങളെ ഹെൽപ്പ് ചെയ്യണം കേട്ടോ. അപ്പൊ ഇവിടെ ഇതേ ഉള്ള ഓപ്ഷൻ. അടുത്തത്, ഇത് നമ്മൾ തുടക്കത്തിൽ ചെയ്തിട്ട് വന്നതാണ്. പഞ്ചായത്തുകൾക്ക് ഭരണഘടനാ പദവി ശുപാർശ ചെയ്തത് ഏത് കമ്മിറ്റിയാണ്? ഇൻസ്പെക്ടിംഗ് അസിസ്റ്റന്റ് മെയിൻസ് 2022. അപ്പൊ ഭരണഘടനാ പദവി ഇവിടെ അശോക് മേത്തയുണ്ട് 1957, സിംഗ്വി ഉണ്ട് 1986, തുങ്കനുണ്ട് 88, 89, ബൽവന്ത് റായ് ഉണ്ട്, സോറി തിരിഞ്ഞു പോയി കണ്ടോ, ബൽവന്ത് റായ് 57, അശോക് മേത്ത 77, 78 റിപ്പോർട്ട്. ഇങ്ങനെ ചോദിച്ചപ്പോ ഇവിടെ ആൻസർ കീ PSC കൊടുത്തത് LM സിംഗ്വി ആണ്. കാരണം അല്ലെങ്കിൽ പാർലമെന്ററി കൺസൾട്ടേറ്റീവ് ചോദിച്ചാലേ PK തുങ്കനാവും, അല്ലെങ്കിൽ ഓപ്ഷനിൽ സിംഗ്വി കാണരുത്. ഇതാണ് PSCയുടെ ഓരോ പരിപാടികൾ. എവിഡന്റ് ആയിട്ട് ഇതേ കണ്ടല്ലോ, 2022 മെയിൻസിൽ ചോദിച്ചപ്പോൾ LM സിംഗ്വി കൊടുത്തു. ഇതാണ് കണ്ടല്ലോ, ശരി. അപ്പൊ രണ്ടെണ്ണം കൂടെ വന്നാൽ LM സിംഗ്വി ആണെന്ന് ഓർത്തോണേ. ഇന്ത്യയിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് ഭരണഘടനാ പദവി ശുപാർശ ചെയ്ത കമ്മീഷൻ 2021 അസിസ്റ്റന്റ് സെയിൽസ്മാനെ. മണ്ഡൽ കമ്മീഷൻ എങ്ങാനും PSC ചോദിച്ചാൽ അശോക് മേത്തയാണെന്ന് ഓർത്തോണേ കേട്ടോ. ബൽവന്ത് റായ്, PK തുങ്കൻ, ഇവിടെ PK തുങ്കനേ ഉള്ളൂ. അതുകൊണ്ട് ഇതാണ് ആൻസർ കീ PSC കൊടുത്തത്. അടുത്തത്, ഇന്ത്യയിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് നിയമസാധുത നൽകി കമ്മിറ്റി ഏതാണ്? അടുത്ത ചോദ്യമേ 2022 ഫയർമാൻ ആൻഡ് ഫയർവുമനെ നിയമസാധുത നൽകണം. ബൽവന്ത് റായ് മേത്ത 57, 3 ടയർ, PK തുങ്കൻ 88, 89, ബാക്കിയൊക്കെ അശോക് മേത്ത 77, 78, ഓക്കെ അത് 2 ടയർ. ഇവിടെ വേറെ നമ്മുടെ LM സിംഗ്വി തന്നിട്ടില്ല. അതുകൊണ്ട് ഉത്തരം PK തുങ്കനാണ് 22 കൊടുത്തത്. അടുത്തത്, തദ്ദേശ ഗവൺമെന്റ് സമിതികൾക്ക് ഭരണഘടനാപരമായ അംഗീകാരം. ചോദ്യം അടുത്തല്ലേ, ഒത്തിരി ചോദിച്ചു, അതുകൊണ്ട് ഒത്തിരി തവണ ചോദിച്ചു. ഇവിടെ ഏതുണ്ട്? PK തുങ്കൻ മാത്രമേ ഉള്ളൂ. കൺഫ്യൂഷൻ വരെ LM സിംഗ്വി ഇല്ല. LM സിംഗ്വി ഉണ്ടെങ്കിൽ അത് ഉത്തരവായിട്ട് കൊടുത്തിട്ടുണ്ട് PSC. LM സിംഗ്വി ഇല്ലേ, PK തുങ്കനാണ്. ഓക്കെ, അപ്പൊ നമ്മളിത് പഠിച്ചതുകൊണ്ട് കുഴപ്പമില്ല. അല്ലാതെ ഇതുപോലെ ഇരിക്കേണ്ട വന്നേനെ കണ്ടോ, ഇതുപോലെ തലയിൽ അതൊന്നുമില്ല, നമ്മൾ സെറ്റായി. ഓക്കെ, പഞ്ചായത്ത് രാജുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന ഏത്? നോക്കിയാലോ. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് ഭരണഘടനാ അംഗീകാരം നൽകണമെന്ന് ശുപാർശ ചെയ്ത കമ്മിറ്റിയാണ് PK തുങ്കൻ. ഓക്കെ, ശരിയാണ് ഉള്ളത്. EMS നമ്പൂതിരിപ്പാട് അശോക് മേത്ത കമ്മിറ്റിയിൽ അംഗമായിരുന്നു. നമ്മൾ പറഞ്ഞു വന്നത് ഓർമ്മയുണ്ടോ? അശോക് മേത്തയിലെ കമ്മിറ്റിയിൽ അംഗമായിരുന്നു EMS. അത് വന്നു. ഭരണഘടനയുടെ 71ാം ഭേദഗതി പഞ്ചായത്ത് രാജ് തെറ്റ് 73 അല്ലേ? അതുകൊണ്ട് 3 തെറ്റാ. അപ്പൊ 3 ഉള്ളതൊക്കെ ഞാൻ ക്യാൻസൽ ചെയ്യും. അത് ഇവിടെ 3 ഉണ്ട്, ഇവിടെ 3 ഉണ്ട്, ഇവിടെ 3 ഉണ്ട്. അപ്പോഴേ ഇത് കിട്ടി. ഇത് എലിമിനേഷൻ മെത്തേഡ്. ഇതെങ്ങനെ ചെയ്യുന്നത് സെപ്പറേറ്റ് ക്ലാസ്സിൽ എടുത്തു പറഞ്ഞുതരാം. ഇത് 4 വായിച്ചോ. ഇന്ത്യയിൽ ആദ്യമായി പഞ്ചായത്ത് രാജ് സംവിധാനം നിലവിൽ വന്നത് 1959 ഒക്ടോബർ 2 രാജസ്ഥാനിലാണ്. നെഹ്റു ഉദ്ഘാടനം ചെയ്തു അല്ലെ? ഓക്കെ, അപ്പൊ വുമൺ പോലീസ് കോൺസ്റ്റബിൾ 2023 ചോദ്യമാണ് നമ്മളിപ്പോ ചെയ്തത്. ഇനി അടുത്ത് പറഞ്ഞു, തട്ടിത്തെറിച്ച് ചോദ്യം വന്നിട്ടുണ്ട്. CPO മെയിൻസ് 2022 73ാം ഭരണഘടനാ ഭേദഗതി പ്രകാരം സംസ്ഥാന വിഷയങ്ങൾ ഉൾപ്പെട്ട 29 വിഷയങ്ങൾ ഭരണഘടനയുടെ ഏത് പട്ടികയിൽ കൂട്ടിച്ചേർത്തു? ഏതാ? 11ാമത്തെ പട്ടിക അല്ലെ? ഇനി 94 കേരള പഞ്ചായത്ത് രാജ് നിയമപ്രകാരം ഗ്രാമസഭയുടെ യോഗം ചേരേണ്ടത്. ഇത് നമ്മൾ തുടക്കത്തിലേ ചെയ്തിട്ട് വന്നതല്ലേ, ഓർമ്മയുണ്ടല്ലോ അല്ലെ? ഗ്രാമസഭയുടെ യോഗം ചേരേണ്ടത് എപ്പോഴാണ്? കുറഞ്ഞ പക്ഷം 3 മാസത്തിൽ ഒരിക്കലെങ്കിലും. VEO 2021 ചോദ്യം. ഓക്കെ, കുറഞ്ഞ പക്ഷം 3 മാസത്തിൽ ഒരിക്കലെങ്കിലുമാണെന്ന് ഓർത്തോണം. കുറഞ്ഞ പക്ഷം. ഇനി 94 കേരള പഞ്ചായത്ത് രാജ് നിയമപ്രകാരം കുറഞ്ഞത് എത്ര മാസത്തിൽ ഒരിക്കൽ ഗ്രാമസഭാ യോഗം ചേരണം? 3 കേട്ടോ. അപ്പോൾ കുറഞ്ഞ പക്ഷം 3 മാസത്തിൽ ഒരിക്കലെങ്കിലുമാണ് കേരള പഞ്ചായത്ത് രാജ് നിയമപ്രകാരം. കുറഞ്ഞ പക്ഷം 3 മാസത്തിൽ ഒരിക്കലെങ്കിലും. 3 മാസത്തിൽ ഒരിക്കലെങ്കിലും കേട്ടോ. അപ്പൊ ഇത്രയുമാണ് നമ്മുടെ പഞ്ചായത്ത് രാജുമായി ബന്ധപ്പെട്ട് നമുക്ക് പഠിക്കാനുള്ളത്. നിങ്ങൾക്ക് ക്ലാസ് ഇതുവരെ കണ്ടവരുണ്ടെങ്കിൽ ഞാൻ ഭയങ്കര കോൺഫിഡന്റ് ആണ്. ഇതുവരെ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇനി ഇത് തിരിഞ്ഞു നോക്കാതെ ഇഷ്ടപ്പെട്ട് ബൈ ഹാർട്ട് ചെയ്ത് പഠിക്കാൻ പറ്റിയെന്നാണ് എൻ്റെ വിശ്വാസം. ഓക്കെ, ഞാൻ പറഞ്ഞത് ശരിയാണെങ്കിൽ കമന്റ് ചെയ്യാൻ മറക്കില്ല. കമന്റ് ചെയ്ത് പറയണം ഈ വീഡിയോയിൽ എന്തൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു,
ഇനി എന്തൊക്കെ കൂടെ ഉൾപ്പെടുത്തിയാൽ നിങ്ങൾക്ക് കൂടുതൽ ഇഷ്ടമാകും, ഇനി അടുത്ത ടോപ്പിക്സ് ഏതൊക്കെ വേണം എന്നൊക്കെ പറഞ്ഞേക്കണം. ഈ ടോപ്പിക്ക് വളരെ പ്രധാനപ്പെട്ടതാണ്. എല്ലാ ക്വസ്റ്റ്യൻസും പറഞ്ഞു, എല്ലാ കണ്ടന്റ്സും പറഞ്ഞു, ക്വസ്റ്റ്യൻസ് ചെയ്യുന്നതും പറഞ്ഞു. ഇത് നിങ്ങൾക്ക് പക്ക യൂസ്ഫുൾ ആണ്. ഓക്കെ, അപ്പൊ ഇതുപോലത്തെ ക്വസ്റ്റ്യൻസും ടോപ്പിക്സ് നിങ്ങൾക്ക് വേണമെങ്കിൽ കമന്റ് ചെയ്യുക. പിന്നെ ഇതുമായി ബന്ധപ്പെട്ട പോളുകളും ക്വിസുകളും എല്ലാം റെഡിയാണ്. ഫാൽക്കൺ PSC അല്ലെങ്കിൽ ഫാൽക്കൺ ഫ്രീ PSC എന്നടിച്ചു കൊടുത്ത ടെലിഗ്രാമിലും കിട്ടും, ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. നിങ്ങൾക്ക് ക്ലിക്ക് ചെയ്ത് ജോയിൻ ചെയ്യാം. അവിടെ PDF കാര്യങ്ങളും എല്ലാം നിങ്ങൾക്ക് കിട്ടും. അപ്പം ക്ലാസ് ഒക്കെ ഇഷ്ടപ്പെട്ടല്ലോ അല്ലേ? നമ്മുടെ പുത്തൻ ചാനലായതുകൊണ്ട് രണ്ടാമത്തെ വീഡിയോ ആണിത്. ഇപ്പൊ തുടക്കമല്ലേ, ഭാവിയിൽ വളരെയധികം സക്സസ്ഫുൾ ആയിട്ട് പോകുന്ന ഒരു കണ്ടന്റ് ആയിരിക്കും ഇത്. എല്ലാവർക്കും വേണ്ട ആവശ്യമുള്ള ഒരു കണ്ടന്റ് ആയി മാറും ഇത്. ഓക്കെ, ഇപ്പോഴേ ഞാനത് പറയുക. അതുകൊണ്ട് ക്ലാസ് ഇഷ്ടപ്പെട്ട പുത്തനായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ. പിന്നെ ക്ലാസ് ഇഷ്ടപ്പെട്ട മറക്കാതെ ലൈക്ക് ചെയ്യാനും മടിക്കരുത്. ഓക്കെ, ഇനി ഇത് നിങ്ങൾക്ക് ഈ വീഡിയോ കാണേണ്ട വരത്തില്ല, അതിൻ്റെ ആവശ്യമില്ല. ഇതിന്റെ കണ്ടൻസ്ഡ് ആയിട്ടുള്ള ഒരു ടോപ്പിക്ക് ഞാൻ നിങ്ങൾക്ക് ഗ്രൂപ്പിൽ വിട്ടുതരാം. ഓക്കെ, അപ്പൊ നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. റെഡി അല്ലേ? ബൈ ബൈ, താങ്ക് യു സോ മച്ച്. അടുത്ത ക്ലാസ്സിൽ കാണാം.